റസൂലുള്ളാഹിന്റെ മദ്ഹ് കീർത്തനങ്ങൾ പാടി പറയുന്നു കൊല്ലത്തിലും. പിന്നെ എല്ലാ ദിവസവും ഇപ്പോൾ അങ്ങനെ അതേപോലെ പാടി പറയാനൊന്നും സാധിക്കൂല. അപ്പോൾ റസൂലുള്ളാഹി, പിന്നെ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ പാടുന്നുണ്ട് പറഞ്ഞാൽ അതിനെല്ലാം നിങ്ങൾ എതിര് തന്നെയാണ്. ഇതുവരെയും നിങ്ങളുടെ പ്രഭാഷണങ്ങളിൽ നിന്നെല്ലാം വരുന്നത് അതിനെ എതിർത്തിട്ട് തന്നെയാണ്. പിന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിലുള്ള ഒരു ഇതുണ്ട്, താഴവ ഉസ്താദ് മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തത് അത് ഹിജറ 300-ന് ശേഷം വന്നാന്നുള്ള ഇവിടെ ഇങ്ങനെ നിങ്ങൾ പാടുമ്പോൾ അത് ഓരോ വിഷയത്തെ വെച്ചിട്ടും പറയാം. അപ്പോൾ തറാവീഹ് ജമാഅത്ത് മുമ്പ് പതിവില്ലാത്തത് അത് ഹിജറ 13-ന് ശേഷം വന്ന, അങ്ങനെ പറയാം. 2 ബാങ്ക് ജുമാക്ക് 2 ബാങ്ക് മുമ്പ് പതിവില്ലാത്തത് അത് ഹിജറ 23-ന് ശേഷം, അങ്ങനെയൊക്കെ പാട്ടുണ്ടാക്കിയിട്ട് അങ്ങനെ പറയാം. പക്ഷേ അതൊക്കെ പ്രവാചകരുടെ റസൂലുള്ളാഹി തങ്ങൾക്ക് പരിചയമുണ്ട്. ത്വലഅൽ ബദ്റു അന്ന് ഖുലഫാഉർ റാഷിദീങ്ങൾ കേട്ടിട്ടുണ്ട്, അവരുടെ സാന്നിധ്യത്തിൽ നടത്തിയിട്ടുണ്ട്. പിന്നെ പിറ്റത്തെ കൊല്ലവും അത് അങ്ങനെ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. പിന്നെ ബദ്ർ, ഉഹദ്, ഖന്തഖ്, ഖൈബർ, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ കൊറോണ ഉണ്ടായപ്പോൾ ലൈലത്തുൽ ഖദറിന്റെ രാത്രി തന്നെ നമ്മൾ വീട്ടിലേക്ക് ഇരിക്കുകയായിരുന്നു ചെയ്തത്. ആരും പള്ളി പോയിട്ടില്ല, അതുപോലെ തന്നെ ജുമാക്ക് പോലും പോയിട്ടില്ല. അപ്പം അന്നത്തെ സാഹചര്യങ്ങൾ 10 നുബുവത്ത് കിട്ടിയിട്ട് 10 കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പ്രവാചകരെ, 13 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് 53-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയി. അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ എല്ലാം ഉണ്ടാവുകയാണ്, ബദ്ർ, ഉഹദ്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഏതായാലും പ്രവാചകരുടെ കാലഘട്ടത്തിൽ തന്നെ ത്വലഅൽ ബദ്ർ പാടിയിട്ട് ഉണ്ട് എന്നും അത് നമുക്ക് പാടാം എന്നും ഞാനും പാടിയിട്ടുണ്ട് എന്ന് ഫൈസൽ മൗലവി പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അത് ഇൻഷാ അല്ലാഹ് ഈ പാലത്തിങ്ങിലുള്ള മുഴുവൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളും അവരുടെ മദ്രസകളിൽ വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് അത് പാടിപ്പിക്കുകയും പറയുകയും ചെയ്യണം. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണം എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. കാരണം ഫൈസൽ മൗലവിയും അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ നബിയുടെ കാലത്തില്ല, ഇതിൽ 300 വർഷം ഉണ്ടായതൊക്കെ തഴവന്റെ പാട്ട് പാടാൻ മറന്നുപോയതാണ്. അപ്പോൾ നിങ്ങൾ ഓർമ്മാക്കിയാൽ നന്നായി. തഴവടക്കം പറഞ്ഞു അത് പണ്ടില്ല. അപ്പോൾ ഇപ്പം ഈ കേക്ക് നമുക്ക് ഏതായാലും ഒന്നിച്ച് കൂടി കഴിക്കാമല്ലോ. അപ്പൊ ഏതായാലും ഇനിയിപ്പുള്ള വിഷയം എന്താണ്? മദീനത്തേക്ക് വന്ന കൊല്ലം പാടി, പിന്നത്തെ കൊല്ലം പാടിയിട്ടുണ്ടോ? ഇല്ല, സാഹചര്യം കൊണ്ടാണ്. ബദർ, ഉഹദൊക്കെ ഉണ്ടായി. പക്ഷെ ബദർ റബീഉൽ അവ്വലല്ലല്ലോ ബദർ ഉണ്ടായത്. ബദർ ഉണ്ടായത് റബീഉൽ അവ്വലല്ലല്ലോ, ബദർ ഉണ്ടായത് റമദാനിലാണ്. ഇനി ബദർ ഉണ്ടായത് കൊണ്ട് നബി തങ്ങൾ പഠിപ്പിച്ച ഏത് സുന്നത്താ സ്വഹാബിമാർ മറന്നുപോയത്? അപ്പൊ താങ്കളുടെ വാദപ്രകാരം നബി തങ്ങൾ പഠിപ്പിച്ച നബിദിനാഘോഷം ബദർ, ഉഹദ് അടക്കമുള്ള യുദ്ധങ്ങളും സാഹചര്യങ്ങളും ഒക്കെ പ്രതികൂലമായത് കൊണ്ട് സ്വഹാബിമാരൊക്കെ അങ്ങനെ മറന്നുപോയി, അത് ശ്രദ്ധയിലുണ്ടായില്ല എന്നാണോ? സഹോദരി, എത്ര വലിയ ആരോപണമാണ്! മൈക്ക് തരാം, നിങ്ങളെ പ്രതീക്ഷ ഉണ്ട്. എത്ര വലിയ ആരോപണമാണ് സ്വഹാബത്തിന് നേരെ താങ്കൾ ഉന്നയിക്കുന്നത്? നബിതങ്ങൾ നബിയായത് 40-ാമത്തെ വയസ്സിൽ, 53 വയസ്സിലാണ് ഹിജ്റ പോയത്. താങ്കൾ തന്നെ പറഞ്ഞു. ആ 13 കൊല്ലത്തിനിടക്ക് ബദറും ഉഹദൊന്നും ഇല്ലല്ലോ. 40 മുതൽ 53 വരെയുള്ള കൊല്ലത്തിനിടക്ക് ബദറും ഉഹദും ഖന്തഖും ഹുനൈനും ഒന്നുമില്ല. ആ 13 കൊല്ലം നബിദിനാഘോഷം എങ്ങനെയാണ് നടന്നത്? വല്ലതുമുണ്ടോ? ഇനി റബീഉൽ അവ്വൽ 12 ആഘോഷിക്കാനാണോ ത്വലഅൽ ബദ്ർ പാടിയത്? അല്ല. പിന്നെയോ, നബി തങ്ങൾ ഹിജ്റ പുറപ്പെട്ട് മദീനത്തേക്ക് വന്നു കയറുമ്പോൾ പാട്ടുപാടി സ്വീകരിച്ചതാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നബി തങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെയും സ്വീകരിക്കാം, ഒരു ആക്ഷേപം അക്കാര്യത്തിലില്ല. അതിനുശേഷം 10 കൊല്ലം സ്വഹാബിമാർ ജീവിച്ചു നബി തങ്ങളുടെ കൂടെ. എന്നിട്ട് ആ 10 കൊല്ലത്തിനിടയിൽ ഒരിക്കലെങ്കിലും നബി തങ്ങളോ സ്വഹാബത്തോ ഇതാ എന്റെ ജന്മദിനാഘോഷമാണെന്ന് പറഞ്ഞ് ഒരിക്കൽ എന്തെങ്കിലും ഒന്ന് ചെയ്തുവോ? ഒന്നുമില്ല. ഏതായാലും പട്ടിണിയും ബുദ്ധിമുട്ടും ബദറൊക്കെയാണ്, ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്രാവശ്യം വലിയ ആഘോഷപ്പോൾ നടത്താൻ കഴിയില്ല, തൽക്കാലം ലേശം കാരക്കൊടുന്നിട്ട് പള്ളിയിൽ വിതരണം ചെയ്യാം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്കത് മാതൃകയാക്കാമായിരുന്നു. കൊറോണ കാലത്തും ഓൺലൈനിൽ വരെ നിങ്ങളൊക്കെ കച്ചവടം നിർത്തിയിട്ടില്ലല്ലോ. ദിക്ർ കച്ചവടം, സലാത്ത് കച്ചവടം ഒക്കെ ഓൺലൈനായി ഉസാറായി നടത്തിയിട്ടുണ്ട്. കൊറോണയുടെ തൽക്കാലം ഇപ്രാവശ്യം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. എങ്കിൽ താങ്കൾ തന്നെ സമ്മതിക്കുന്നു, നബി തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു മാതൃക കാണിച്ചിട്ടേ ഇല്ല. ഈ നബി തങ്ങളുടെ കാലശേഷം ഇവിടെ പറഞ്ഞല്ലോ 4 ഖലീഫമാർ ഭരിച്ചത്, സ്വഹാബിമാർ ജീവിച്ചത്. 100 കൊല്ലക്കാലത്തോളം സ്വഹാബിമാർ ജീവിച്ചു നബിയുടെ ശേഷം. ആ 100 കൊല്ലങ്ങൾക്കിടയിൽ സ്വഹാബത്തിനിടയിൽ ഒരിക്കൽ പോലും എന്തെങ്കിലും ഒന്ന് റബീഉൽ അവ്വൽ 12-ന് എന്തെങ്കിലും ഒന്ന് ചെയ്ത വല്ലതുമുണ്ടെങ്കിൽ, ഒരു പാട്ടോ ഒരു ബെയ്ത്തോ ഒരു ജാഥയോ ഒരു മിഠായി വിതരണമോ എന്തെങ്കിലും ഒന്ന് 100 കൊല്ലങ്ങൾക്കിടയിൽ ഒരൊറ്റ സ്വഹാബി ചെയ്തതുണ്ടെങ്കിൽ നമുക്കത് മാതൃകയാക്കാമായിരുന്നു. അതിനുശേഷം താബിഈങ്ങൾ ഇവിടെ പറഞ്ഞു 100 കൊല്ലത്തോളം മൈക്ക് കേൾക്കി, നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവണ്ടേ. 100 കൊല്ലത്തോളം താബിഈങ്ങൾ ജീവിച്ചു. ആ താബിഈങ്ങൾ കാലഘട്ടത്തിൽ ഒരു താബിഈയെങ്കിലും ഒരിക്കലെങ്കിലും നബി തങ്ങളുടെ ജന്മദിനം എന്ന പേര് വല്ലതും ചെയ്തിരുന്നുവെങ്കിൽ നമുക്കത് മാതൃകയായിരുന്നു. അതിനുശേഷം താബിഈകൾ
ഏതാണ്ട് 100 കൊല്ലത്തോളം ജീവിച്ചു, അവരും ചെയ്തില്ല. ആ കാലഘട്ടത്തിൽ അബൂ ഹനീഫ ഇമാം കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇമാം മാലിക് കഴിഞ്ഞു പോയിട്ടുണ്ട്, അതിനുശേഷം ഇമാം ഷാഫിഈയും ഇമാം അഹ്മദും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം തിർമിദി, ഇമാം നസായി, ഇമാം ഇബ്നു മാജ, ഇമാം അഹ്മദ് അടക്കമുള്ള ധാരാളം ഹദീസ് പണ്ഡിതന്മാർ, ധാരാളം മുഫസ്സിറുകൾ, ധാരാളം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എല്ലാം ജീവിച്ചു പോയിട്ട് ഒരാളെങ്കിലും ചെയ്തോ? ഇല്ല. അതാണ് താഴ്വ ഉസ്താദ് പറഞ്ഞത്, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ. അപ്പൊ താഴ്വക്കറിഞ്ഞ തൊഴിൽ ബദർ പാടിയത് നബി ഹിജറ വന്നിട്ട് മദീനത്തേക്ക് കയറിയപ്പോൾ തൊഴിൽ ബദർ പാടിയിട്ടുണ്ട് ഇതെന്താ താഴ്വ മുഹമ്മദ് ഉസ്താദ് അറിയില്ലേ? അറിയാം. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കിയത് അത് നബിദിനാഘോഷമല്ല, അത് ജന്മദിനാഘോഷമല്ല, നബിതങ്ങളുടെ ജന്മദിനമായതുകൊണ്ടല്ല അവിടെ പാട്ട് പാടിയത്. ഹിജറ 300 ശേഷം വന്നു. എങ്ങനെ വന്നു? അതിവിടെ പറഞ്ഞു, ഷിയാക്കൾ കൊണ്ടുവന്നു. ഷിയാക്കൾ കൊണ്ടുവന്നു. മുസ്ലിമീങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഷിയായിസം. ആ ഷിയാക്കൾ ഇവിടെ പ്രതിപാദിച്ചുവല്ലോ, കഅബ കൊള്ളയടിച്ചവർ, ഹജ്ജ് അസ്വദ് കട്ടുകൊണ്ടുപോയവർ, ആയിരക്കണക്കായ ഹാജിമാരെ കൊന്നൊടുക്കിയവർ, നബി അലിയാണ് നബിയാകേണ്ടത് വിശ്വസിക്കുന്നവർ, അവർ കൊണ്ടുവന്ന ആഘോഷം അതാ 300 ശേഷം. അത് തന്നെ 465 നിർത്തലാക്കപ്പെടുകയും ചെയ്തു. പിന്നെ 600 ശേഷം മുസഫർ രാജാവ് പുനരാരംഭിച്ചു സൂഫികളുടെ ഒത്താശയോടുകൂടി. ഇതാണോ സഹോദര നമുക്കൊരു കാര്യം ചെയ്യാനുള്ള തെളിവ്? അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃക വളരെ വ്യക്തമായ എല്ലാ വിഷയത്തിലും നമ്മുടെ മുമ്പിൽ ഉണ്ടെന്നിരിക്കെ, ഇതിന് യാതൊരു മാതൃകയും ഇല്ലെന്നിരിക്കെ പിന്നെയും വെറുതെ ന്യായങ്ങൾ പറഞ്ഞ് ആ ഷിയ ആചാരം സ്വീകരിക്കണമെന്ന് എന്തിനാണ് നമ്മൾ വാശി പിടിക്കുന്നത് എന്നേ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളൂ. ഇതങ്ങൾ പറഞ്ഞോളൂ. ഒറ്റ കാര്യം ഇവിടെ പറയുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും, അതിനു വേണ്ടിയാണ്. അതെ, പക്ഷേ നിങ്ങൾ അതിൽ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ നിങ്ങൾ ചോദിച്ചാൽ എന്തെല്ലാം പറഞ്ഞു, അപ്പൊ സോറി പറയണ്ടേ? അല്ല, ഞാൻ ലാസ്റ്റാ പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി കാരണം എന്താ അറിയോ, അത് തോലാൽ ബദർ പാടാം. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് തോലാൽ ബദർ പാടി ദഫ് മുട്ടി ആഹ്ലാദ പ്രകടനം നടത്തുന്ന എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് നിങ്ങളിൽ നബി ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതെന്താ കേൾക്കാത്തത്? അല്ല, റസൂലുള്ളാഹി തങ്ങളെ വരുന്ന അപ്പൊ തോലാൽ ബദർ പാടാൻ പറ്റൂല. നിങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ വന്നാ പാടാന്ന് അതല്ല നിങ്ങൾ പറ്റുമെന്ന് അറിയണം. നിങ്ങൾ ഫസ്റ്റ് എന്താ നബി എന്നിലേക്ക് വരുമ്പോൾ തോലാൽ ബദർ പാടാൻ പറ്റുമോ? എന്നിലേക്ക് വന്ന ആ സമയത്ത് പറയാൻ പറ്റുമോ? നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടോ? നിങ്ങളിലേക്ക് നബി വന്നിട്ടുണ്ടോ? ലോകത്തേക്കാണ് വരവ്. മദീനക്ക് വന്നാൽ മതിയോ? ലോകത്തേക്കുള്ള ഹിജ്റ പോക്കാണ്. റസൂലുള്ളാഹി മക്കത്ത് ജനിച്ചു പറഞ്ഞ മക്കത്തർക്കാർ ജനിച്ചു എന്നുള്ള ആ ലോകത്ത് ഇത് ഇങ്ങനെയാണോ സഹോദര? അല്ല, ചോദ്യം ചോദിച്ചതിന് താങ്കള് പറ്റും എന്നുള്ളത് മറുപടി പറഞ്ഞ സ്ഥിതിക്ക് മറുപടി പറഞ്ഞു. ഇനി പിന്നെ അതിനെപ്പറ്റി നമുക്ക് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. എനിക്ക് സമാധാനം, കാരണം പറ്റും. ഒരു മിനിറ്റ്. പിന്നെ ഇപ്പോ ഈ തറാവീഹിന്റെ വിഷയം, റസൂലുള്ളാഹി തങ്ങൾ ഒരു ദിവസം നിസ്കരിച്ചു, 2 ദിവസം, 3 ദിവസം, 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസം നിസ്കരിച്ച് തെളിവില്ലല്ലോ. അപ്പൊ എന്നതുപോലെ പിന്നെ ഉമർ ബിൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തി, അന്നും നടന്നിട്ടില്ല. പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ജമാഅത്താക്കി. അപ്പോ ഇതേപോലെ ഇത് എന്തെങ്കിലും ഒരു പുണ്യുണ്ടെങ്കിൽ സ്വഹാബത്ത് അത് ചെയ്യാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ഓല് ചെയ്ത് എല്ലാം ഇപ്പൊ നമ്മളെ കയ്യിൽ വശമൊന്നുമില്ല, ഹദീസിലുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ തോലാൽ ബദർ അന്ന് പാടി, പിന്നെ ഞാൻ ഇന്ന് പാടുകയാണെങ്കിൽ ഇന്ന് പാടുമ്പോൾ അവിടുന്ന് ഇങ്ങനെ പരമ്പരാഗതമായിട്ട് വന്നാലോ ഈ തോലാൽ ബദർ. അപ്പോൾ ഓലാരും പാടാതെ പിന്നെ കയ്യിൽ കിട്ടൂലല്ലോ. തോലാൽ ബദർ എല്ലാവരും മനസ്സിലായി. ഏതായാലും തോലാൽ ബദർ പ്രശ്നം. ബാക്കിയൊക്കെ ഇനിയിപ്പോൾ എന്താ കാട്ടുക? ഒരു 5555 വക മൗലീദ് ഉണ്ട്, 5555 വക മൗലീദ് ഉണ്ട്. ഇതിലുള്ള ബാക്കി പാട്ടൊക്കെ ഇവിടുന്ന് കിട്ടി. അല്ല, അത് പണ്ടുള്ളതല്ലേ, അത് റബീഉൽ അത് റബീഉമായി യാതൊരു ബന്ധവുമില്ല. പറഞ്ഞില്ലേ, നബിതങ്ങൾ ഹിജ്റ പോയപ്പോൾ നബിയെ സ്വീകരിച്ചു, നബിതങ്ങൾ ഇങ്ങോട്ട് വന്ന് നമുക്ക് സ്വീകരിക്കാം പറഞ്ഞത്. ശരി, ഇനി കേക്ക്. അപ്പൊ ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ഇവിടെ വിഷയം എന്താണ്? നബിതങ്ങൾ ഹിജ്റ പോയി മദീനത്തേക്ക് എത്തിയപ്പോൾ മദീനക്കാർ പാട്ടുപാട് സ്വീകരിച്ചു. നബിതങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എപ്പ കയറി വന്നാലും നമുക്ക് പാട്ടുപാടിയും ഏതൊക്കെ അർത്ഥത്തിൽ നബിതങ്ങളെ ബഹുമാനിച്ചും ആദരിച്ചും സ്വീകരിക്കാൻ കഴിയുമോ അതൊക്കെ സ്വീകരിക്കാം. അതിലല്ല ഇവിടെ വിഷയമുള്ളത്. ഇവിടെയും ഇന്ന് പ്രോഗ്രാം തുടങ്ങുന്ന മുമ്പ് തോലാൽ ബദർ പാട്ട് പാടിയിരുന്നു. ഈ പ്രോഗ്രാമിലടക്കം ഇന്ന് പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് ആ പാട്ട് പാട്ടിലൂടെ ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു. അതല്ലല്ലോ തർക്ക വിഷയം. അതേസമയം അതിന്റെ മറവിൽ ഇല്ലാ കഥകൾ. പിന്നെ താങ്കൾ പറഞ്ഞ തറാവീഹ് നബിതങ്ങൾ 3 വർഷം ചെയ്തല്ലോ. 3 ദിവസം ജമാഅത്തായി നിസ്കരിച്ചു, ജീവിതം മുഴുവനും ജമാഅത്തില്ലാതെ നിസ്കരിച്ചു. ജീവിതം മുഴുവനും ജമാഅത്തില്ലാതെ നിസ്കരിച്ചു, 3 കൊല്ലം ജമാഅത്തോട് കൂടെ നിസ്കരിച്ചു. നബിതങ്ങൾ ഒരു കാര്യം ജീവിതത്തിൽ ഒരു വട്ടം ചെയ്താൽ തന്നെ അത് മാതൃകയായി കഴിഞ്ഞു. നബിതങ്ങൾ ഒരു കാര്യം ജീവിതത്തിൽ
ഒരു പ്രാവശ്യം ചെയ്താൽ അത് മാതൃകയായി കഴിഞ്ഞു. 3 ദിവസം ജമാഅത്തായി നിസ്കരിച്ചു, 4ാമത്തെ ദിവസം വന്നില്ല. എന്തുകൊണ്ട്? സുന്നത്തില്ലാത്തത് കൊണ്ടല്ല. പിന്നെയോ നബി തങ്ങൾ പറഞ്ഞു, ഫർളാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം വഹി ഇറങ്ങുന്ന സമയമാണ്, വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലമാണ്, നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിനാൽ ഫർളാക്കപ്പെടുമോ എന്ന് ഭയപ്പെടുന്നു. അതുകൊണ്ട് നബി തങ്ങൾ വന്നില്ല. നബി തങ്ങൾ ഒറ്റത്തവണ ചെയ്താൽ നമുക്കത് മാതൃകയാണ്. എന്നതുപോലെ റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായതിനു ശേഷം 23 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. 23 റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയി. നബി തങ്ങൾ നബിയായതിനു ശേഷം 23 റബീഉൽ അവ്വൽ തങ്ങൾ ജീവിച്ചു. ആ 23 കൊല്ലത്തിനിടയിൽ ഒരിക്കലെങ്കിലും നബി തങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നുവെങ്കിൽ നമുക്കത് മതി തെളിവായിട്ട് പറഞ്ഞത്. എന്തെങ്കിലും ഒന്ന്, ഒരു 4 കാരക്കെടുത്തിരുന്നാൽ അത് ഇത്രേ കഴിയുള്ളൂ, അത് വേറെ കഴിയാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് വല്ലതും ചെയ്തിരുന്നുവെങ്കിൽ അത് നമുക്ക് തെളിവാണ്. നബിക്ക് ശേഷം സ്വഹാബിമാർ 100 കൊല്ലം ജീവിച്ചു, അവർ ചെയ്തിട്ടില്ല. അപ്പൊ താങ്കളുടെ ന്യായം എന്താ? അവിടെ ചെയ്ത എല്ലാം കൂടെ അങ്ങനെ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കണോ? എല്ലാം കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് ദീനാണ്. ദീന് സംരക്ഷിക്കാൻ അല്ലാഹു തആല ഏറ്റതാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഈ ഉത്ബോധനത്തെ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. ഈ ദീനിന്റെ സംരക്ഷണം അല്ലാഹു തആല ഏറ്റെടുത്തതാണ്. അതുകൊണ്ടാണ് ഇവിടെ വായിച്ചതും അല്ലാത്തതുമായ ഒരുപാട് കിതാബുകളിൽ പണ്ഡിതന്മാരൊക്കെ എഴുതി വെച്ചത് ലം യുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസതി. നമുക്ക് കിട്ടുന്നില്ലല്ലോ, കിട്ടിയവര് പറയട്ടെ. ലം യുൻഖൽ, അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അൻ അഹദിൻ മിനസ് സലഫ്, മുൻഗാമികളിൽപ്പെട്ട ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. മിനൽ ഖുറൂനി സലാസ, ഉത്തമമായ 3 നൂറ്റാണ്ടുകളിൽ ഒരാളിൽ നിന്ന് പോലും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന്. ഒരാളല്ല, 2 ആളല്ല, 3 ആളല്ല, 5 ആളല്ല, ആരൊക്കെ ഈ അമലുൽ മൗലിദുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ കിതാബുകളിൽ പരാമർശിച്ചുവോ അവര് മുഴുവൻ ഏകോപിച്ച കാര്യമാണ്. മുസ്ലിമീങ്ങളുടെ ഇജ്മാ ആണ്, മുസ്ലിം ഉമ്മത്ത് ഏകോപിച്ച കാര്യമാണ്. ഇത് ആദ്യ നൂറ്റാണ്ടുകൾ ചെയ്തിട്ടില്ല എന്നത്. അല്ല, ഞാൻ കണ്ടിട്ടില്ല എന്നല്ല പറഞ്ഞത്. ഇവിടെ ഉന്നയിച്ച വായിച്ച ഗ്രന്ഥങ്ങളിലൊക്കെ അത് വന്നു. ജന്മദിനാഘോഷം ന്യായീകരിച്ച പണ്ഡിതന്മാര് പോലും അവരും സമ്മതിച്ച കാര്യമാണ് ആദ്യകാലത്തില്ല എന്നുള്ളത്. എല്ലാവരും ഇത്തിഫാക്കായി ഏകോപിച്ച് ഇജ്മാ ആയി പറഞ്ഞ കാര്യമാണ്. ആദ്യ നൂറ്റാണ്ടുകളിൽ ഇങ്ങനെ ഏർപ്പാടില്ല. അതുകൊണ്ട് തന്നെ അന്നില്ലാത്ത ഒന്ന് എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചാൽ കഴിഞ്ഞില്ലേ? നബിതങ്ങൾ പഠിപ്പിക്കാത്തത്, റസൂലുള്ളാഹി സ്വഹാബത്ത് പഠിക്കാത്തത്, ആ സ്വഹാബത്ത് താബഈങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്തത് എനിക്ക് ആവശ്യമില്ല. ആ നബിതങ്ങൾ പഠിപ്പിച്ചത് മതി. കാരണം എന്റെ ഷഹാദത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് എന്റെ ഷഹാദത്ത്. അല്ലാതെ മുദഫർ രാജാവ് കൊണ്ടുവന്നൊക്കെ ദീനാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു എന്നല്ലല്ലോ നമ്മുടെ ഷഹാദത്ത്. ഷിയാക്കൾ പഠിപ്പിച്ചെല്ലാം സ്വീകരിക്കാം എന്നല്ലല്ലോ ഷഹാദത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ ആ നബിതങ്ങൾ എന്താണോ പഠിപ്പിച്ചത് അത് ചെയ്യാം. ആ നബിയിൽ നിന്ന് സ്വഹാബിമാർ എന്താണോ പഠിച്ചത് അത് നമുക്ക് മാതൃകയായി സ്വീകരിക്കാം. അങ്ങനെ സ്വഹാബത്തിന് താബികളിലേക്ക്, അവൻ താബിയിലേക്ക് കൈമാറി പോകുന്നത് എന്താണോ അതാണ് ദീന്. അത് തറാവീഹിൽ ആ ദീനുണ്ട്, ബാങ്കിന്റെ വിഷയത്തിൽ ആ ദീനുണ്ട്. ഏതൊക്കെ ദീനിന്റെ ഭാഗമായി, ശരീഅത്തിന്റെ ഭാഗമായി ഇവിടെ വന്നിട്ടുണ്ടോ അതിനെല്ലാം അടിസ്ഥാനമുണ്ട്. നബിയിലേക്കെത്തും, സ്വഹാബിമാരിലേക്കെത്തും. അങ്ങോട്ട് എത്താത്തൊരു ആചാരം ഇന്നിവിടെ അവശേഷിക്കുന്നില്ല, തെളിവ് കിട്ടാത്തത്. തെളിവില്ലാത്ത വല്ലതും ഉണ്ടെങ്കിൽ അത് പിൽക്കാലത്ത് കയറിക്കൂടലായിരിക്കുകയും ചെയ്യും. മാത്രമല്ല ഇവിടെ പാടുന്ന പാട്ടുകളിൽ നേരത്തെ പറഞ്ഞുവല്ലോ, ശുദ്ധമായ ശിർക്കിന്റെ വരികൾ, അടിസ്ഥാനരഹിതമായ കഥകൾ, എവിടെയും ഒരു അടിസ്ഥാനവുമില്ലാത്ത, എവിടെയും അതിനൊരു പരാമർശം പോലും ഇല്ലാത്ത, ആര് പഠിപ്പിച്ചുവെന്നറിയാത്ത വ്യാജമായ കഥകൾ പോലും ഈ പാട്ടുകളിൽ, ബെയ്ത്തുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ആ കളവുകളെല്ലാം പറയാൻ, ആ ശിർക്കെല്ലാം പറയാൻ, നബി തങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, അതേപോലെ നബി തങ്ങളെ പേരിൽ ഇല്ലാ കഥകൾ, കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കാൻ എന്താ സഹോദരന്മാരെ നമുക്ക് ന്യായമുള്ളത്? അതിനൊക്കെയാണോ നബി തങ്ങൾ മദീനത്ത് പാട്ടുപാടിയില്ലേ എന്ന സംഭവമുള്ളത്? ഏതായിരുന്നാലും ഈ വിഷയത്തിന് ഇതിനപ്പുറത്ത് വേറൊന്നും പറയാനില്ല എന്ന് ഉറപ്പായല്ലോ. നബിദിനം ആഘോഷിക്കാൻ തെളിവായി ഒരു ആയത്തോ ഒരു ഹദീസോ സ്വഹാബത്തിന്റെ ചെയ്തിയോ താബഈങ്ങളെ മാതൃകയോ ഉത്തമരായ 3 നൂറ്റാണ്ടുകാരുടെ ഒരു മാതൃകയോ ഇല്ല എന്ന് ഏതായാലും ബോധ്യമാണ്. ആകെ ഉള്ളതോ നബിതങ്ങൾ മദീനത്തേക്ക് കയറി വന്നപ്പോ ഒരു പാട്ടുപാട് സ്വീകരിച്ചു. അത് ഞാൻ പറഞ്ഞ നബിതങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നാൽ ഒരു സംശയമില്ല, മുഖാമുഖം നിർത്തിവെച്ച് നബിതങ്ങളെ സ്വീകരിച്ച് ഇവിടെ എത്തിയപ്പോൾ നബി നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഞങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാണില്ല, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കിയത് വിദേഹത്താണ്, ഞാൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കി, എന്നിട്ട് നീ ചങ്ങായിമാർക്ക് ബോധ്യപ്പെട്ടാലോ എന്ന് നമുക്ക് പറയാം. അത്രയേ അതിലുള്ളൂ. അല്ലാഹു അഅലം. ഹലോ, ഒന്നുകൂടെ അപ്പോൾ
ഏതായാലും ഈ മൗലൂദ് ബഹുമാനപ്പെട്ട പ്രവാചകർ വന്ന ആ സമയത്തുള്ള ത്വലഅൽ ബദ്റു പാടാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി പിന്നെ അതിനെപ്പറ്റി വീണ്ടും ഞാൻ ചോദിച്ചിട്ട് ഫൈസൽ മുഹമ്മദ് സഹോദരനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അതായത് ഇപ്പം നമ്മൾ ഇതിൻ്റെ അടുത്ത് തറാവീനെ പറ്റി ഒന്ന് പറഞ്ഞല്ലോ, എൻ്റെ ഒരു സംശയമാണ്, അത് താങ്കൾ തീർത്തു തരണം. അതായത് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്, മക്കത്തും മദീനത്തും തറാവീഹ് 20 പ്രവാചകർ 20 നിസ്കരിച്ചത് കൊണ്ട് സ്വഹാബത്ത് നിസ്കരിച്ചു, അത് കണ്ട് താബിയങ്ങൾ നിസ്കരിച്ചു, അത് കണ്ട് തബഅ താബിയങ്ങൾ നിസ്കരിച്ചു, അത് കണ്ട് അങ്ങനെ കാലക്രമേണ കൈമാറി വന്ന തറാവീഹ് 20 മക്കത്തും മദീനത്തും അപങ്കുരം കഴിഞ്ഞ വർഷവും വരാൻ നിലനിന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രവാചകന് സ്വഹാബത്തും, സ്വഹാബത്തിൽ നിന്ന് താബിയങ്ങളും, താബിയങ്ങളിൽ നിന്ന് തബഅ താബിയങ്ങളും അങ്ങനെ കാലക്രമേണ കൈമാറി വന്ന തറാവീഹ് 20 മക്കത്തും മദീനത്തും 20 തന്നെ നിലനിൽക്കുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി സഹോദരനൊക്കെ പറയുന്നത് പോലെ പ്രവാചകർ 8 നിസ്കരിച്ചു എന്ന് സങ്കല്പിക്കാം. അത് കണ്ട് സ്വഹാബത്ത് 8 നിസ്കരിച്ചു, അത് കണ്ട് താബിയങ്ങൾ 8 നിസ്കരിച്ചു, അത് കണ്ട് തബഅ താബിയങ്ങൾ 8 നിസ്കരിച്ചു. അങ്ങനെ കാലക്രമേണ കൈമാറി വന്ന ഈ തറാവീഹ് 8 മക്കയിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് പകരം അവിടെ 20 സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? അന്ന് ആരായിരുന്നു രാജാവ്? ഏത് രാജാവ് ഭരണം നടത്തുമ്പോഴാണ് മക്കത്തും മദീനത്തും തറാവീഹ് 20 നിലനിർത്തിയത്? ഞാൻ വിശ്വസിക്കുന്നത് നബി തങ്ങൾ തറാവീഹ് 20 നിസ്കരിച്ചത് കൊണ്ട് സ്വഹാബത്തിൽ നിന്ന് താബിയങ്ങൾ അങ്ങനെ കാലക്രമേണ കൈമാറി വന്നു എന്നുള്ളതാണ്. നിങ്ങളൊക്കെ പറയുന്നത് പോലെ 8 പ്രവാചകർ നിസ്കരിച്ചെങ്കിൽ, അങ്ങനെ 8 സ്വഹാബത്ത് നിസ്കരിച്ചെങ്കിൽ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും ഈ 8 എടുത്തു കളഞ്ഞ് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് നബിദിനം ഇവിടെ വളരെ വ്യവസ്ഥാപിതമായി കൃത്യമായി തെളിയിച്ചു. വിശുദ്ധ ഖുർആനിലില്ല, റസൂലുള്ളാഹിന്റെ ഹദീസിലില്ല, ഇമാമിങ്ങളുടെ കിതാബിലില്ല, അതുപോലെ തന്നെ മുൻഗാമികളായ ആളുകൾക്ക് പരിചയമില്ല. അത് തുടങ്ങിയ കാലം മുതലേ ഇമാമികൾ അതിനെ ബിദ്അത്താണ്, മുൻകറത്താണെന്ന് പറഞ്ഞ് എതിർത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി ഇവിടെ ഒരു വിഷയാധിഷ്ഠിതമായ മുഖാമുഖമാണ്. അതുകൊണ്ട് നബിദിനവുമായി ബന്ധപ്പെട്ട് തറാവീഹിൻ്റെ മറുപടി പറയാൻ പ്രയാസം ഉണ്ടായിട്ടില്ല. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് മറുപടി പറയണോ? അത് ചോദിച്ചതുകൊണ്ട് മറുപടി പറയാം. ഇനി നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ അനുവദിക്കും. കാരണം വെച്ചാൽ ഇത് റെഡിയായി നിൽക്കുകയാണ്. നബിദിനാഘോഷം ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ത്വലഅൽ ബദ്റു, ആ ത്വലഅൽ ബദ്റു ചെല്ലിയ ഒരു സഹാബത്തും റബീഉൽ അവ്വൽ മാസത്തിനൊരു പുണ്യം കൽപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അനവധി റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ട് ഒരു പുണ്യ റബീഉ അല്ലെങ്കിൽ റബീഉൽ അവ്വലിൻ്റെ പുണ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ക്രോഡീകരിച്ച കിതാബിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളൊരുപാട് അവിടുന്ന് ഇവിടുന്ന് പാട്ടെടുത്ത് കൊണ്ടുവന്നിട്ട് അത് ഇജ്തിഹാദ് ചെയ്ത് ഇജ്തിഹാദിൻ്റെ വാതിൽ കൊട്ടിയടച്ചു നിങ്ങൾ പറയും ചെയ്യും. പക്ഷെ ഞങ്ങളെ ചവിട്ടിപ്പൊട്ടിച്ച് പിന്നെ ഓരോ അവിടുന്ന് ഇവിടുന്ന് തെളിവെടുത്ത് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് സഹോദരൻ ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ചോദിച്ചത് കൊണ്ട് ആ തറാവീഹുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം വിശദീകരിക്കും. ഇനി ഇത്തരം ചോദ്യങ്ങൾ അനുവദിക്കില്ല, നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അനുവദിക്കുള്ളൂ. ചില മനുഷ്യന്മാർ നിങ്ങളും കൂടിയാണ് കുഴപ്പം. എല്ലാവരും പിന്നെ പോലെ പ്രശ്നമില്ലല്ലോ. ഏതായാലും ഇപ്പം നബിദിനം ഏതാണ്ട് തീരുമാനമായി. ഇനിയിപ്പോൾ ഏറി വന്ന സഹോദരൻ ഇനിയിപ്പോൾ നബി വരികയാണെങ്കിൽ അന്ന് ത്വലഅൽ ബദ്ർ പാടിക്കോളും. അന്ന് ഞങ്ങൾ ഒപ്പുണ്ടാവും, സംശയമൊന്നുമില്ല. വരിക ഞങ്ങൾ അറിയിച്ചാൽ മതി. ഇന്നസെൻ്റ് ഡേറ്റ് പാലത്തിന് വരുന്നുണ്ട് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപാട് വിഷയം നമുക്ക് ചോദിച്ച് തീരുമാനമാക്കാനുമുണ്ട്. അപ്പോൾ അതിലല്ല തർക്കം. മറ്റേതായാലും ഇപ്പോൾ തർക്കം ഇല്ലാതും ക്ലിയറാണ്. സഹോദരൻ തന്നെ പറഞ്ഞു 3 നൂറ്റാണ്ടിലില്ല, സ്വഹാബികൾ ചെയ്തതും നമുക്ക് കിട്ടിയിട്ടില്ല, താബിയങ്ങൾ ചെയ്തതും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ എല്ലാം കിട്ടിക്കോളുന്നില്ലല്ലോ, അതൊക്കെ പിന്നെ പോയിട്ടുണ്ടാവില്ല. അങ്ങനെ പോയിട്ടൊന്നുമില്ല. ദീൻ അങ്ങനെ പോകില്ല. ദീന് പോകുന്നതല്ല, ഇത് ഖിയാമത്ത് വരെ സംരക്ഷിക്കപ്പെടുന്ന കാര്യമാണ്. പിന്നെ ഇനി അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനമാണ്, ധാരണ അദ്ദേഹം പറഞ്ഞത്. ധാരണ പാലിക്കുന്നുണ്ടാവാലും, പക്ഷെ ആ ധാരണ തെറ്റായ ധാരണയാണ് എന്ന് പറയാനേ നിർവാഹമുള്ളൂ. അദ്ദേഹത്തിന് ഒരു ധാരണ എന്ന് വെച്ചാൽ മക്കത്തും മദീനത്തൊക്കെ ഇപ്പം 20 ആണല്ലോ എന്നാണ്. അതന്നെ തെറ്റായ ധാരണ. ഇപ്പം 20 അല്ല. മക്കത്തും മദീനത്തും ഇപ്പം 20 ഇല്ല, ഇപ്പം 13 അപ്പോൾ അതേ ധാരണ അവർക്കും വെക്കാൻ നമുക്ക്. അങ്ങനെ അവിടെ ഇങ്ങനെ പോന്നു, ഇടക്കാലത്ത് ആരോ കൂട്ടി ഇപ്പം വീണ്ടും പഴയലേക്ക് മടങ്ങി എന്ന് പറയാലോ. അപ്പോൾ പിന്നീട് സംശയം, അത് നബി 8-3-11 നിസ്കരിച്ചു, അത് സ്വഹാബത്ത് കണ്ടു, പിന്നെ താബിഈങ്ങൾ കണ്ടു, അങ്ങനെ പോന്നിട്ടല്ലേ വന്നിട്ടുണ്ടാവുക. അതല്ല, ഇടയ്ക്ക് വെച്ച് എവിടെയോ കൂടിയതാണോ എന്നാണ്. ഇടയ്ക്ക് വെച്ച് പലപ്പോഴും കൂടിയിട്ടുണ്ട്, പലപ്പോഴും കുറഞ്ഞിട്ടുമുണ്ട്. മക്കയിലും മദീനയിലും എല്ലാ കാലത്തും ഒരേപോലെയല്ല തറാവീഹ് നിസ്കാരം നടന്നിട്ടുള്ളത്. ആ വിഷയത്തിൽ മാത്രം വേണമെങ്കിൽ താങ്കൾക്കൊരു ഗ്രന്ഥം കിട്ടും. സ്വലാത്തു തറാവീഹ് ഫിൽ ഹറമൈൻ മിൻ അക്സറ മിൻ അൽഫ് ആം എന്ന പേരിൽ ഒരു ഗ്രന്ഥമുണ്ട്. 1000 കൊല്ലം 2 ഹറമുകളിൽ തറാവീഹ് നിസ്കാരം എങ്ങനെയൊക്കെയാണ് നടന്നിരുന്നത് എന്നാണ് കിതാബിന്റെ പേര് തന്നെ. 1000 കൊല്ലം മക്കയിലും മദീനയിലും എങ്ങനെയൊക്കെ തറാവീഹ് നടന്നു എന്ന് വളരെ വിശദമായി ചരിത്രം വെച്ചുകൊണ്ട് ആ കിതാബിൽ വിവരിക്കുന്നുണ്ട്. നബിതങ്ങൾ നിസ്കരിച്ച ഏതായിരുന്നാലും 20 അല്ല എന്ന ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്.
നബി തങ്ങൾ നിസ്കരിച്ചത് 11 റക്അത്താണ് എന്ന് കൃത്യമായി ഹദീസിലുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്ന നബിയുടെ നിസ്കാരം എങ്ങനെയാണ്? അവർ പറഞ്ഞ മറുപടി യുസല്ലി അർബഅൻ ലാ തസൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന ثم يصلي أربعا لا تسأل عن حسنهن وطولهن ثم يصلي ثلاثا. നബി തങ്ങൾ 4 നിസ്കരിക്കും, പിന്നെ 4 നിസ്കരിക്കും, പിന്നെ 3 നിസ്കരിക്കും. അതിന്റെ ദൈർഘ്യവും അതിന്റെ സൗന്ദര്യവും നീ ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ പറഞ്ഞു തരാൻ കഴിയില്ല. അത്രയും ദീർഘമായും അത്രയും ഭംഗിയായി ഖുർആൻ ഓതിക്കൊണ്ടുമാണ് നബി തങ്ങൾ തറാവീഹ് നിസ്കരിച്ചത്. അത് 11 റക്അത്താണ്. 3 ദിവസം നബി തങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചു. ആ ജമാഅത്തിൽ പങ്കെടുത്ത സ്വഹാബിയാണ് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്ന ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം നബി ഞങ്ങളെയും കൂട്ടി 11 നിസ്കരിച്ചു എന്ന് തന്നെ റിപ്പോർട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ എല്ലാ റിവായത്തുകളും ചർച്ച ചെയ്തതിനു ശേഷം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് തന്റെ അൽ ഹാബിലിൽ ഫത്താവ എന്ന കിതാബിൽ പറയുന്നു, അൽ മസ്വാബി ഫി സ്വലാത്തി തറാവീഹ് എന്ന അധ്യായത്തിൽ അദ്ദേഹം പറയുന്നു, വൽ ഹാസിലു അന്നൽ ഇസ്ദീന ലം തസ്ബുത് മിൻ ഫിഅലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ ഹാസിൽ, ഈ ചർച്ചയുടെ ആകത്തുക, അന്നൽ ഇസ്ദീന, തീർച്ചയായും 20 എന്നത് ലം തസ്ബുത്, സ്ഥിരപ്പെട്ടിട്ടില്ല, മിൻ ഫിഅലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ ചെയ്തിയിൽ നിന്ന് 20 റക്അത്ത് എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് ഈ എല്ലാ റിവായത്തും ചർച്ച ചെയ്ത് എല്ലാ അഭിപ്രായങ്ങളും പറഞ്ഞതിന് ശേഷം അതിന്റെ അവസാനം ഒരു സമാപനം എന്നോണം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ അൽ ഹാബിൽ ഫത്താവയിൽ അവസാനമായി ക്രോഡീകരിച്ചു പറഞ്ഞ ഭാഗം. പിന്നീട് വന്ന കാലഘട്ടങ്ങളിൽ മക്കയിലും മദീനയിലും പലപ്പോഴും പല എണ്ണങ്ങളായി നിസ്കാരം നടന്നിട്ടുണ്ട്. അല്ലാതെ 20 മാത്രമൊന്നുമല്ല. 20 നടന്ന കാലമുണ്ട്, 30 നടന്ന കാലമുണ്ട്, 36 നടന്ന കാലമുണ്ട്, 39 നടന്ന കാലമുണ്ട്, 41 വരെ നടന്ന കാലഘട്ടമുണ്ട്. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് പറയുന്നു, അക്സറു മാ ഖീല ഫീഹി അന്നഹു 41. പറഞ്ഞു കേട്ടതിൽ ഏറ്റവും അധികമുള്ളത് 41 ആകുന്നു എന്ന് കാണാം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് 39 പറഞ്ഞത് കാണാൻ കഴിയും. ഫത്ഹുൽ ബാരിയിൽ 6-ാം വാള്യത്തിൽ കിതാബു തറാവീഹ് എന്ന അധ്യായത്തിന്റെ താഴെ ഇമാം അസ്ഖാലി റഹിമഹുല്ലാഹ് ഇങ്ങനെ വന്ന വ്യത്യസ്തമായ എണ്ണങ്ങളെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്റെ ആ ധാരണ ശരിയല്ല. നബിതങ്ങൾ 11 നിസ്കരിച്ചു, അതങ്ങനെ കൈമാറി 20 നിസ്കരിച്ചു, അത് കൈമാറി അങ്ങ് അതേപോലെ പോന്നു എന്നല്ല അതിലുള്ളത്. കൂടുതൽ വിശദമായി താങ്കൾ പഠിക്കാൻ തയ്യാറാവണം എന്ന് സൂചിപ്പിക്കുകയാണ്. എന്തായിരുന്നാലും നമ്മുടെ വിഷയം നബിദിനാഘോഷമാണ്. 2-3 വിഷയമാണ് ഇവിടെ ഊന്നി പറഞ്ഞത്. ഒന്ന്, നബിയോ സഹാബത്തോ താബികളോ തബഉ താബികളോ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പോലുമോ ഇങ്ങനെ ആഘോഷം ആഘോഷിച്ചിട്ടില്ല, അത് പരിചയപ്പെട്ടിട്ടില്ല, അത് കണ്ടിട്ടില്ല, അതേക്കുറിച്ചൊരു പരാമർശം പോലും നടത്തിയിട്ടുമില്ല. എന്നാൽ 300 ശേഷം ഷിയാക്കൾ ഈ ആഘോഷം കൊണ്ടുവന്നു. അത് 465 നിർത്തലാക്കുകയും ചെയ്തു. പിന്നീട് ഹിജ 600-കൾക്ക് ശേഷമാണ് മുദഫർ രാജാവ് എന്ന് പറയുന്ന ഇർബൽ, മൗസിൽ എന്ന പ്രദേശത്തെ ഇർബൽ എന്ന നാട്ടിലെ ഭരണാധികാരിയായിരുന്ന മുദഫർ എന്ന രാജാവാണ് അത് കൊണ്ടുവരുന്നത്. തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ തന്നെ പറയുന്നുണ്ട്, മലിക്കുൽ മുദഫർ ധീരനായ ഒരു രാജന, ഇർബൽ ഭരിച്ചവരാണ് വൻധർമ്മിഷ്ഠന, മസം റബീഉൽ അവ്വൽ എന്താഘോഷമ, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ. വലിയ ഉത്സാഹത്തിന് അദ്ദേഹം തുടങ്ങി വെച്ചതാണ് ഈ ഒരു ആഘോഷം എന്നാണ്. മുദഫർ രാജാവ് അദ്ദേഹമാണ് വിപുലമായ ഒരു ആഘോഷം കൊണ്ടുവന്നത്. അത് എങ്ങനെയായിരുന്നു? അതും അത് തന്നെ താഴ്വ ഉസ്താദ് പറയുന്നുണ്ട്. മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോത്തരം. 5000 ആട്, 10,000 കോഴി, 1,30,000 പാത്രങ്ങളിൽ മധുരപലഹാരങ്ങൾ, ഇതെല്ലാമാണ് രാജാവിന്റെ വക. ഇതൊക്കെ ഉണ്ടായ ആരൊക്കെ ഉണ്ടാകുക? അതും ശേഷം കാണാം. ഉലമാക്കൾ അനവധി ഹജറുണ്ടതിലന്ന്, അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന്. എല്ലാ സൂഫികളും അന്നത്തെ എല്ലാ മുസ്ലിയാക്കന്മാരും ഒക്കെ അവിടെ വരും, എല്ലാ ഉലമാക്കളും വരും. അവരെല്ലാവരും കൂടെ കൂടിയിട്ട് അന്ന് അത് ഉഷാറായി തിന്നു പോകാറാണ് പതിവ്. ചുരുക്കി പറഞ്ഞാൽ 3 ലക്ഷം പൊന്ന പ്രതിവർഷവും മൗലീദ് കഴിക്കാനെന്ന. എല്ലാ കൊല്ലവും 3 ലക്ഷം സ്വർണ്ണ നാണയം മുദഫർ രാജാവ് തന്റെ ഖജനാവിന് ചെലവഴിച്ചു. അങ്ങനെ സൂഫികൾ അകമ്പടിയോട് കൂടി തുടങ്ങി വെച്ച ഏർപ്പാടാണത്. അന്ന് അദ്ദേഹത്തിന്റെ നാട് സൂഫികളെ കേന്ദ്രമാണ്, ഇർബൽ നാട്. ഇബ്നു ഖല്ലിക്കാൻ റഹിമഹുള്ളയുടെ വഫയാത്തുൽ അയ്യാൻ എന്ന കിതാബിൽ വിശദമായി സൂഫികൾക്ക് അദ്ദേഹം കൊടുത്ത എല്ലാ സൗകര്യവും എടുത്ത് പറയുന്നുണ്ട്. അവർക്ക് എല്ലാ സ്വീകരണവും, അവർക്ക് എന്തിനുമുള്ള സ്വാതന്ത്ര്യവും, അവർക്ക് വരാനാവശ്യമായ സൗകര്യവും ഭക്ഷണവും യാത്രാ സൗകര്യവും എല്ലാം ചെയ്തു കൊടുത്ത് നാട് മുഴുവൻ സൂഫി പർണശാലയിൽ കെട്ടി. അങ്ങനെ സൂഫികൾ എല്ലാ ഭാഗത്തു നിന്നും വന്നുകൂടുന്ന ഒരു നാടായി അക്കാലത്തത് മാറി. അന്നാണ് ഈ ഒരു ആഘോഷം അവിടെ പുനരാരംഭിക്കുന്നത്. അവിടെ ഇങ്ങോട്ടാണ് പിന്നെ വ്യത്യസ്തമായ രീതിയിൽ അത് കൈമാറി പോന്നത് എന്ന് കാണാൻ കഴിയും. രണ്ടാമത്തെ ഒരു പോയിന്റ്, അതിന്റെ ഭാഗമായി ഇന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പാട്ടും ബെയ്ത്തുകളിലും പ്രധാനമായും 3 അബദ്ധങ്ങളുണ്ട്.
മദ്ഹ് തീരെ ഇല്ല എന്ന് പറഞ്ഞുകൂടാ, ഒറ്റപ്പെട്ട മദ്ഹൊക്കെ ഉണ്ടാകാം. എന്നാൽ ഒന്ന് നബി തങ്ങളുടെ പേരിൽ ഒരടിസ്ഥാനവുമില്ലാത്ത കഥകൾ, യാതൊരു അസ്ലുമില്ലാത്ത കഥകൾ മൗലിദ് കിതാബിലുണ്ട്. ഉദാഹരണം, നബി പ്രകാശവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കഥകൾ കാണാം. നബി പ്രകാശം ആദ്യമായി പടച്ചുവെന്നും ആ പ്രകാശം 10,000 കൊല്ലം കടലിൽ കിടന്നുവെന്നും മറ്റൊരു മൗലിദ് 70,000 കൊല്ലം കിടന്നുവെന്നും മറ്റൊന്ന് 1,00,000 കൊല്ലം കിടന്നു എന്നൊക്കെ കാണാം. അങ്ങനെ ആ പ്രകാശം 70,000 കൊല്ലം കടലിൽ കിടന്നിട്ട് പിന്നെ പ്രകാശം പുറത്തേക്ക് എടുത്തപ്പോ ഫതഹറക, അതൊന്ന് ഇങ്ങനെ ഇളകിയപ്പോ ആ പ്രകാശത്തിൽ നിന്ന് ഏതാനും തുള്ളി പിന്നെ വെള്ളമുറ്റി വീണു. അതിൽ നിന്ന് അല്ലാഹു തആല അംബിയാ മുർസലീങ്ങളെ റൂഹിനെ പടച്ചു. പിന്നെയും അത് ഇളകി, അപ്പൊ വീണ്ടും മുറ്റി വീണു. അതിൽ നിന്ന് അല്ലാഹു തആല മറ്റു സൃഷ്ടികളെ സൃഷ്ടിച്ചു എന്നൊക്കെയുള്ള കഥകൾ കാണാം. ഇങ്ങനെ തുടങ്ങി നബിപ്രകാശവുമായി ബന്ധപ്പെട്ട ധാരാളം കഥകൾ ഇതിലുണ്ട്. ഒരുപാട് അമ്പിയാക്കളുടെ പേരിൽ, അള്ളാഹിന്റെ പേരിൽ എല്ലാം വ്യാജമായ കഥകൾ ഇതിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. രണ്ടാമത്, നബിതങ്ങളെ കുറിച്ച് അമിതമായ വർണ്ണനകൾ, അള്ളാഹിന്റെ സ്ഥാനം പോലും വകവെച്ചു കൊടുക്കുന്ന അമിതമായ വർണ്ണന. ഇത്റാ, നബിതങ്ങൾ വിരോധിച്ചതാണ്. ലാ തുത്റൂനി കമാ അത്വത്തിൻ നസ്വാറ ഇബ്ന മറിയം, നസ്വാറാക്കൾ ഈസ ഇബ്നു മറിയമിനെ അമിതമായി വർണ്ണിച്ചതുപോലെ എന്ന് നിങ്ങൾ അമിതമായി വർണ്ണിക്കരുത്. അതുണ്ട് അതിൽ. മൂന്നാമത്, ശിർക്കായ വരികൾ, നബിയെ നിൽക്കുന്നവരെ വിളിച്ചുകൊണ്ട് നബിയോട് പ്രാർത്ഥിക്കുന്ന, നബിയോട് സങ്കടം പറയുന്ന വരികൾ. നേരത്തെ പറഞ്ഞുവല്ലോ, അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലക്കൽ ജമ്മൽ ഗഫീർ, നബിയെ താങ്കളുടെ സാധുവായ അടിമ, താങ്കളുടെ ഔദാര്യം ആഗ്രഹിക്കുന്ന നബിയെ. നബിയുടെ അടിമ അബ്ദുക്കൽ മിസ്കീൻ, നബിയെ നിങ്ങളുടെ മിസ്കീനായ അടിമ എന്നാണ്. സഹോദരന്മാരിൽ എങ്ങനെ പറയാൻ കഴിയാം? നമ്മളൊക്കെ അബ്ദുള്ള നമ്മളെ പറ്റി പറയുന്നു. നബിതങ്ങളെ കുറിച്ച് പോലും അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹിന്റെ അടിമയാണ്, അള്ളാഹിന്റെ റസൂലാണ്. ആ സ്ഥാനത്ത് നബിയെ താങ്കളുടെ സാധുവായ അടിമയാണ് എന്ന് ശറഫന മൗലിദിൽ കാണാം. അതേപോലെ നബി അങ്ങോട്ട് പാപം പൊറുക്കാൻ ആവലാതിപ്പെടുന്ന വരികൾ കാണാം. നബിയോട് നരകത്തിൽ രക്ഷപ്പെടുത്താനായി ആവശ്യപ്പെടുന്ന വരികൾ കാണാം. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും താങ്കളാണ് എൻ്റെ അവലംബം എന്ന് പറയുന്ന വരികൾ കാണാം. അതൊക്കെ റബ്ബിന്റെ സ്ഥാനത്തും നബി തങ്ങൾക്ക് വകവെച്ചു കൊടുക്കലാണ്. അതുകൊണ്ട് തന്നെ ആ മൗലിദുകളൊന്നും പാടാവതല്ല. അതിന്റെ പേര് മദ്ഹ് എന്നാണെങ്കിലും യഥാർത്ഥത്തിൽ മദ്ഹ് അല്ല, മദ്ഹിന്റെ മറവിൽ മറ്റു പലതുമാണ് നടക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക. ഹാദാ വല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നേരത്തെ പേര് ഞാൻ മറന്നു, മുഹമ്മദ് അലി. ഓക്കെ, നിങ്ങൾ ചോദിച്ച മധുഹുമായി ബന്ധപ്പെട്ടൊരു വിഷയം. നമ്മുടെ വിഷയം നബിദിനാഘോഷമാണല്ലോ, നമ്മുടെ വിഷയം നബിദിനാഘോഷമാണ്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ വേറെ ഉണ്ടാവും. അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇപ്പോൾ തറാവീഹുമായി ബന്ധപ്പെട്ട് ഇനി കൂട്ടപ്രാർത്ഥന ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാ വിഷയങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ അൽഹംദുലില്ലാഹ് നമ്മൾ പരിപാടികൾ നടത്തിയതാണ്, പ്രസംഗങ്ങളുണ്ട്, എഴുത്തുകളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾ നേരത്തെ ചോദിച്ച കുറച്ച് ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോൾ ഈ തൊലാൽ ബദറു അലൈന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ വന്നപ്പോൾ സഹാബത്ത് പാടി. അപ്പോൾ അതിന് നിങ്ങളൊരു വിശദീകരണം പറഞ്ഞു, ഒരു ചെറിയ ചോദ്യമല്ല, ഒരു സംശയം. നിങ്ങൾ പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അവ്യക്തതയാണ്. ആ അവ്യക്തത നിങ്ങളാണ് നീക്കേണ്ടത്. എന്താ അവ്യക്തത എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പം സഹാബത്ത് തൊലാൽ ബദറു പാടി. അങ്ങനെയാണ് ചരിത്രത്തിലുള്ള ഒരു റിപ്പോർട്ട്. അത് പിന്നെ അതിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ചർച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ തൊലാൽ ബദറു പാടി, അത് സഹാബത്ത് പാടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു, നബി അംഗീകരിച്ചല്ലോ. അപ്പം നമ്മുടെ ഭാഷയിൽ ഇപ്പോൾ അതിന് റസൂലുള്ളാഹി അംഗീകരിച്ച സുന്നത്താവണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച സുന്നത്താവണം. അങ്ങനെയാണെങ്കിൽ വർഷാവർഷം ഒരാള് ഹിജ്റ ആഘോഷം, ഇപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ളാഹി വന്നപ്പം ഹിജ്റ നടത്തിയല്ലോ, കൊല്ലം ഇന്ന് ഹിജ്റ ആഘോഷിക്കുന്നതിന് നമുക്ക് എന്താ വിധി പറയാൻ പറ്റുക? അത് നമ്മളങ്ങനെ മനസ്സിലാവില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ നടത്തി, സഹാബത്ത് അതിൽ സന്തോഷിച്ചു, അതൊക്കെ ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടു. ഇനിയിപ്പോൾ ആ തൊലാൽ ബദറിൽ മാത്രമേ പണ്ഡിതന്മാർ അഭിപ്രായവ്യത്യാസം പറഞ്ഞു, സഹാബത്ത് സന്തോഷിച്ചു, അവർ അന്ന് ആഹ്ലാദിച്ചു, ഇതൊക്കെ കാണാം. അപ്പോൾ അബൂബക്കർ സിദ്ദീഖിന് നേരമില്ലായിരുന്നു എന്നാ പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖിന് അല്ലെങ്കിൽ ബദറിലും വരും വർഷങ്ങളിലൊന്നും സമയമില്ലായിരുന്നു എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ സമയമുണ്ടല്ലോ. അപ്പോൾ ഈ സമയത്ത് റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയതെന്ന് നിസ്സംശയം ഉറപ്പുള്ള കാരണത്താൽ നമുക്കിപ്പോൾ ഹിജ്റ ആഘോഷിക്കുന്നതിന് എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞ വല്ലതും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹിജ്റ ഇപ്പോൾ ഹിജ്റ ആഘോഷം നടത്തുക, നബിദിനാഘോഷമാണല്ലോ. ഇപ്പോൾ ഒന്ന് റബീഉൽ അവ്വൽ 12 നബിദിനാഘോഷമാണല്ലോ. അപ്പോൾ ആ നബിദിനാഘോഷം നടത്തുന്ന ചർച്ചയാണ് ഇവിടെ. അതിൻ്റെ ഉത്തരം ഇപ്പം നിങ്ങൾ പറഞ്ഞിന്ന് കിട്ടാം. എന്താണ് ഇപ്പോൾ ഹിജ്റ ആഘോഷിക്കുന്നത് നമ്മൾ പറയാം? എന്താ ഇപ്പം അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്? മൈക്ക് കൊടുത്തോളൂ. ആ, എന്താ ഇപ്പം അതിന് വിധി പറയാ? ഒരാൾ ആഘോഷിച്ചു, ശരിയാണ്, റസൂലിന്റെ ശേഷം ഉത്തമ തലമുറക്കാരോ അപ്പൊ അപ്പൊ ഇതിപ്പോ ഏതായാലും അംഗീകരിച്ചു, ഫൈസൽ മൗലവി നേരത്തെ അംഗീകരിച്ചു. ഇതിപ്പോ നിങ്ങൾ റസൂലുള്ളാഹിന്റെ മതക്ക് പറയാൻ പറ്റും. അത് സ്വഹാബത്തിനും പരിചയമുണ്ട്. എല്ലാ ഇമാമി നിങ്ങൾ ഈ പരിചയമല്ല ഓല് നടത്തിയിട്ടില്ല പറയുന്ന ആ സ്വഹാബത്തിനൊക്കെ ആ ഇമാമിങ്ങൾക്കൊക്കെ ഈ പരിചയമുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ സുന്നത്താന്ന് തന്നെ ഇപ്പൊ നിങ്ങളും പറഞ്ഞു. അപ്പൊ ഇന്ത്യനായിട്ട് വലിയ സുന്നിയായി ഇപ്പൊ ഇന്ത്യനായിട്ട് വലിയ സുന്നിങ്ങളും
പിന്നെ അവര് ആ, അതാണ്. ഫൈസൽ മൗലവി ആ വലിയ സുന്നത്താണ് നിങ്ങളെ അറിയിക്കാൻ നിക്ക് പോകുന്നത്. ഫൈസൽ മൗലവി അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് പറയും. ഹിജ്റയുമായി ബന്ധപ്പെട്ട് ഇത് സന്തോഷിച്ചല്ലോ, ആഹ്ലാദിച്ചല്ലോ. സഹോദര, അങ്ങനെയാണെങ്കിൽ നമ്മളെ വിഷയം ഹിജ്റയുമായി ബന്ധപ്പെട്ടല്ലോ. അങ്ങനെ നബിദിന തറാവീഹ് അല്ല 555 അതിൽ വന്ന് ഹിജ്റയുമായി 555 വന്ന് 555 ഏടും ഒരുപാട് വിഷയങ്ങൾ വന്ന്. അതുകൊണ്ട് ഞാൻ തറാവി എടുത്തത്. അതുകൊണ്ട് 555 ഏട് എന്നുള്ളത് നമ്മളെ വിഷയത്തിൽ പെട്ടല്ല. അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തറാവിയിലേക്കും പോയത്. അപ്പൊ എനിക്കും പോകാലോ. അതുകൊണ്ടാണ് സഹോദര 555 ഏടിലേക്ക് അല്ല മൗലിദ് പെട്ടതാണ്. മൗലിദ് പെട്ടതാണ്. ഒരു മിനിറ്റ്. അപ്പൊ ത്വാലഅൽ ബദ്ർ പാട് അംഗീകരിച്ചു പറഞ്ഞപ്പോഴാണ് മറ്റും ബദറുവിന്റെ വിഷയം ഉസ്താദ് പറഞ്ഞു, അംഗീകരിച്ചു. അത് ക്ലിയർ അതുകൊണ്ട് നിങ്ങൾക്കും വ്യക്തമായി പറഞ്ഞല്ലോ. സഹോദര, ഇനി നമുക്ക് ചോദിക്കാനുള്ളത് ഒരു മിനിറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ വന്നു, സഹാബത്ത് സന്തോഷിച്ചല്ലോ. അവർ സഹാബത്ത് ആഹ്ലാദിച്ചത് സ്ഥിരപ്പെട്ടു. അത് വർഷാവർഷം ആഘോഷിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ മനസ്സിലേക്ക് ഇത് പറഞ്ഞോളി. വർഷാവർഷം ഹിജ്റ ആഘോഷിക്കും, അതന്നെയാണ് റബീഉൽ അവ്വലിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവേണ്ടത്. സുഹൃത്തെ, ഞാൻ പറയുന്നത് പാലത്തിങ്ങല് ഒരു മുഖാമുഖം വെക്കുക. എന്നിട്ട് തങ്ങളുടെ പേരെന്താ എനിക്കറിയില്ല. നിങ്ങൾ എന്നോട് ഒരു കാര്യം ചോദിക്കുക, എന്നിട്ട് ഞാൻ അതിന്റെ അഭിപ്രായം സുന്നത്തോ ഫർളോ ഇതല്ലല്ലോ ഇസ്ലാമിന്റെ വിധി. പ്രമാണങ്ങളല്ലേ? അല്ല, മറ്റേ സ്വഹാബത്തിന് പരിചയമുണ്ട്. പറയാൻ പറ്റുന്ന സുഹൃത്തെ ഞാൻ ഒന്ന് പറയട്ടെ. സഹോദര ഒന്ന് പറയേ. ഫൈസൽ മൗലവി പറഞ്ഞു അത് പാടാം. അത് പിന്നെ രണ്ടാമത്തെ ചോദ്യത്തിലാണ്. എന്നാ പിന്നെ ഇങ്ങോട്ട് വരുമ്പോ പാടാന്ന് പറഞ്ഞത്. ആദ്യം പാടാൻ പറയാൻ പറ്റുന്ന പറഞ്ഞു. നമ്മളെ വോയിസ് ഉണ്ട്, ഇതിലുണ്ടാവും. എന്താ കേട്ട് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്യേണ്ടിയിരുന്നു. ക്ലിയറായി. ആ വിഷയത്തില് ഇനി എനിക്ക് സംശയമില്ല. അതുകൊണ്ടാണ് ആ സംശയം ഇല്ലെങ്കിൽ സംശയം നിങ്ങൾക്ക് ഇല്ല എന്നത് നിങ്ങളുടെ മിഥ്യാധാരണയാണ്. നിങ്ങൾക്ക് അല്ല, ഫൈസൽ മൗലവി പറഞ്ഞാണ് പറ്റൂന്ന്. ഫൈസൽ മൗലവി പറഞ്ഞാണ് പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾ അതിൽ മനസ്സിൽ കുറെ ഖിയാസാക്കി. എനിക്ക് സംശയമില്ല, എനിക്ക് മനസ്സിലായി നിങ്ങൾ അവിടെ പറഞ്ഞു. അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊക്കെ അറിയുന്നതാണ്, ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടതാണ്. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു, സഹാബത്ത് സന്തോഷിച്ചു. ആ സന്തോഷിച്ച സഹാബത്തിനെ അറിയുന്ന സഹാബത്ത് ആഹ്ലാദിച്ചത് സ്ഥിരപ്പെട്ടൊരു വിഷയത്തിൽ, അതിൽ ത്വലാഉൽ ബദറിന്റെ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. ത്വലാഉൽ ബദറിന്റെ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. എന്നിട്ട് ആ ആഹ്ലാദ പ്രകടനം വാർഷികമാക്കുന്നതിനെ കുറിച്ച്, ആഘോഷമാക്കുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അത് മതത്തിന് എതിരാകുന്നു. പണ്ഡിതന്മാർ വിശദീകരിക്കണം, അത് മതത്തിനെതിരാണ്. റസൂലുള്ളാഹിക്ക് അറിയാവുന്ന സഹാബത്ത് തിരിച്ചറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം, ഒരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയാണ് ഈ പറയുന്നത്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ഉറപ്പുള്ള, സഹാബത്ത് ഏറെ സന്തോഷിച്ച, ഇസ്ലാമിന്റെ സത്യാസത്യ വിവേചനത്തിന്റെ മാനദണ്ഡമായ ഹിജ്റ, ആ ഹിജ്റയെ സംബന്ധിച്ച് സഹാബത്ത് തിരിച്ചറിഞ്ഞു. ഹിജ്റയുടെ അന്ന് സഹാബത്ത് സന്തോഷിച്ചു. പക്ഷേ ആ ഹിജ്റ ഒരു ആഘോഷമായി ഇസ്ലാമിക ലോകം മാറ്റിയിട്ടില്ല, മാറ്റാൻ പാടുമില്ല. എന്തുകൊണ്ട്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇത് ഉറപ്പുള്ളൊരു വിഷയത്തിലാണ്. എന്നാൽ റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടുണ്ടോ? റബീഉൽ അവ്വൽ 12-നാണോ റസൂലുള്ളാഹി ജനിച്ചത്? പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലാണ്. അങ്ങനെ ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിൽ ഇവിടെ ഉറപ്പുള്ള പോലെ ആഘോഷങ്ങൾ സ്ഥാപിക്കുന്നു, ആ ഉറപ്പുള്ള പോലെ ആഘോഷങ്ങൾ നടത്തുന്നു, എന്നിട്ട് അതിന് തെളിവോതുന്നു എങ്കിൽ അതിനേക്കാൾ എത്രയോ ഭേദം ഹിജ്റയുടെ ആഘോഷം നടത്തലല്ലേ? അവിടെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒരു വിഭാഗം പറയാണ് യൗമു ഹിജ്റതിഹി ഇലൽ മദീന യൗമുൻ അഅസ്സഹല്ലാഹു ഫീൽ ഇസ്ലാം. റസൂലുള്ളാഹി ഹിജ്റ വന്ന ദിവസമല്ലേ, ഇസ്ലാമിന് ഇസ്സത്ത് കിട്ടിയ ദിവസമല്ലേ? അങ്ങനെ ഫയജ്തമിഉ ഫീഹി വയതഅബദ്, ആളുകൾ ഒന്നിച്ചു കൂടുന്നു, ഇബാദത്ത് ചെയ്യുന്നു. എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അത് പണ്ഡിതന്മാർ വിമർശിക്കുകയാണ്. എന്തുകൊണ്ട് വിമർശിക്കുന്നു? റസൂലുള്ളാഹിക്ക് അറിയാഞ്ഞിട്ടാ? റസൂലുള്ളാഹി എന്നെ ഹിജ്റ വന്നതെന്ന് സഹാബത്തിന് തിരിയാഞ്ഞിട്ടാ? അതുപോലും പാടില്ല എങ്കിൽ സംശയത്തിൽ നിൽക്കുന്ന, ഉറപ്പില്ലാത്ത, സഹാബത്ത് ചെയ്തിട്ടില്ലാത്ത സമാനമായ മറ്റൊരു കാര്യം ഇത് എന്തിനാണെന്നറിയോ? നിങ്ങളുടെ പഠനത്തിന് വിധേയമാക്കാനാണ്. ഇനി വേറൊന്ന്, ഹിജ്റ കലണ്ടറിന്റെ ചർച്ച ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്നപ്പം 4 വിഷയങ്ങൾ, വിഷയം എന്താണെന്ന് മനസ്സിലാക്കിക്കോളി. 4 വിഷയങ്ങൾ ഇബ്നു ഹജറിൻ അസ്കലാനി റഹിമഹുല്ലാഹ് പറയാ ഫത്തുൽ ബാരിയിൽ. 4 കാര്യങ്ങൾ സഹാബത്ത് തഖവീം ഹിജ്റ കലണ്ടറിന് മാനദണ്ഡമായി വെക്കുകയാണ്. ഒന്നുകിൽ റസൂലുള്ളാഹി ജനിച്ചത് മുതൽ വെക്കാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ലഭിച്ചത് മുതലാവാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ റസൂലുള്ളാഹി ഹിജ്റ പോയത് മുതലാവാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ആയത് മുതൽ നമുക്ക് കണക്ക് വെക്കാന്ന് പറഞ്ഞു. അതിൽ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം വേണ്ടാന്ന് ഇജ്മാ ആയി. എന്തേ? അതിൽ ഏതാണെന്ന് ഉറപ്പില്ല, തീരുമാനമില്ല.
ഇനി റസൂലുള്ളാഹിന്റെ നുബുവത്തിന്റെ വിഷയവും കൃത്യമല്ല എന്നുള്ളതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഈ ചർച്ച ഒന്നും സഹാബത്തിന്റെ കാലത്ത് ഇല്ലേന്ന് പറയരുത്. നബിന്റെ ജനനത്തിനെ സംബന്ധിച്ചുള്ള ചർച്ച, അതിൽ പിന്നെ ഇസ്ലാമികമായ ആവശ്യമുള്ള കാര്യങ്ങളിൽ സഹാബത്ത് ചർച്ച ചെയ്തോ ഇല്ലേന്ന് പറയരുത്. അതൊക്കെ ഉണ്ടായിട്ടും ഈ ഒരു ആവശ്യത്തിലേക്ക്, ഈ ഒരു ഭാഗത്തേക്ക് സഹാബത്ത് എന്തായിട്ടില്ല, ചിന്തിച്ചിട്ടില്ല എങ്കിൽ അത് ഓർക്ക് തിരക്കായിട്ട് എന്ന് പറയുന്നത് അതൊരു അസ്ഥാനത്തുള്ള വാദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചു, തിങ്കളാഴ്ച ഞാൻ ജനിച്ചു, അതുകൊണ്ട് നിങ്ങൾ നോമ്പ് പറ്റുമെന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ നബിദിനത്തിനെ സംബന്ധിച്ച് പറഞ്ഞോ ഇല്ലേ? പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് നോമ്പ് പിന്നെ അനുഷ്ഠിക്കാനാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനത്തിനെ കുറിച്ച് സഹാബത്ത് ചർച്ച ചെയ്തോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? ചർച്ച ചെയ്തിട്ട് ഒരു കയ്യിൽ ശ്രദ്ധ ഉണ്ടായില്ല, ഒരു ബദറിന്റെ യുഹദിന്റെ തിരക്കിലായിരുന്നു എന്നെങ്ങനെ പറയാം? ഇസ്ലാമിക ലോകത്ത് പരിശോധിച്ച് നോക്കിയാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനെ കുറിച്ച് സഹാബത്ത് തീരെ ആലോചിച്ചിട്ടില്ല എന്ന് നമ്മൾ എങ്ങനെ പറയാ? അവർ ആലോചിച്ചിട്ടുണ്ട്. അവർ ആലോചിക്കാവുന്ന വിഷയങ്ങൾ അതിന്റെ ചർച്ച നടത്തിയിട്ടുണ്ട്. അവിടെ ഒന്നും എന്ത് വന്നിട്ടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനം ആഘോഷിക്കാന്നുള്ളൊരു വിഷയം വന്നിട്ടില്ല. അത് വരാത്തത് അവർക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാണ്, അവർക്ക് തിരക്കായിട്ടാണ്. എങ്ങനെ നമ്മൾ പറയാ? അത് പറയാൻ പാടില്ലല്ലോ. അത് ഇസ്ലാമിൽ അങ്ങനെ നമ്മൾ ഗവേഷണം ചെയ്യല്ലല്ലോ വേണ്ടത്. അതുകൊണ്ട് ഗൗരവത്തിൽ മനസ്സിലാക്കുക. നിങ്ങൾ ആലോചിക്കുക, എന്തുകൊണ്ടാണ് ഹിജ്റ ആഘോഷം ഇസ്ലാമിൽ ഇല്ലാതെ പോയത്? എന്തേ അത് പാടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം ഈ ഹിജ്റ ആഘോഷത്തിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തപ്പെടുന്നത്? രണ്ടും ഒരു പിന്നെ നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്നുള്ള പോലെയല്ലേ? ഒന്ന്, ഇവിടെ ആരും ചെയ്യാത്തതുകൊണ്ട് ഇനി ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? ചെയ്യാൻ പാടില്ല എന്നില്ല, അപ്പൊ ചെയ്യാന്നാണോ? അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഹിജ്റന്റെ ആഘോഷം ചെയ്യാൻ പറ്റൂല. അതിന് ഉത്തരം എന്താ അറിയോ? റസൂലും സഹാബത്തും ചെയ്തിട്ടില്ല. നബിദിനാഘോഷം ചെയ്യാൻ പറ്റൂല. എന്താ ഉത്തരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ചെയ്തിട്ടില്ല. ഒരേ ഉത്തരം. രണ്ട് ചോദ്യം ഒരൊറ്റ ഉത്തരം. ഹിജ്റയുടെ ആഘോഷം പറ്റുമോ? ഇല്ല. എന്താ ഉത്തരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഉത്തമ തലമുറകളും കാണിച്ചിട്ടില്ല. നബിദിനാഘോഷം ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്താ ഉത്തരം? റസൂലുള്ള ഉത്തമ തലമുറക്കാരും കാണിച്ചിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കാണിച്ചിട്ടില്ലാത്ത ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർ അത് പാടില്ല എന്ന് പറഞ്ഞു. അത് ഇക്കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഹിജ്റാഘോഷം നിലക്കാത്തത് എന്ന പോലെ തന്നെയാണ് നബിദിനാഘോഷം. ഒന്നും കൂടി വേണമായിരുന്നെങ്കിൽ ഹിജ്റന്റെ ആഘോഷം വേണ്ടിയിരുന്നത്. എന്തേ കാര്യം? അതാണ് ഒന്നുകൂടി ഉറപ്പുള്ളത്. ആ ഉറപ്പുള്ളിമ പോലും സഹാബത്ത് കൂടിയില്ല. എന്തുകൊണ്ട്? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ഉത്തമ തലമുറക്കാർ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അതേ കാര്യങ്ങൾ ഇപ്പുറത്താണ് ആലോചിക്കാം. എന്താ ആലോചിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം റബീഉൽ അവ്വൽ 12-നാണെന്ന് വെച്ചാൽ പോലും അവിടെ സഹാബത്ത് അങ്ങനെയൊന്നും റസൂലുള്ളാഹിൽ നിന്ന് മനസ്സിലാക്കിയിട്ടില്ല. സഹാബത്തിൽ നിന്ന് താബിഈങ്ങൾ കണ്ടിട്ടില്ല, തബഉ താബിഈങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഹിജ്റ ആഘോഷമില്ല, അത് പാടില്ല എന്ന പോലെ നബിദിനാഘോഷമില്ല, നബിദിനാഘോഷം പാടില്ല. അതാണ് ഇസ്ലാമിൽ ഈ വിഷയത്തിൽ പറയാവുന്ന വിധി. പണ്ഡിതന്മാരിൽ പ്രാമാണികരൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ വിഷയമാണ്. ഇതുവരെ നേരത്തെ ഉസ്താദ് പിന്നെ ആവർത്തിച്ചത്, ഇപ്പൊ ഈ ഉള്ളവനും സൂചിപ്പിച്ചത്. അതിൻ്റെ അടുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറഞ്ഞോ എന്നുള്ള വിഷയം മാത്രം എന്താവൂല? നബിദിനാഘോഷം എന്നാൽ നമ്മൾ ടൈറ്റിലിനോ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നബിദിനാഘോഷത്തിനൊന്നും തെളിവാവില്ല. ആ ഒരു ചോദ്യം കൊണ്ട് ബാക്കി നിങ്ങൾ എന്താ മനസ്സിൽ വെച്ചെന്ന് അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ. നിങ്ങൾ ആ ചോദ്യം ചോദിച്ചു, കുറേയൊക്കെ ചോദിച്ചു, എന്നിട്ട് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? നിങ്ങൾ എന്താ അതിൻ്റെ പിന്നിൽ മനസ്സിൽ വെച്ചെന്ന് അല്ലാഹു അഅലം. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് മനസ്സിൽ വെച്ചാലും ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളത്. ബഹുമാനരായ സഹോദരന്മാരെ, വിഷയം വളരെ വിശദമായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. ഇനി അടുത്ത ചോദ്യകർത്താവിന് ചോദിക്കാം. നിങ്ങളവിടെ ഇരിക്കേ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫസൽ. KL 65C 4427 വാഹനം ഒന്ന് അവിടെ നിന്ന് മാറ്റി കൊടുക്കാം. അവിടെ ഇരിക്കേ. ഇത് മുഴുവൻ കേട്ടിട്ട് പോയാൽ മതി. ഇൻഷാ അല്ലാഹ് ഇരിക്കേ. ഇൻഷാ അല്ലാഹ് കുറേ ആൾക്കാർ ചോദിക്കാണ്ട് ബാക്കി അവസരം ഉണ്ടെങ്കിൽ ഇനിയും വീണ്ടും തരും. നിങ്ങൾ പോലെ അവിടെ ഇരിക്കും. അസ്സലാമു അലൈക്കും. നബിദിനാഘോഷം വമ്പിച്ച പ്രതിഫലം ഉണ്ടെന്ന് ഇബ്നു തൈമിയ സുന്ന ക്ലബ്ബ് ചാനലുണ്ട്, ആ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. സുന്ന ക്ലബ് ചാനൽ. നമ്മുടെ ചോദ്യം ഉന്നയിക്കപ്പെട്ടത് നബിദിനാഘോഷത്തിന് വലിയ പുണ്യമുണ്ട് എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട് എന്ന് സുന്ന ക്ലബ്ബിൽ പറഞ്ഞു എന്നാണ്. സുന്ന ക്ലബ്ബ് ഏതാ അല്ലാഹു എനിക്കറിയില്ല. ഏതായാലും ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ സമാനമായ വല്ലതുമൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കാം.
അപ്പോൾ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയാണ് മൗലിദാഘോഷ തെളിവ് എന്നാണ് പലപ്പോഴും മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ മറുഭാഗത്തെത്തുമ്പോൾ പലപ്പോഴും പറയും ഇബ്നു തൈമിയ്യ മുബ്തദിയാണ്, വഹാബിയാണ്, പഴച്ചോനാണ്, പഴിപ്പിക്കുന്നവനാണ് എന്നൊക്കെയാണ് മറുഭാഗത്ത് പലപ്പോഴും പറയാറുമുള്ളത്. എന്നാൽ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ കിതാബിൽ നിന്ന് ഒരു ഭാഗം സന്ദർഭത്തിൽ നടത്തിയെടുത്ത് അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അങ്ങനെ പ്രചരിപ്പിക്കാറുള്ളത്. ഇതാണ് ആ പരാമർശിക്കപ്പെടുന്ന ഗ്രന്ഥം, ഇഖ്തിലാഉസ് സിറാത്തുൽ മുസ്തഖീം ലിമുഖാലഫത്തി അസ്ഹാബിൽ ജഹീം. ഇതാണ് കിതാബിന്റെ മുഴുവൻ പേര്, ഇഖ്തിലാഉസ് സിറാത്തുൽ മുസ്തഖീം ലിമുഖാലഫത്തി അസ്ഹാബിൽ ജഹീം. സിറാത്തുൽ മുസ്തഖീം ഏതാണെന്ന് പഠിപ്പിക്കുകയാണ്. അസ്ഹാബുൽ ജഹീം നരകക്കാരായ ആളുകൾക്ക് എതിരായിക്കൊണ്ട് നരകക്കാരായ ആളുകളെ വഴി ഒഴിവാക്കി ശരിയായ വഴി ഏതാണ് എന്ന് പഠിപ്പിക്കാനാണ് അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതിയത് തന്നെ. ഈ കിതാബിൻ്റെ ചർച്ചയുടെ ആകത്തുക തന്നെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആഘോഷങ്ങൾ, ഏതെല്ലാം തരത്തിൽ ആഘോഷമുണ്ട്, ഇസ്ലാമിൽ ആഘോഷത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണ്, എന്തിനാണ് ഈദ് എന്ന് പറയുക, എപ്പോഴാണ് ഈദ് ആവുക, ഈദിന്റെ അടിസ്ഥാനം എന്താണ്, അതാണ് ഈ കിതാബിന്റെ പ്രധാനപ്പെട്ട ഒരു ചർച്ച. ഈദ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആഘോഷം എന്ന് പറയും. ഇസ്ലാമികമായി ഒരു ദിവസത്തിനോ ഒരു സ്ഥലത്തിനോ സവിശേഷത കൽപ്പിക്കണമെങ്കിൽ ആ ദിവസത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും ഒക്കെ റബ്ബായ സട്ടാവായ അല്ലാഹു തആല സവിശേഷതയുണ്ട് എന്ന് നിശ്ചയിക്കണം. എല്ലാ സ്ഥലവും അള്ളാഹിൻ്റെതാണ്, എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് ഈ സ്ഥലം പ്രത്യേകതയുള്ളതാണ് എന്നൊരു സ്ഥലത്തെക്കുറിച്ച് പറയാൻ അല്ലാഹു തആലക്ക് മാത്രമേ അധികാരമുള്ളൂ. അവന്റെ വഹി പ്രകാരം നബിതങ്ങൾക്ക് മാത്രമേ അധികാരമുള്ളൂ. എല്ലാ ദിവസവും സൃഷ്ടിച്ചത് അള്ളയാണ്, എല്ലാ സമയവും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ട് അതിൽ ഒരു സമയത്തിന് പ്രത്യേകതയുണ്ട്, ഒരു ദിവസത്തിന് പ്രത്യേകതയുണ്ട് എന്ന് പറയേണ്ടത് അള്ളാഹുവാണ്, അവന്റെ റസൂലാണ്. ഇതാണ് അടിസ്ഥാനം. വെള്ളിയാഴ്ചക്ക് പ്രത്യേകതയുണ്ട്, ആര് പറഞ്ഞു? അള്ളാഹിന്റെ വഹി പ്രകാരം നബിതങ്ങൾ പറഞ്ഞു. തിങ്കളാഴ്ചക്കും വ്യാഴാഴ്ചക്കും ചില പ്രത്യേകതയുണ്ട്, ആര് പറഞ്ഞു? അള്ളാഹിന്റെ വഹി പ്രകാരം നബിതങ്ങൾ പറഞ്ഞു. റമദാൻ മാസത്തിന് പ്രത്യേകതയുണ്ട്, അള്ളാഹിന്റെ വഹി പ്രകാരം നബിതങ്ങൾ പറഞ്ഞു. 4 മാസം പവിത്രമാണ്, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അതേപോലെ റജബ്. ഈ 4 മാസം പവിത്രമായ മാസങ്ങളാണ്, അള്ളാഹിന്റെ വഹി പ്രകാരം നബിതങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അപ്പൊ ഒരു സ്ഥലത്തിനോ ഒരു സമയത്തിനോ സവിശേഷതയുണ്ടെന്ന് പറയേണ്ടത് അള്ളാഹുവാണ്, റസൂലാണ്. ആഘോഷങ്ങൾ അധികവും വരാറുള്ളത് ദിവസങ്ങളുമായി ബന്ധപ്പെട്ടോ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടോ ആണ് ആഘോഷങ്ങൾ വരിക. ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ഈ കിതാബിൽ ചർച്ച ചെയ്യുന്നത് മൊത്തം ആഘോഷങ്ങളെ അദ്ദേഹം 2 തരത്തിലാക്കി വിഭജിക്കുന്നു. ഒന്ന് അൽ അഴിയാദുൽ മക്കാനിയ, മറ്റൊന്ന് അൽ അഴിയാദുൽ സമാനിയ. സ്ഥലവുമായി ബന്ധപ്പെട്ട് ആളുകൾ ആഘോഷിക്കുന്ന വ്യത്യസ്തമായ ആഘോഷങ്ങൾ. 2 സമയങ്ങളുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കുന്ന ആഘോഷങ്ങൾ. ഈ 2 തരം ആഘോഷങ്ങൾ സമൂഹത്തിലുണ്ട് എന്ന് പറയുകയും അതിൽ സമയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആഘോഷങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു അത് നമുക്ക് വീണ്ടും 3 രൂപത്തിലാക്കി തിരിക്കാം. ഒന്ന്, ആ ദിവസത്തിന് യാതൊരു പ്രത്യേകതയുമില്ല, അങ്ങനത്തെ ദിവസങ്ങൾ, അതിനെ ആഘോഷമാക്കി ആളുകൾ മാറ്റിയത്. മറ്റൊരു പ്രത്യേകതയുണ്ട്, പക്ഷേ അത് ആഘോഷമാക്കാൻ പറഞ്ഞിട്ടില്ല. എന്നൊരു സംഭവം സംഭവിച്ച ദിവസമാണ്, ബദർ നടന്ന ദിവസം, ഉഹദ് നടന്ന ദിവസം, ഹിജ്റ പോയ ദിവസം, നബിതങ്ങൾ ജനിച്ച ദിവസം, ഇങ്ങനെ പല സംഭവങ്ങൾ നടന്ന ദിവസങ്ങൾ. അന്ന് ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷേ ആ ദിവസം ആഘോഷ ദിവസമാക്കി മാറ്റാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആ ഗണത്തിലാണ് അദ്ദേഹം നബിദിനാഘോഷത്തെ പരാമർശിച്ചത്. ഇത് അല്പം വിശദമായി പറയേണ്ടതാണ്. കാരണം റബീഉൽ അവ്വൽ മാസം എന്ന വ്യാപകമായി എല്ലാ വാട്സപ്പിലും ഇങ്ങനെ ഇതിട്ടുകൊണ്ടിരിക്കും ഉസ്താദ്മാർ. ഇബ്നു തൈമിയ്യ പറയുന്നു, വഹാബികൾ നേതാവ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഖദ് തഖദ്ദമ അന്നൽ ഈദ യകൂനു ഇസ്മൻ ലിനഫ്സിൽ മകാൻ വലിനഫ്സിൽ സമാൻ വലിനഫ്സിൽ ഇജ്തിമാ. സ്ഥലത്തിന് ഈദ് എന്ന് പറയും, സമയത്തിന് ഈദ് എന്ന് പറയും, അവിടെ നടക്കുന്ന ആ സംഗമത്തിന് ഈദ് എന്ന് പറയാം. ഈ 3നും ഒരുപാട് പുതിയ പുതിയ ആചാരങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ടാണ് സമാൻ, സമയവുമായി ബന്ധപ്പെട്ടത്. അത് 3 തരമാണ്. അതിലും നേരത്തെ മക്കാനിയായ സ്ഥലവുമായി ബന്ധപ്പെട്ട ആഘോഷത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതിലും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്ന് യൗമുൽ ലം തുഅല്ലിമു ശരീഅത്തു അസ്ലാ, ശരീഅത്തിൽ യാതൊരു ബഹുമാനവും കൽപ്പിച്ചിട്ടില്ലാത്ത ദിവസങ്ങൾ. മതം അതിന് ഒരു സവിശേഷത കൽപ്പിച്ചിട്ടില്ല. വലം യകുൻ ലഹു ദിക്റുൻ ഫീ വഖ്തി സലഫ്, മുൻഗാമികളുടെ കാലഘട്ടത്തിൽ ആ ദിവസത്തെപ്പറ്റി യാതൊരു പരാമർശവുമില്ല.
വല ജറാ ഫീഹി മാ യൂജിബു തഅളീമഹു, ബഹുമാനിക്കേണ്ടതായ ഒന്നും ആ ദിവസം നടന്നിട്ടുമില്ല. അത്തരം ദിവസങ്ങൾ, ഉദാഹരണമായി റജബിലെ 1-ാമത്തെ വ്യാഴാഴ്ച, ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി കാലഘട്ടത്തിൽ അന്ന് വലിയ ആഘോഷമായി ആണ്ടറിയായി ആചരിക്കപ്പെടുന്ന ദിവസമാണ് റജബിലെ 1-ാമത്തെ വ്യാഴം. അന്ന് എന്താ പ്രത്യേകത? ഒരു പ്രത്യേകതയില്ല. അന്ന് എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അന്ന് അവിടെ പ്രത്യേകമായ ദിവസമായി കൊണ്ടുനടന്ന് അന്ന് പ്രത്യേകമായ നിസ്കാരം വരെ അന്ന് നാട്ടിൽ നടക്കുന്നുണ്ട്. റജബിലെ 1-ാമത്തെ വെള്ളിയാഴ്ച രാവ് അങ്ങനെ ആഘോഷിക്കപ്പെടുന്ന ദിവസമായി അന്ന് മാറിയിട്ടുണ്ട്. ഇതാണ് ഒരു ഇനം. രണ്ടാമത്തെ ഞാൻ പറഞ്ഞത്, രണ്ടാമത്തെ മാ ജറാ ഫീഹി ഹാദിസത്തുൻ, ചില സംഭവങ്ങൾ നടന്ന ദിവസം. കമാ കാന യജ്രി ഫീ ഗൈരിഹി മിൻ ഗൈരി അൻ യൂജിബ ദാലിക ജഅലഹു മൗസിമ. മറ്റു പല ദിവസങ്ങൾ നടക്കുന്ന പോലെ ഈ ദിവസത്തിലും പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. സ്വാഭാവികമായി അന്ന് ഒത്തുവന്നതാണ്. ആ ദിവസത്തെ പ്രത്യേകമായി ബഹുമാനിക്കാനോ ആദരിക്കാനോ പറഞ്ഞിട്ടില്ല. ഉദാഹരണം, ദുൽഹിജ്ജ 18 നബി തങ്ങൾ അന്ന് ഹജ്ജത്തുൽ വിദാ കഴിഞ്ഞു വരുമ്പോൾ വദീഅഹം എന്ന പല സ്ഥലത്ത് വെച്ച് നബി തങ്ങൾ സ്വഹാബത്തോട് ഒരു പ്രസംഗം നടത്തിയ ദിവസമാണ് ദുൽഹിജ്ജ 18. അത് 18 നോക്കി പ്രസംഗിച്ചതല്ല, നബി പ്രസംഗിച്ചത് 18-നായിപ്പോയിന്നേ ഉള്ളൂ. അപ്പൊ അന്നൊരു സംഭവം നടന്നു, പക്ഷെ ആ സംഭവം ആഘോഷമാക്കേണ്ടതായി പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടില്ല. അതേപോലെ നബി തങ്ങൾ ചെയ്ത അല്ലെങ്കിൽ സഹാബിമാർ ചെയ്ത പല സംഭവങ്ങളും കാണാം. ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ, ആ ദിവസങ്ങളൊക്കെ പ്രത്യേകമായി വലിയ ആഘോഷിക്കാൻ പറഞ്ഞോ? ഇല്ല. ആ ഗണത്തിലാണ് അദ്ദേഹം ജന്മദിനാഘോഷത്തെ എണ്ണിയത്. അഥവാ നബിതങ്ങൾ ജനിച്ചു എന്ന സംഭവം ഉണ്ടായ ദിവസം. അപ്പൊ അതിന് ഒരു സംഭവം സംഭവിച്ചല്ലോ. എന്നാൽ ആ ദിവസത്തെ പ്രത്യേകമായി ആഘോഷമാക്കാൻ പഠിപ്പിച്ചോ? പഠിപ്പിച്ചിട്ടില്ല. വകദാലിക, ഇപ്രകാരം തന്നെയാണ് മാ യുഹ്ദിസുഹു ബഅ്ദുൻ നാസി ഇമ്മാ മുലാഹാതൻ ലിന്നസാറ ഫീ മിലാദി ഈസാ അലൈഹിസ്സലാം വഇമ്മാ മഹബ്ബതൻ ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഅലീമൻ ലഹു. ഇതേ ഗണത്തിൽപ്പെട്ടതാണ് ചില ആളുകൾ പുതുതായി കൊണ്ടുവന്ന ജന്മദിനാഘോഷം, നബിദിനാഘോഷം എന്നത്. എന്ന് അദ്ദേഹം പറയാണ്, 2 തരത്തിലാണ് ആളുകൾ ഇത് ആഘോഷിക്കുന്നത്. ഒന്നുകിൽ നസോറാക്കൾ ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു. അപ്പൊ അതിനോട് കിടപിടിച്ചുകൊണ്ട് നമ്മൾക്ക് മോശമാക്കാൻ പറ്റൂല, അവരവരെ നബിനെ ആഘോഷിക്കുകയാണെങ്കിൽ നമ്മളും ആഘോഷിക്കാം എന്ന് പറഞ്ഞ് അവരോട് തുല്യപ്പെട്ടുകൊണ്ട് ചില ആളുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ചില ആളുകൾ നബിയോട് സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ട് തന്നെയും ഇതിൽ ഭാഗവാക്കായി പോകുന്നുമുണ്ട്. അത് എല്ലാ കാലത്തും ഉണ്ടാവും. ഈ കാലത്തും അങ്ങനെ തന്നെയാണല്ലോ. ചില ആളുകൾ ആത്മാർത്ഥമായിട്ട് കൂലി കിട്ടുന്ന വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്ക് എപ്പോഴും ഇതിന്റെ ഭാഗമായി കൂടാറുള്ളത്. ഉസ്താദന്മാരിങ്ങനെ വേളറിയും പോലെ പ്രോത്സാഹിപ്പിക്കും. ഈ സാധുക്കൾ അത് വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് തെളിവുണ്ടാകും എന്ന് വിചാരിച്ച് പണം കൊടുക്കുന്നു, സമയം ചെലവഴിക്കുന്നു, അതിനുവേണ്ടി ആവേശത്തോടെ ഇറങ്ങുന്നു. അവർക്ക് ആത്മാർത്ഥമായ സ്നേഹമാണ്. ഈ 2 നിലക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെ സ്നേഹത്തോടെ ചെയ്യുന്നുവെങ്കിൽ വല്ലാഹു ഖദ് യുസീബുഹും, അല്ലാഹു തആല ഈ രണ്ടാമത് പറഞ്ഞ ആളുകൾക്ക് കൂലി കൊടുക്കും. അലാ ഹാദിഹിൽ മഹബ്ബത്തി, ഈ സ്നേഹത്തിന് കൂലി കൊടുക്കും. വൽ ഇജ്തിഹാദി, ഈ പരിശ്രമത്തിന് കൂലി കൊടുക്കും. ലാ അലൽ ബിദ്അഇ, ഈ ബിദ്അത്തിന് കൂലില്ല. നബിദിനം ആഘോഷിക്കുന്ന ബിദ്അത്തിന് കൂലി കൊടുക്കൂല. അവർക്ക് ഒരു സ്നേഹമുണ്ട്, ആ സ്നേഹത്തിനുള്ള കൂലി കൊടുത്തോളും. അല്ലാതെ ഈ ബിദ്അത്തിനല്ല കൂലി. ഏതാ ബിദ്അത്ത്? മിൻ ഇത്തിഖാദി മൗലിദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദാ, നബി തങ്ങളുടെ ജന്മദിനത്തെ ആഘോഷമാക്കുക എന്ന ബിദ്അത്തിനല്ല അല്ലാഹു കൂലി കൊടുക്കുക. അപ്പൊ ആ ബിദ്അത്താണ് എന്നും അതിന് കൂലിയില്ല എന്നും പറഞ്ഞു. എന്നാൽ കുറെ സാധാരണക്കാർ സാധുക്കൾ ആത്മാർത്ഥമായി നബിയെ സ്നേഹിച്ചുകൊണ്ടാണ് ഈ ബിദ്അത്ത് ചെയ്യുന്നത്. ആ ബിദ്അത്തിന് കൂലി കിട്ടൂല, ആ സ്നേഹത്തിന് അല്ലാഹു തആല കൂലി കൊടുത്തേക്കാം. ഖദ് യുസീബുഹുന്ന, അല്ലാഹു ചിലപ്പോൾ കൊടുത്തേക്കാം, ഉറപ്പല്ല. ആ സാധുക്കളുടെ ഇഖ്ലാസ്, അവരുടെ സ്നേഹം പരിഗണിച്ചുകൊണ്ട് ആ സ്നേഹത്തിന് പക്ഷ കൂലി എടുത്തേക്കില്ല. അല്ലാതെ ബിദ്അത്തിന് അല്ലാഹു തആല കൂലി കൊടുക്കുകയില്ല. മാത്രവുമല്ല, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വീണ്ടും പറയുന്നു, മാ ഇഖ്തിലാഫിൻ നാസി ഫീ മൗലിദിഹി, നബിതങ്ങൾ എന്നാണ് ജനിച്ചത് എന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. മാത്രവുമല്ല, ഫഇന്ന ഹാദാ ലം യഫ്അൽഹു സലഫ്, മുൻഗാമികൾ ആരും നബിദിനം ആഘോഷിക്കുന്ന ഈ രീതി ചെയ്തിട്ടില്ല. മഅ ഖിയാമിൽ മുഖ്തലാ ലഹു വഅദ്മിൽ മാനിഇ മിൻഹു, അവർക്കത് ചെയ്യാവുന്ന സാഹചര്യമെല്ലാം ഉണ്ട്, തടസ്സങ്ങളൊന്നും ഇല്ലതാനും, എന്നിട്ടും അവർ ചെയ്തിട്ടില്ല. നേരത്തെ ചോദിച്ച ഉസ്താദ് പറഞ്ഞ പോലെ അന്ന് ബദർ മുഹ്റക്കായതുകൊണ്ട് ഒരു തിരക്ക് മറന്നുപോയില്ല. ചെയ്യാൻ സാഹചര്യമുണ്ട്, തടസ്സങ്ങൾ ഒന്നുമില്ല, എന്നിട്ടും അവർ ചെയ്തില്ല. തടസ്സം ഉണ്ടായിട്ട് ചെയ്യാതെ പോയാൽ അതുകൊണ്ടാണ് വിചാരിക്കാം. തടസ്സമില്ല, ചെയ്യേണ്ട സാഹചര്യമുണ്ട്, എന്നിട്ടും മുൻഗാമികൾ അത് ചെയ്തിട്ടില്ല. വലൗ കാന ഹാദാ ഖൈറൻ മഹ്വൻ ഔ റാജിഹ, ഇതൊരു ഖൈറായ കാര്യം, പ്രാമുഖ്യമുള്ള ഒരു മെച്ചപ്പെട്ട കാര്യമായിരുന്നുവെങ്കിൽ ലകാന സലഫു റളിയല്ലാഹു അൻഹും അഹഖ ബിഹി മിന്നാ,
നമ്മളെക്കാളേറെ മുൻഗാമികളായിരുന്നു ഇത് ചെയ്യേണ്ടിയിരുന്നത്, അവർ ചെയ്തിട്ടില്ല. فإنهم كانوا أشد محبة لرسول الله صلى الله عليه وسلم وتعظيما له منا. നമ്മെക്കാളേറെ നബിയെ സ്നേഹിച്ചവർ അവരാണ്, നമ്മെക്കാളേറെ നബിയെ ബഹുമാനിച്ചവർ അവരാണ്. എന്നിട്ടും അവരാരും ചെയ്തിട്ടില്ല. വഹും അലൽ ഖൈരി അഹ്റസ്. അവർക്കാവട്ടെ എല്ലാ ഖൈറിനോടും വലിയ ആർത്തിയുള്ളവരാണ്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ അങ്ങേയറ്റം താല്പര്യമുള്ളവരാണ് സഹാബിമാരും താബിഈങ്ങളും. എന്നിട്ടും അവരാരും അത് ചെയ്തിട്ടില്ല. ഇതിനു ശേഷം ഇബ്നു തൈമിയ്യ പറയുന്നു, വഇന്നമാ കമാലു മഹബ്ബതിഹി വതഅലീമിഹി ഫീ മുതാബഅതിഹി വത്വാഅതിഹി വത്തിബാഇ അംരിഹി. ശരിയായ സ്നേഹം എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ പിൻപറ്റലാണ്, നബി തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കലാണ്, നബി തങ്ങളുടെ ചര്യകൾ പിൻപറ്റലാണ്. വഹിയായി സുന്നത്തിഹി ബാത്തിനം വലാഹിറ. നബിയുടെ സുന്നത്തുകളെ പ്രത്യക്ഷമായും പരോക്ഷമായും അത് സജീവമാക്കലുമാണ് ശരിയായ സ്നേഹം. വനസ്ലിമാ ബുഇസ ബിഹി വൽ ജിഹാദ് അലാ ദാലിക ബിൽ ഖൽബി വൽ യദി വൽ ലിസാൻ. നബി തങ്ങൾ ഏതൊരു ആശയമായാണോ നിയോഗിക്കപ്പെട്ടത് ആ ആശയം പ്രചരിപ്പിക്കലാണ് നബിയോട് സ്നേഹം. അതിന് കൈ കൊണ്ടും നാവ് കൊണ്ടും കൽബ് കൊണ്ടുമൊക്കെ ജിഹാദ് ചെയ്യലാണ് നബി തങ്ങളുടെ സ്നേഹം, അല്ലാതെ മറ്റൊന്നുമല്ല. ഫഇന്ന ഹാദിഹി ത്വരീഖത്തു സാബിഖീന അൽഅവ്വലീന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ. മുഹാജിറുകളും അൻസ്വാരികളും താബിഈകളുമായ ആളുകളൊക്കെ ആ മാർഗമാണ് മാതൃകയായി കാണിച്ചു തന്നിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ഒരു ഭാഗം. ശേഷം ശൈഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നമ്മുടെയൊക്കെ നാട്ടിൽ ഇന്നുള്ള നബിയാഘോഷക്കാരെ മുന്നിൽ കണ്ടുകൊണ്ടാണോ തോന്നിപ്പോകും, അദ്ദേഹം പറയുന്നു, മഅമാലഹും ഫിഹാ മിൻ ഹുസ്നിൽ വഅസ്റു ഹൗലാഇ അല്ലദീന തജിദൂനഹും ഉറസാഅ അലാ അംസാലി ഹാദിഹിൽ ബിദഇ. ഇത്തരം ബിദ്അത്തുകൾ ചെയ്യാൻ ആവേശപൂർവ്വം മുന്നോട്ട് വരുന്ന ആളുകൾ, സദുദ്ദേശമുണ്ടവർക്ക്, അവർ കൂലിയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അത്തരം ആളുകളെ കാണാൻ നിനക്ക് തജിദൂനഹും ഫാത്തിരീന ഫീ അംരി റസൂൽ. നബി തങ്ങൾ കൽപ്പിച്ച പലതും അവർ ജീവിതത്തിൽ പാലിക്കാൻ തയ്യാറാകുന്നില്ല, നബി കൽപ്പിച്ചതൊന്നും ജീവിതത്തിലില്ല. മാത്രവുമല്ല, അവർ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ ഉസ്സാറായി നല്ല മുസ്ഹഫൊക്കെ പൊതിഞ്ഞ് നന്നാക്കി അലങ്കരിച്ചു വെക്കുന്നു, അയാളെ മുസ്ഹഫ് എടുത്ത് ഓതുന്നില്ല, അയാളെ പോലെയാണ് ഇവര്. നബിനെ സ്നേഹിക്കുന്നു പറയും, പക്ഷേ നബിതങ്ങൾ ചെയ്യാൻ പറഞ്ഞൊന്നും ചെയ്യാൻ അവരെ കിട്ടൂല. നേരത്തെ മുസ്താദും പറഞ്ഞല്ലോ, കൊല്ലത്തിൽ മുഴുവൻ ചെയ്യാനൊക്കെ നമ്മളെ കൊണ്ട് കഴിയുമോന്ന്. അതാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അന്നേ പറഞ്ഞത്. നബിതങ്ങൾ കൽപ്പിച്ചൊന്നും ചെയ്യാൻ അവരില്ല. പള്ളി ഉണ്ടാക്കും, പക്ഷെ പള്ളി നിസ്കരിക്കൂല എന്ന് പറഞ്ഞ പോലെയാകുന്നു ഇവർ എന്ന് അദ്ദേഹം പറയുന്നു. ശേഷം അദ്ദേഹം പിന്നെ വിശദമായി ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. എന്ന് അദ്ദേഹം പറഞ്ഞു, ചില ആളുകൾ മൗലിദൊക്കെ കഴിക്കുന്ന ചില ആളുകൾ, അവരോട് നമ്മൾ മൗലിദ് കഴിക്കേണ്ടതില്ല, അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവർ അത് ഒഴിവാക്കി അതിനേക്കാളും വലിയ തിന്മയിലേക്ക് പോയേക്കാം. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാവും. ഒന്ന് വേണ്ടാണ് അത് വേണ്ടാക്കും, അതിലും വലുതാവും ചെയ്യാം. അത്തരം ചില ആളുകൾ ഉണ്ടാവും. എന്നാ പിന്നെ ഓലിത് ചെയ്തോട്ടേന, ഏതായാലും നബിനെ സ്നേഹിച്ചുകൊണ്ടാണല്ലോ, അതിനേക്കാളും വലിയ തോന്നലിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി കൊടുക്കാം. അത് ഫതഅലീമുൽ മൗലിദി. ഇതാണ് അവർ പിന്നെ സാധാരണ പ്രചരിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു വാചകം. ഫതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമ. മൗലിദിനെ ബഹുമാനിക്കലും അതിനെ ആഘോഷ ദിവസമാക്കി സ്വീകരിക്കലും ഖദ് യഫ്അലുഹു ബഅദുൻ നാസ്. ചില ആളുകൾ അത് ചെയ്യുന്നുണ്ട്, എല്ലാരെ കുറിച്ചല്ല, ചില ആളുകൾ ചെയ്യുന്നുണ്ട്. വയകുലഹു ഫീഹി അജ്റുൻ അലീം. അവർക്കതിന് വലിയ കൂലി കിട്ടുകയും ചെയ്യും. ലിഹുസ്നി ഖസ്ദിഹി വതഅലീമിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ സദുദ്ദേശവും നബിയുടെ ബഹുമാനവും കണക്കിലെടുത്തുകൊണ്ട് കൂലി കിട്ടിയേക്കാം. എന്തുകൊണ്ട്? കമാ ഖദ്ദംതുഹു ലക അന്നഹു യഹ്സുനു മിൻ ബഅദിൻ നാസ് മാ യസ്തഖ്ബിഹു മിനൽ മുഅ്മിനിൽ മുസദ്ദിദി. ശരിയായ റൂട്ടിൽ ജീവിക്കുന്ന ശരിയായ വിശ്വാസികൾ ചെയ്താൽ മോശമായ കാര്യം അത് വേറെ ചില ആളുകൾ ചെയ്യുമ്പോൾ ഓർക്ക് പക്ഷെ അനുവദിച്ചു കൊടുക്കേണ്ടി വരും. മുഅ്മിനീങ്ങൾ ചെയ്താൽ മോശമായ ഒരു കാര്യം അത് ചില ആളുകൾ ചെയ്യുമ്പോൾ അവൻ ചെയ്തോട്ടെ എന്ന് വെക്കേണ്ടി വരും. കാരണം എന്താ? അദ്ദേഹം പറയാ, ഇമാം അഹ്മദ് അൻ ബഅദിൽ ഉമറാഇ. ഇമാം അഹ്മദിനോട് ചിലർ പറഞ്ഞു, അന്നത്തെ ഭരണാധികാരികൾ സ്വർണം കൊണ്ട് മുസ്ഹഫ് ഉണ്ടാക്കുന്നുണ്ട്, സ്വർണം കൊണ്ട് മുസ്ഹഫ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇമാം അഹ്മദ് പറഞ്ഞു, ആയിക്കോട്ടെ, ദഅഹു, ഓനെ വിട്ടാള്, ഓനെ പിന്നാലെ കൂടണ്ട. കാരണം എന്താ? അത് പറ്റൂല എന്ന് പറഞ്ഞ ആ സ്വർണം കൊണ്ട് വേറെ ഒരു തോന്നിയ ബുക്ക് ഉണ്ടാക്കും. എന്നാ പിന്നെ അതിനേക്കാളും നല്ലത് മുസ്ഹഫ് ഉണ്ടാക്കിക്കോട്ടെ, അവനെ വിട്ടേക്കുക, അതാണ് നല്ലത് എന്ന് ഇമാം അഹ്മദ് പറഞ്ഞു. മുസ്ഹഫ് അലങ്കരിക്കൽ വെറുക്കപ്പെട്ട കാര്യമാണ് എന്നാണ് ഇമാം അഹ്മദിന്റെ നിലപാട്. എന്നിട്ടും ഇമാം അഹ്മദ് പറഞ്ഞു, അയാൾ ഉണ്ടാക്കിക്കോട്ടെ, അയാളെ പിന്നാലെ കൂടണ്ട. അത് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ പോവുക അതിനപ്പുറത്തേക്കായിരിക്കും. എന്നാൽ ഇമാം അഹ്മദിന്റെ ഉദ്ദേശം ഇവിടെ എന്താണ്?
ഇമാം അഹ്മദ് ഉദ്ദേശിച്ച ശൈഖുൽ ഇസ്ലാം പറയുന്നു അന്ന ഹാദൽ അമല ഫീഹി മസ്ലഹ വഫീഹി അയ്ളൻ മഫ്സദ കുരിഹ ലിഅജ്ലിഹ. ഈ കാര്യത്തിൽ ചില നന്മകളുണ്ട്, ചില ദോഷങ്ങളുമുണ്ട്. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ ഈ നന്മ ഓൻ ചെയ്യുന്നു, അതുകൂടെ ദോഷം വരുന്നു. ഇത് വേണ്ട വെച്ചാലോ ഒരു നന്മയും ഇല്ലാത്ത ദോഷം മാത്രത്തിലേക്ക് പോകും. എന്നാ പിന്നെ വേണ്ട, ആയിക്കോട്ടെ, കുറച്ചാൾക്ക് ഭക്ഷണം കിട്ടിക്കോട്ടെ, അതെങ്കിലും ആയല്ലോ. കുറച്ചാൾക്ക് ഭക്ഷണം കിട്ടലേ, അതെങ്കിലും നടന്നോട്ടെ. അതാണ് അത്തരം ആളുകൾക്ക് നമുക്ക് സമ്മതം കൊടുക്കാം എന്നാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്. അവിടെ മുസ്ലിയാക്കന്മാര് അജ്റുൻ അളീം എന്നൊരു വല്ലാക്കി കണ്ടോ, വമ്പിച്ച കൂലി കിട്ടുന്നു ഇബ്നു തൈമിയ്യ പറഞ്ഞിരിക്കുന്നു. അതാർക്കാ? മുഅ്മിനീങ്ങളെ പറ്റിയല്ല പറഞ്ഞത്. ശരിയായ മാർഗത്തിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ ചെയ്താൽ മോശമായ കാര്യം വേറെ ചില മനുഷ്യന്മാർ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് സമ്മതം കൊടുക്കേണ്ടി വരും എന്ന തത്വത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. വീണ്ടും പറയാം, ഫഹഉലായി, ഇക്കൂട്ടർ ആര്? നമ്മളിപ്പോ അനുവാദം കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ഇല്ലം യഫ്അലു ഹാദാ, ഇതവർ ചെയ്യുന്നില്ല എങ്കിൽ വഇല്ല യതാലു അൽ ഫസാദ് അല്ലദീ ലാ സലാഹ ഫീഹി, ഒരു നന്മയുമില്ലാത്ത ഫസാദാണ് പിന്നെ അവർ പകരം ചെയ്യാൻ പോണത്. مثل ينفقها في كتاب من كتب الفجور ككتب الأسرار أو الأشعار أو حكمة فارس والروم. മറ്റു തോന്നിവാസങ്ങളുടെ പുസ്തകങ്ങളോ മറ്റോ പ്രിന്റ് ചെയ്ത് അതിനുവേണ്ടി ഈ പണം ചെലവഴിക്കും. ഏതായാലും ബുക്കടിക്കാൻ മാറ്റിച്ച പണമാണ്. അത് മുസ്തഫിന് വേണ്ടി മാറ്റിച്ചപ്പോ പറ്റൂല, എന്നാ വേണ്ട, ഞങ്ങൾ വേറെ കഴിക്കോളാം. അപ്പൊ അതിൽ ഒരു നന്മയുമില്ല. എന്നാ ഇതില് ചില നന്മകളുണ്ടല്ലോ, ദോഷം വേറെ ഉണ്ടെങ്കിലും അങ്ങനെ ആയിക്കോളൂ. അതുകൊണ്ട് ഇബ്നു തൈമിയ്യ പറയാണ്, ദീനിന്റെ യാഥാർത്ഥ്യം നീ ശരിക്കും മനസ്സിലാക്കിക്കോ. മതപരമായി നന്മയുള്ളത് ദോഷമുള്ളത് ഏതൊക്കെ നീ വേർതിരിച്ചോ. بحيث تعرف ما ينبغي من مراتب المعروف ومراتب المنكر حتى تقدم أهمها عند المزاحمة. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ വിരോധിച്ചാൽ എന്താ ഉണ്ടാവുക എന്നൊക്കെ നോക്കിയിട്ട് നീ വിരോധിച്ചോ എന്നാണ്. ഒരു സംഗതി പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താ അനന്തര ഫലം? ഇത് നിർത്തി അതിലും വലിയ തിന്മയ്ക്ക് പോവുകയാണോ? എന്നാ പാടില്ല എന്ന് പറയണ്ട, തൽക്കാലമായി ഇവിടെ നോട്ടെ. അതാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പഠിപ്പിച്ച അസ്ല്. അത് ദീനിന്റെ അടിസ്ഥാനമാണ് താനും. അത് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത ഉലമാ വ്യത്യസ്ത വിഷയങ്ങളിൽ സ്വീകരിച്ചു പോന്ന നിലപാടുമാണ്. എത്ര ചോദിച്ചാൽ മുൻഗാമികളെ പണ്ഡിതന്മാരെ കാലത്ത് കാണാം, ഒരു കൂട്ടം മുസ്ലിം ചെറുപ്പക്കാര് മദ്യപിച്ച് ലഹരി ബാധിച്ച് ഒന്നാകെ ബോധം കെട്ട് കിടക്കുകയാണ്. അപ്പൊ വന്ന് പറഞ്ഞ ഷെയ്ഖെ കണ്ടില്ലേ, നമ്മുടെ കുട്ടികളാണ് ഈ കുടിച്ച് കിടക്കുന്നത്. ഷെയ്ഖ് പറഞ്ഞ അവിടെ കിടന്നോട്ടെ മുണ്ടുണ്ടാന്ന്, അവിടെ കിടന്നത് ഒരു എണീറ്റായാലും വലിയ കുഴപ്പമാണ്, അതേക്കാൾ നല്ല അവിടെ കിടക്കുകയാണ്. ഇവിടെ മദ്യപിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മദ്യം നിർത്തി ഓരെങ്ങാനും എണീറ്റ് വന്നാല് പിന്നെ ഓരോ കൂടെ ഫസാദ് പറയാൻ കഴിയും. അതേക്കാളും നല്ലത് തൽക്കാലം കുടിച്ച് കിടക്കുക, അവിടെ കിടന്നോട്ടെ. ആ തത്വമാണ് ഇവിടെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പഠിപ്പിച്ചത്. അതല്ലാതെ മൗലിദ് കൂടിയിട്ടും അത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടില്ല. ബിദ്അത്ത് പഠിപ്പിക്കാൻ എഴുതിയ കിതാബ്, ഏതൊക്കെ രൂപത്തിൽ ബിദ്അത്ത് വരുമെന്ന് പഠിപ്പിച്ച കിതാബ്, സ്ഥലവുമായി ബന്ധപ്പെട്ട് സമയവുമായി ബന്ധപ്പെട്ടൊക്കെ ബിദ്അത്തുകൾ കയറി വരുന്ന ആഘോഷങ്ങൾ കയറി വരുന്നതിനെ പറ്റി താക്കീത് ചെയ്ത കിതാബ്. അതിന് ഉദാഹരണം പറഞ്ഞതാണ് നബി ആഘോഷം. അത് സലഫുകൾ ചെയ്തിട്ടില്ല, മുൻഗാമിക്ക് പരിചയമില്ല, അള്ളാഹ് പഠിപ്പിച്ചില്ല, നബി ചെയ്തില്ല എന്നൊക്കെ കൃത്യമായി പഠിപ്പിച്ചതിന് ശേഷം ചില കുരുത്തം കെട്ട മനുഷ്യന്മാര് ഓൾ ചെയ്യുക നല്ലത്, കാരണം അല്ലെങ്കിൽ അതിലും പോലെ കുരുത്തക്കേട് കാണിക്കും, അവിടെ അത്തരം ആളുകളെ നിങ്ങൾ വെറുതെ വിട്ടത് ഓരോ പിന്നാലെ കൂടണ്ട എന്ന് പറഞ്ഞതിൽ നിന്നാണ് അത്തരം ചില മനുഷ്യന്മാർ അതുമായി പറഞ്ഞിട്ടുള്ളത്. കണ്ടോ കൂലിട്ടെന്ന് പറഞ്ഞില്ലേ എന്നാണ്. അപ്പൊ ആ കൂലി അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് മസ്ലഹത്ത് മാത്രമുള്ള ശർഅ് പഠിപ്പിച്ച, ദീന് പഠിപ്പിച്ച ശരിയായ നന്മ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ലഭിക്കുന്ന പ്രതിഫലമാണ് വേണ്ടത്. അല്ല തോലാസം ചെയ്തിട്ടും കിട്ടുന്ന കൂലി അതെങ്കിലും മതി എന്നല്ല തീരുമാനിക്കേണ്ടത്. ഇതും ഏതാണ്? കേവലം ജന്മദിനം ആഘോഷിക്കുക എന്നതിനെ പറ്റി മാത്രം പറഞ്ഞത്. അതിന്റെ ഭാഗമായി ശിർക്കായ വഴിപാടിന് ഇത് തെളിവാക്കാൻ പറ്റും? അതിന്റെ ഭാഗമായി എല്ലാ ബിദഅത്തും കൊണ്ടെടുക്കുന്നതിന് ഇത് തെളിവാക്കാൻ പറ്റും? അതിന്റെ ഭാഗമായി നബിയുടെ പേരിൽ കളവ് പറയുന്നത് ഇത് തെളിവാക്കാൻ പറ്റും? അതൊന്നുമില്ല. നേരെ ചില മനുഷ്യന്മാർ അന്ന് ചില ഭക്ഷണം കൊടുത്തു, ചില പാട്ടൊക്കെ പാടി, അത് പറ്റില്ലാതായാലും പിന്നെ ആ ഭക്ഷണം അതിനേക്കാൾ മോശപ്പെട്ട സംഗതി കൊണ്ടേ കൊടുക്കും, എന്നാ വേണ്ട ഇവിടെ കൊടുത്തോട്ടെ എന്ന് അവരെ കുറിച്ച് പറഞ്ഞ ഒരു വാചകമാണ് സന്ദർഭത്തിന് അടർത്തിയെടുത്ത് ഇത് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് റബീഉൽ അവ്വൽ മാസം വരുമ്പോഴേക്ക് വ്യാപകമായി സോഷ്യൽ മീഡിയകളിൽ അത്തരം ആളുകൾ പ്രചരിപ്പിക്കുന്നത്. ഇതാണ് വസ്തുത, നാം തിരിച്ചറിയുക. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ഈ ചോദ്യവുമായി ബന്ധപ്പെടുത്തി വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനാണ് ഈ സമയം ആഗ്രഹിക്കുന്നത്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്
അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ നേർവിപരീതമാണ് ഉസ്താദുമാർ സമൂഹത്തെ കേൾപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇത്തരം കളവുകളിൽ അകപ്പെടുകയും അതിൻ്റെ വ്യക്തത മനസ്സിലാകാതെ പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അൽഹംദുലില്ലാ അത് ഇവിടെ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ കാര്യത്തിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം വിശുദ്ധ ഖുർആനിന്റെ കാര്യത്തിൽ പോലും പച്ചയായ കളവ്, നുണ പറഞ്ഞുകൊണ്ടാണ് ഈ ബിദ്അത്തിനെ സ്ഥാപിക്കാൻ ഉസ്താദുമാർ ശ്രമിക്കാറുള്ളത്. ഖുർആനിന്റെ പ്രത്യേകത പഠിപ്പിച്ച സൂറത്ത് യൂനുസിലെ ആയത്തോതിയിട്ടാണ് നബിദിനം ആഘോഷിക്കാൻ ഉസ്താദുമാർ തെളിവെടുക്കാറുള്ളത്. അതുപോലെ സൂറത്ത് അംബിയായിലെ, സൂറത്ത് അഹ്സാബിലെ, സൂറത്ത് ളുഹയിലെ ആയത്തുകൾ, ഈ ആയത്തുകളുടെ ശരിയായ അർത്ഥവും താല്പര്യവും എന്താണെന്ന് പോലും പറഞ്ഞു കൊടുക്കാതെ അതൊക്കെ ഓതിയിട്ട് നബിദിനം ആഘോഷിക്കാം ഇങ്ങനെ പറയുന്നവർക്ക് ഹിജറ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഗ്രന്ഥം പൂർണ്ണമായി വായിക്കാതെ കളവ് പറയുക എന്നത് സാധ്യമാകുന്ന ഒന്നാണ്. കാരണം അള്ളാന്റെ കലാമിൽ പോലും കളവ് പറയുന്നവരാണ്. പള്ളി ദർസുകളിൽ പഠിപ്പിക്കപ്പെടുന്ന തഫ്സീറുൽ ജലാലൈനി അതെങ്കിലും വായിച്ചിരുന്നെങ്കിൽ ഈ ആയത്തുകൾ ഉദ്ധരിച്ച് ഇങ്ങനെ കളവ് സ്ഥാപിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒറ്റ ഹദീസ് പോലും ഈ വിഷയത്തിൽ സ്വഹീഹായി വന്നിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒരു കാര്യം പറഞ്ഞ് അവിടുന്നിന്റെ പേരിൽ കളവ് പറയുന്നവർക്ക് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹിന്റെ പേരിൽ കളവ് പറയാനാണോ പണി? വളരെ എളുപ്പല്ലേ. 4 ഖലീഫമാർ അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 4 ഖലീഫമാരുടെ വഴികൾ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പഠിപ്പിച്ചു. ആ 4 ഖുലഫായിന്റെ പേരിലും വമ്പൻ നുണകളാണ് ഉസ്താദുമാർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. അവർ ഒരുപാട് മീലാദിനു വേണ്ടി, ആഘോഷിക്കാൻ വേണ്ടി ധർമ്മം ചെയ്തു എന്ന് അതിന്റെ പോരിശകളായി പറഞ്ഞു നടക്കുന്നു. അപ്പൊ 4 ഖലീഫമാരുടെ പേരിൽ ഇല്ലാത്ത കിതാബ്, ഇല്ലാത്ത കാര്യങ്ങൾ എടുത്തു കാണിച്ച് കളവ് പറയുന്ന ഇവർക്കുണ്ടോ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ പേരിൽ കളവ് പറയാൻ മടി? ഇവിടെ ഫൈസൽ മൗലവി വായിച്ചു കേൾപ്പിച്ച പോലെ ആ ഗ്രന്ഥം പൂർണ്ണമായി ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്നുപോയി ചാടൂല. ഇനി അതുമല്ല, ഇപ്പൊ ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണല്ലോ ലോകം നിയന്ത്രിക്കുന്ന ഒരു വ്യാജ വലിയ CM മടവൂർ. അവരുടെ ഭാഷയിൽ തന്നെ ഭ്രാന്തനായിട്ടുള്ള ആളാണ്. അതിന്റെ വിഷയത്തിൽ തീരാത്ത അടിയാണ്. ആകെ തർക്കിച്ച് ചിന്നിച്ചെതറി പാളിക്കിടക്കാണ് 2 സമസ്തയും. ആ അവസ്ഥയാണ്. ആ വിഷയം സ്ഥാപിക്കാൻ പോലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ പേരിൽ, KM മൗലവി റഹിമഹുള്ളയുടെ പേരിൽ കളവ് പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. അവിടെ സംഭവിച്ചത് എന്താണ്? ഖുർആന്റെ ആയത്തോതി കളവ് പറഞ്ഞു, ഇല്ലാത്ത ഹദീസുകൾ ഉണ്ടാക്കി കളവ് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും പണ്ഡിതന്മാരുടെ പേരിലും കളവ് പറയാൻ ഇവർക്ക് ലജ്ജ ഉണ്ടാവുകയില്ല. അതിനാൽ ഈ വിഷയം പുത്തനാചാരമാണ്. ഇത് പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ്. ഇസ്ലാമിൽ അടിത്തറയില്ലാത്തതാണ്. ഉത്തമ തലമുറക്ക് പരിചയമില്ലാത്തതും അവർക്ക് ശീലമില്ലാത്തതും അവർ പഠിപ്പിക്കപ്പെടാത്തതുമായ കാര്യമാണ്. ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞ പോലെ അന്ന് ദീനാകാത്ത ഒരു കാര്യം ഇന്നും ദീനല്ല. സുന്നത്തുകൾ തന്നെ എമ്പാടും ഉണ്ട്. ആ സുന്നത്തുകൾ ജീവിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ 9:23 ഇൻഷാ അല്ലാഹ് അടുത്ത ചോദ്യം ചോദിക്കും. അസ്സലാമു അലൈക്കും. ഞാൻ കോട്ടക്കന്നാണ് വരുന്നത്. എൻ്റെ പേര് അൽ അമീൻ. മുഖാമുഖത്തിൽ ആദ്യമായിട്ടാണ്, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ ചോദ്യം 2 ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന് ഒരു ഹദീസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സ്വാഭാവികമായിട്ട് മുജാഹിദ് സുന്നി വിഷയങ്ങൾ നടക്കുമ്പോൾ ഒരു ഹദീസ് സുന്നി ഭാഗത്തു നിന്ന് കേൾക്കാറുണ്ട്. അതിൻ്റെ
സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. പ്രവാചകൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പ്രവാചകൻ ഒട്ടകത്തെ അറുത്തു ദാനം ചെയ്തു എന്നൊരു ഹദീസ് കേൾക്കാനിടയായി. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ലൊയീഫാണോ സ്വഹിയാണോ? അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് വിശദീകരിച്ചത്. സാധാരണ നബിദിനം ആഘോഷിക്കാൻ തെളിവുണ്ടാക്കുന്ന കൂട്ടത്തിൽ വ്യത്യസ്തമായ ആഘോഷങ്ങൾക്ക് തെളിവായി പലപ്പോഴും സമാനമായ കഥകൾ ഉദ്ധരിക്കപ്പെടാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്തു എന്ന് ഏതായാലും ഒരു ഹദീസിലും ഇല്ല. അങ്ങനെ ഇവിടെയും വന്നിട്ടുമില്ല. പിന്നെ വന്ന ഒന്നുള്ളത് നബിതങ്ങൾ നുബുവത്തിന് ശേഷം തനിക്ക് വേണ്ടി അഖീഖത്ത് അറുത്തു എന്ന സംഭവമുണ്ട്. അഖ അൻ നഫ്സിഹി, നബിതങ്ങൾ തനിക്ക് വേണ്ടി അഖീഖത്ത് അറുത്തു എന്നൊരു റിപ്പോർട്ട്. ആ റിപ്പോർട്ട് സ്വഹിയാണോ അല്ലേ എന്നൊക്കെ ചർച്ചകൾ പണ്ഡിതന്മാർക്ക് പഴയകാലം മുതലേ ഉള്ളതുമാണ്. എന്താണെങ്കിലും അത് ജന്മദിനവുമായി ബന്ധപ്പെട്ടതേ അല്ലാതെ അഖീഖത്താണ്. അപ്പൊ നബിതങ്ങൾക്ക് വേണ്ടി പ്രവാചകൻ ജനിച്ച സമയത്ത് വല്യപ്പ അബ്ദുൽ മുത്തലിബ് ഒരു മൃഗത്തെ അറുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എന്തിനാണ് പിന്നെയും അറുത്തത് എന്ന ചർച്ചയിൽ നിന്ന് അതിൽ കൊണ്ടുപോയി കെട്ടിയിട്ടാണ് പിന്നീട് ഇത് നബിദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്നാക്കി മാറ്റിയത്. ഒരിക്കലും നബിദിനങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ടല്ല അഖീഖത്ത്. അഖീഖത്ത് നമ്മളൊക്കെ അറുക്കലുണ്ടല്ലോ. കുട്ടികൾ ജനിച്ചാൽ നമ്മളൊക്കെ അഖീഖത്ത് അറുക്കാറുണ്ട്. അപ്പോൾ കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന സുന്നത്തുകൾ, ബാധ്യതകൾ, അതിൽ പറയപ്പെട്ടതിൽ ഒന്നാണ് അഖീഖത്ത് എന്നുള്ളത്. അപ്പൊ നബിദിനങ്ങൾ തനിക്ക് വേണ്ടി തന്നെ പിന്നീട് നബിയായതിനു ശേഷം അഖീഖത്ത് അറുത്തു എന്ന റിപ്പോർട്ടാണ് ഈ വിഷയത്തിൽ ആകെയുള്ളത്. അതല്ലാതെ നബിദിനങ്ങൾ തന്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് പ്രവാചകൻ അങ്ങനെ ഒരു ഒട്ടകത്തെ അറുത്തു എന്നോ ഒരു ദാനം ചെയ്തു എന്നോ ഒന്നുമുള്ള ഒരു സംഭവം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമാനമായി പിന്നെ പ്രചരിപ്പിക്കാറുണ്ട് നബിദിനം ഖദീജയ്ക്ക് വേണ്ടി ആടിനറുത്തു. ഇങ്ങനെ ഓരോ കഥകൾ പലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അത് നബിദിനം ആഘോഷിക്കാനും പറയും, ഖദീജ ബീവിനെ ആണ്ട് കഴിക്കാനും പറയും. ഇങ്ങനെ എല്ലാത്തിനും തെളിവായി പലപ്പോഴും ഈ 1-2 സംഭവങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടാറുള്ളത്. അതും തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി അറുത്തു എന്നെവിടെയുമില്ല. നബിതങ്ങൾ വീട്ടിൽ എപ്പോൾ അറുത്താലും ഖദീജയുടെ കൂട്ടുകാർക്ക് കൊടുത്തയക്കാറുണ്ട് എന്നാ ഉള്ളത്. അതൊരു ഭാര്യയുടെ സുഹൃത്ത് ബന്ധങ്ങൾ നിലർത്തുക എന്ന വകുപ്പിലാണ് നബിതങ്ങൾ ചെയ്തത്. റുബമാദബഹസാത്തൻ, നബിതങ്ങളെ പലപ്പോഴും വീട്ടിൽ ആടി നടക്കുകയാണെങ്കിൽ അതിനെ കഷ്ണം മുറിക്കും. എന്നിട്ട് ഖദീജ, ഖദീജയുടെ കൂട്ടുകാരികൾക്ക് അത് കൊടുത്തയക്കാറുണ്ട് എന്ന്. ഖദീജ ഉള്ള കാലത്ത് അങ്ങനെയായിരുന്നു. ഖദീജ ബീവി ജീവിച്ചിരിക്കുന്ന കാലത്ത് വീട്ടിൽ എന്ത് സ്പെഷ്യൽ ഉണ്ടായാലും അയൽവാസികൾക്ക് അതേപോലെ വേണ്ടപ്പെട്ട പലർക്കും അവർ കൊടുക്കാറുണ്ട്. അപ്പൊ അവർ വഫാത്തായതിനു ശേഷവും നബിതങ്ങൾ അത് നിലനിർത്തി. ആ ഒരു മാതൃക തന്റെ ഭാര്യ തുടങ്ങി വെച്ച ആ ഒരു രീതി അത് അവസാനിപ്പിച്ചില്ല. അത് നബിയും തുടർന്നു വന്നു എന്നേ അതിലുമുള്ളൂ. അതും ഇങ്ങനെ ആടിറക്കാനും പോത്തിറക്കാനും ഒക്കെ തെളിവായി പലപ്പോഴും പലരും കൊണ്ടുവരാറുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. ഇതാണ് ആ വിഷയത്തിലുള്ളത്. അതല്ലാതെ നബിതങ്ങൾ താൻ ജനിച്ചതിന്റെ പേരിൽ സന്തോഷിച്ചുകൊണ്ട് ആടിനർത്തു എന്നോ ഒട്ടകത്തർത്തു എന്നോ ഒന്നും തന്നെ അതിലില്ല. ഇമാം ബൈഹഖി ഉദ്ധരിച്ച റിപ്പോർട്ടാണ് അഖ അൻ നഫ്സിഹി, നബിതങ്ങൾ തനിക്ക് വേണ്ടി അഖീഖത്ത് എന്ന് പറയുന്ന ആ റിപ്പോർട്ട് അത് സ്ഥിരപ്പെട്ട റിപ്പോർട്ട് അല്ല എന്നാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. അത് ബാത്തിലാണ് എന്നുവരെ അതേക്കുറിച്ച് പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ കഴിയും. വല്ലാഹു അഅലം. രണ്ടാമത്തെ ചോദ്യം, സ്വഹാബത്തുകളുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം വ്യത്യസ്തമായ പ്രവാചക സ്നേഹമാണ് അവരോരോരുത്തരും കാഴ്ചവെച്ചത്. ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകന്റെ പല്ല് പൊട്ടിയപ്പോൾ സ്വഹാബത്തുകൾ അത് പൊട്ടിച്ചു സ്വന്തം പല്ല്. വഫാത്തായെന്നറിഞ്ഞപ്പോൾ മദീന വിട്ട് പോയ സ്വഹാബത്തുകൾ, വഫാത്തായതിൻ്റെ പേരിൽ മദീനയിൽ നിന്ന് പോവാത്ത സ്വഹാബത്തുകൾ, ഇങ്ങനെ പരസ്പര സ്നേഹങ്ങളാണ് അവർ പങ്കുവെച്ചതും കാണിച്ചതും. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. പരിശുദ്ധ ഖുർആനിലൊരു ആയത്തുണ്ട്, ലോകത്തിന് മുഴുവൻ കാരുണ്യമായിട്ടാണ് പ്രവാചകനെ ഈ ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചത്. ആ പ്രവാചകന്റെ പേരിൽ ഒരു പ്രത്യേക സുന്നത്താണ് എന്നും നിർബന്ധമെന്നും അല്ലാത്ത രീതിയിൽ പ്രവാചകന്റെ ജന്മദിനം റബീഉൽ അവ്വൽ 12-ലാണെന്ന് ഒരുവിധ പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും ഡേറ്റിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ജന്മദിനത്തിൽ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് എന്താണ് തെറ്റ് എന്നാണ് എൻ്റെ ചോദ്യം. പ്രവാചകന്മാർ സ്വഹാബത്തുകളും കാണിച്ചു തരാത്തത് നമ്മൾ ദീനിൽ കടത്തിക്കൂട്ട്, അതൊക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നമ്മളൊരു സുന്നത്ത് ഉണ്ടാക്കുന്നില്ല, ഒരു നിർബന്ധം പറയണമെന്നില്ല. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ പോലെ അല്ല പ്രവാചകൻ. അതുകൊണ്ട് എന്താണ് അങ്ങനെ ചെയ്യുന്നതിൽ നിന്നാണ് എൻ്റെ ചോദ്യം. ശരി, നല്ല ചോദ്യം.
നബിതങ്ങൾ വന്നു എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് തീർച്ചയായും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമ്മൾ യഥാർത്ഥ ഈമാൻ സ്വീകരിക്കാൻ നിമിത്തമായത് നബിതങ്ങളുടെ വരവാണ്. നമ്മൾ നരകത്തിൽ രക്ഷപ്പെടാൻ കാരണമായത് നബിതങ്ങളുടെ വരവാണ്. സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് കിട്ടിയത് നബിതങ്ങൾ നിയോഗിക്കപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. ശരിയായ വഴിയും അല്ലാത്ത വഴിയും വേർതിരിച്ച് കിട്ടിയത് നബിതങ്ങളുടെ ആഗമനം തന്നെയാണ്. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, താങ്കൾ സൂചിപ്പിച്ച വചനം അതാണ്. ലോകർക്ക് മുഴുവൻ കാരുണ്യമായി കൊണ്ടല്ലാതെ നബിയെ താങ്കൾ നിയോഗിച്ചിട്ടില്ല. നബിയുടെ കാരുണ്യം വിശ്വാസികൾക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കുമുണ്ട്, എല്ലാ ജീവികൾക്കുമുണ്ട്. എല്ലാവർക്കും ഒരു നിലയ്ക്ക് മറ്റൊരു നിലയ്ക്ക് കാരുണ്യമുണ്ട്. ഒരു മൃഗത്തെ അറുക്കുമ്പോൾ നാം പാലിക്കേണ്ട മര്യാദകൾ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നായക്ക് വെള്ളം കൊടുത്ത് സ്വർഗത്ത് പോയി എന്ന് പഠിപ്പിച്ചവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ ആ നായയോട് പോലും കാരുണ്യം കാണിക്കാൻ, അജർ, പച്ചക്കരമുള്ള എല്ലാത്തിനും പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അയൽപ്പക്ക മര്യാദ പഠിപ്പിച്ചു, അതേപോലെ കുടുംബ ബന്ധങ്ങൾ പഠിപ്പിച്ചു. ലോകത്തെ എല്ലാവരോടും, നാടിനോടും രാജ്യത്തോടും ഭരണകർത്താക്കളോടും തുടങ്ങി എല്ലാ മനുഷ്യരോടും എല്ലാ ജീവികളോടും നാം പാലിക്കേണ്ട നിയമങ്ങൾ, മര്യാദകൾ എല്ലാം നബിതങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ നബിതങ്ങളുടെ നിയോഗം കൊണ്ടുണ്ടായ കാരുണ്യം എന്നത് അത് ഒരു നിലയ്ക്ക് മറ്റൊരു നിലയ്ക്ക് അനുഭവിക്കാത്ത ഒന്നും ഏതുമില്ല ലോകത്ത് എന്നത് സത്യമാണ്. ആ നിലയ്ക്ക് സന്തോഷമുണ്ടാവുക സ്വാഭാവികവുമാണ്, ഉണ്ടാവേണ്ടതുമാണ്, അതില്ലാതിരിക്കില്ല. ദിവസം എല്ലാ സമയത്തും അൽഹംദുലില്ലാഹി ഹദാന, നമുക്ക് ഹിദായത്തിൽ അല്ലാഹു തആലക്ക് സർവസ്തുതിയും എന്ന് പറയുന്ന ആ സന്തോഷത്തിന്റെ ഭാഗം തന്നെയാണ്. എന്നാൽ അതിന്റെ മറവിൽ ഒരു പ്രത്യേക ദിവസത്തിൽ പ്രത്യേകമായ ഒരു ആചാരം ചെയ്യണമെങ്കിൽ അത് സവിശേഷത കൽപ്പിക്കുന്നില്ല എന്ന ന്യായം പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് സവിശേഷമായി കഴിഞ്ഞു. ഇത് അങ്ങനെ ആയത്തും ഹദീസുമായി ദുർവ്യാഖ്യാനിച്ച് തെളിവുണ്ടാക്കി വ്യാപകമായി ഇത് ചെയ്യാത്തവൻ പുത്തൻവാദിയാണ് എന്നുവരെ ഇവിടെ വിവരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇത് വാജിബായ രൂപത്തിൽ പോലും ആളുകൾ ഇന്നതെ കാണുന്ന സാഹചര്യമുണ്ടായി. അത്തരമൊരു ഘട്ടത്തിൽ മതത്തിൽ ഒരു ബിദ്അത്തായ കാര്യം, അനാചാരമായ കാര്യം കടത്തിക്കൂട്ടപ്പെടുകയും അത് സുന്നത്തോ ഫർളോ ആയി ആളുകൾ ഗണിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് എത്തുമ്പോൾ അതിനോട് പൂർണ്ണമായും മാറി നിൽക്കുക എന്ന് മാത്രമല്ല, അതല്ല ശരി, ഇതല്ല എന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് എന്ന് ബോധ്യപ്പെടുത്തുന്ന യഥാർത്ഥത്തിൽ ആ സ്നേഹത്തിന്റെ ഭാഗം. അതാണ് ഈ മുഖാമുഖമടക്കം. നബിയുടെ സ്നേഹം തന്നെയാണ് ഈ മുഖാമുഖത്തുള്ള പ്രചോദനം. അള്ളാന്റെ ഹബീബിന്റെ പേരിൽ എല്ലാ കഥകൾ വ്യാപകമായി പാടാനും പറയാനും ഒരുക്കം കാണുമ്പോൾ സഹോദര ശരിയല്ല, ഇത് ചെയ്യല്ല എന്ന് ബോധ്യപ്പെടുത്തി ആ ഹബീബിയുടെ സ്നേഹത്തെ പ്രകടിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതേസമയം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നബിയുടെ സ്നേഹം നമുക്ക് ഏതൊക്കെ രൂപത്തിൽ അത് ജീവിതത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയുമോ അതൊക്കെ പ്രകടിപ്പിക്കാം. ഈ കൂട്ടായ്മയുടെ തന്നെ സംരംഭമാണ് പീസ് റേഡിയോ. ആ പീസ് റേഡിയോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നബിതങ്ങളുടെ വ്യത്യസ്തമായ ഗുണഗണങ്ങളെ വളരെ വിശദമായി പ്രതിപാദിക്കുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ പീസ് റേഡിയോയിൽ കാണാൻ പറ്റും. പ്ലേ സ്റ്റോർ എടുത്ത് പീസ് റേഡിയോ എന്ന് സെർച്ച് ചെയ്താൽ ഒരു പച്ച ഐക്കൺ വരും. അത് ഡൗൺലോഡ് ചെയ്താൽ 24 മണിക്കൂറും ലോകത്തെവിടെ പോയാലും ലഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോയാണ് പീസ് റേഡിയോ. അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നബിതങ്ങളെ പറ്റി ഇത്ര കൃത്യമായി പഠിപ്പിക്കുന്ന, നബിയുടെ സ്നേഹം വർദ്ധിക്കാൻ ഉതകുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നമുക്കതിൽ കാണാം. പ്രവാചകർക്കെതിരെ എവിടെയൊക്കെ വിമർശനങ്ങൾ വന്നോ അവിടെയെല്ലാം ആ വിമർശനത്തെ പ്രതിരോധിച്ചുകൊണ്ട് വ്യത്യസ്തമായ സംരംഭങ്ങൾ നമ്മളൊക്കെ സംഘടിപ്പിച്ചു വരുന്നു. അതേപോലെ എല്ലാ രംഗത്തും ആ നബിതങ്ങളെ മഹത്വങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസുകൾ, ശർഹു ശമാഇലിൻ നബി, നബിതങ്ങളുടെ സവിശേഷതകൾ പഠിപ്പിക്കുന്ന ക്ലാസ് ഞാൻ എടുക്കുന്ന ഇവിടെ തൊട്ടടുത്ത് തിരുവേങ്ങാടിക്കടുത്ത് ചെറുമുക്ക് പള്ളിയിൽ എന്റെ സ്ഥിരം ക്ലാസ് ഉണ്ട്. നബിതങ്ങളുടെ സവിശേഷതകൾ, ശമാഇലുൻ നബി, നബിതങ്ങളുടെ സവിശേഷതകൾ വിശദമായി സ്വഹീഹ് ഹദീസ് മാത്രം വെച്ചുകൊണ്ട് നബിതങ്ങളെ ഓരോന്നും എടുത്തു കാണിക്കുന്ന, നബിയുടെ സ്നേഹം ഓരോന്നും ഓരോ നിമിഷത്തിലും വർദ്ധിക്കാനിടയാകുന്ന രൂപത്തിലുള്ള ഹദീസുകളെ വെച്ചുകൊണ്ടാണ് ആ ക്ലാസ് ഉള്ളത്. അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത് യൂട്യൂബിൽ ലഭ്യവുമാണ്. ഇങ്ങനെ ലോകത്ത് വ്യാപകമായി നടക്കുന്നു. അതൊക്കെ സ്നേഹത്തിന്റെ ഭാഗമാണ്. എന്നാൽ റബീഉൽ 12 എന്ന് വെക്കുമ്പോൾ സവിശേഷ കൽപ്പിക്കൽ വന്നു. അന്നത്തെ ദിവസം തിരഞ്ഞെടുക്കുമ്പോൾ സവിശേഷ കൽപ്പിക്കൽ വന്നു. അത് അങ്ങനെ സവിശേഷ കൽപ്പിക്കാൻ മതത്തിൽ നമുക്ക് അധികാരമില്ല. ഒരു ദിവസത്തിന്, ഒരു സമയത്തിന്, ഒരു രൂപത്തിന്, ഒരു എണ്ണത്തിന് ഒന്നും നമ്മുടെ വക സവിശേഷ കൽപ്പിക്കാൻ അധികാരമില്ല. അപ്പോൾ ഒരു ദിക്ർ 10 വട്ടം ചൊല്ലൽ സുന്നത്താണ് എന്ന് പറയണമെങ്കിൽ നബിതങ്ങൾ പറയണം. ഒരു പ്രാർത്ഥന രാവിലെ ചൊല്ലൽ സുന്നത്താണ് എന്ന് പറയണമെങ്കിൽ നബിതങ്ങൾ പഠിപ്പിക്കണം. ഒരു പ്രാർത്ഥന വെള്ളിയാഴ്ച പ്രത്യേകം സുന്നത്താണ് പറയണമെങ്കിൽ നബിതങ്ങൾ പഠിപ്പിക്കണം. അപ്പൊ ഇന്ന സമയത്ത്, ഇന്ന സ്ഥലത്ത്, ഇത്ര എണ്ണം, ഇന്ന രൂപത്തിൽ എന്നൊക്കെ പറയണമെങ്കിൽ അത് അല്ലാഹുവും റസൂലും പഠിപ്പിച്ചെങ്കിലേ അത് അംഗീകാരമുള്ളൂ. അല്ലെങ്കിൽ അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന പുത്തൻ ആചാരങ്ങൾ എന്ന ഗണത്തിലേക്ക് അത് മാറുക. അതുകൊണ്ട് തന്നെ ആ രീതി ശരിയല്ല. അതോടൊപ്പം നബിതങ്ങൾ ജനിച്ചത് റബീഉൽ 12 എന്നത് ഏകോപിച്ച കാര്യമേ അല്ല. റബീഉൽ 2 എന്ന് പണ്ഡിതന്മാരുണ്ട്.
റബീഉൽ അവ്വൽ 8-നാണ് എന്ന അഭിപ്രായമാണ് ഹദീസ് പണ്ഡിതന്മാർ മഹാഭൂരിപക്ഷവും സ്വീകരിച്ചത്. റബീഉൽ അവ്വൽ 8-നാണ് എന്ന അഭിപ്രായമാണ്. 12-നാണ് എന്ന അഭിപ്രായമുണ്ട്, 15-ലാണ് അഭിപ്രായമുണ്ട്, 22-ലാണ് അഭിപ്രായമുണ്ട്, റമദാനിലാണ് എന്നുവരെ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ കൂടി കാണാൻ കഴിയും. ബർസഞ്ചി മൗലിദ് എടുത്താൽ ആ മൗലിദിൽ ഉണ്ട് ഈ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പറയുന്നു. ഫത്ഹുൽ ബാരിയിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ പിന്നെ തായിഫുൽ മആരിഫ് എന്ന കിതാബിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. അല്ലാമ സ്വാഹിബ് ഷാമിയുടെ സുബുൽ ഹുദാ വർ റഷാദ് എന്ന കിതാബിൽ ഈ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റബീഉൽ 12-ലാണ് നബി തങ്ങൾ ജനിച്ചത് എന്ന് മുസ്ലിം ലോകം ഏകോപിച്ച് പറഞ്ഞ കാര്യമൊന്നുമല്ല. എന്തിനേറെ മുസഫർ രാജാവ് ആ കാലത്ത് നബിദിനാഘോഷം ഉണ്ടാക്കിയപ്പോൾ പോലും ഈ അഭിപ്രായ വ്യത്യാസത്തെ മാനിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കൊല്ലം റബീഉൽ അവ്വൽ 2-ന് ആഘോഷിക്കും, അടുത്ത കൊല്ലം 8-ന് ആഘോഷിക്കും, അടുത്ത കൊല്ലം 12-ന് ആഘോഷിക്കും എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. അത് ഒരു തീരുമാനമാകാത്തത് ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞുവല്ലോ, ഹിജ്റ കലണ്ടർ രൂപീകരിച്ചപ്പോൾ പോലും കലണ്ടർ നമുക്ക് എന്ന് മുതൽ ഉണ്ടാക്കി തുടങ്ങാം, നബി തങ്ങൾ ജനിച്ച അവിടെ മുതലാവട്ടെ എന്ന അഭിപ്രായം വന്നപ്പോ എന്തുകൊണ്ട് തീരുമാനമായില്ല? നബി ജനിച്ചത് എന്നാ ഉറപ്പില്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മളത് അവിടെ തുടങ്ങുക? അവിടെ അത് വേണ്ട എന്നാണ് സ്വഹാബിമാർ പോലും തീരുമാനമെടുത്തത് എന്നിവിടെ പറഞ്ഞു നേരത്തെ. അതുകൊണ്ട് തന്നെ നബിതങ്ങളുടെ പേരിൽ, മതത്തിന്റെ പേരിൽ എന്തൊന്ന് കൊണ്ടുവരണം, ഒരു ആയത്തോതലോ ഒരു ദിക്ർ ചൊല്ലലോ എന്താണെങ്കിലും ശരി, മതത്തിന്റെ പേരിൽ കൊണ്ടുവരണമെങ്കിൽ അല്ലാഹു റസൂലും പഠിപ്പിക്കണം. അല്ലാത്തിടത്തോളം അത് ബിദ്അത്തായി മാറും. എന്നാൽ സ്നേഹം ജീവിതത്തെ എല്ലാ സമയത്തും എല്ലാ ഘട്ടത്തിലും നബിയോട് അങ്ങേയറ്റം ഉണ്ടാവേണ്ടതും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നബിതങ്ങളുടെ പാതയെ അപ്പടി പിൻപറ്റി നബിതങ്ങളെ മാതൃകയാക്കി നബിതങ്ങളെ സ്നേഹിച്ച് അവിടത്തേക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവിടുത്തെ പേര് സ്വലാത്ത് ചൊല്ലി അങ്ങനെ നബിയെ സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും കൊണ്ട് തന്നെയാണ് ഒരു വിശ്വാസം മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു അഅലം. ഉണ്ടോ? അതായത് പുസ്തകം പറഞ്ഞു പ്രവാചകന്റെ സ്നേഹത്തോടനുബന്ധിച്ചാണ് നിങ്ങൾ ഈ മുഖാമുഖം നടത്തുന്നതെന്നും പ്ലേ സ്റ്റോറിലെ പീസ് റേഡിയോ എന്ന് പറഞ്ഞൊരു സംരംഭം ആരംഭിച്ചതും എന്നും പറഞ്ഞു. ഇതൊന്നും സ്വഹാബത്തുകൾ കാണിച്ചെന്ന മാതൃക അല്ലല്ലോ. ഇതൊന്നും സ്വഹാബത്തുകൾ കാണിച്ചെന്ന് അന്ന് പീസ് റേഡിയോ ഇല്ല, പ്ലേ സ്റ്റോർ ഇല്ല. അപ്പൊ എങ്ങനെ ഇത് വിദഗ്ധാവൂലേ? ഇല്ല. എങ്ങനെ? അത് ദുന്യവിയായ സൗകര്യം ഉപയോഗപ്പെടുത്തലാണ്. ഓക്കെ, അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇസ്ലാമില് സുന്നത്താണ്, നബിദിനം സുന്നത്താണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നബിദിനം സുന്നത്താണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സുന്നത്താണെങ്കിൽ പ്രവാചകൻ പറയണം, സ്വഹാബത്തുകൾ കാണിച്ചു തരണം. ഓക്കെ, എന്റെ ചോദ്യം, ഹറാമായ രീതി മാറ്റിവെച്ചാൽ എന്തുകൊണ്ടൊരു വിശ്വാസിക്ക് റബീഉൽ അവ്വൽ ദിനത്തിൽ മാന്യമായ രീതിയിൽ പ്രവാചകന്റെ മദ്ഹ് പറയാനും പ്രവാചകന്റെ ജീവിതം പങ്കുവെക്കാനും എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൂടാ? നിങ്ങൾ ഇതുപോലെ പീസ് റേഡിയോ ഉപയോഗിക്കുന്നത് പോലെ എന്തുകൊണ്ട് നടത്തിക്കൂടാ എന്നാണ് എന്റെ ചോദ്യം. അതാണ് പറഞ്ഞത്, റബീഉൽ 12 എന്ന് നിശ്ചയിക്കുമ്പോൾ സവിശേഷത വന്നു. അങ്ങനെ ഒരു മിനിറ്റ്, നിങ്ങൾ പറഞ്ഞു റബീഉൽ അവ്വൽ 12 എന്ന് നിശ്ചയിക്കുമ്പോൾ വിദഗ്ധ വന്നു. എങ്ങനെ പീസ് റേഡിയോ വിദഗ്ധാവാതിരിക്കും? അതൊരു വ്യവസ്ഥയല്ലേ? പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടി, ഞാൻ തർക്കിക്കാൻ വന്നതല്ല, എന്റെ ജീവിതത്തിൽ ഒരുപാട് വെളിച്ചം കാണിച്ചു തന്ന ഒരു പ്രഭാഷകനാണ് ഫൈസൽ മൗലവി. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇന്നെ പലയിടത്തും നാട്ടിലും വീട്ടിലും മുജാഹിദ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും തർക്കിക്കാൻ വന്നല്ല, സത്യം മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രവാചക സ്നേഹം പീസ് റേഡിയോയിലൂടെ പങ്കുവെക്കുന്നു, മുഖാമുഖം നടത്തുന്നു. ഞാൻ പറയുന്നത് മ്യൂസിക് ഒഴിവാക്കിയാൽ, വിദേഹത്ത് എന്ന് വിശ്വസിക്കാതെ, അതായത് നമ്മൾ സുന്നത്താണെന്ന് വിശ്വസിക്കുന്നില്ല, ലോകത്തിന് കാരുണ്യമായ നബിയെ ആ ജന്മദിനം അത് ഹലാലായ രീതിയിൽ നല്ലപോലെ ആഘോഷിക്കുന്നതിന് എന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. പറയാം. റബീഉൽ മാസമെന്നോ 12 എന്നോ വെക്കുന്നതോട് കൂടി തന്നെ സവിശേഷത കൽപ്പിക്കൽ വന്നു. ജന്മദിനം എന്ന് വെക്കുമ്പോൾ സവിശേഷത കൽപ്പിക്കൽ വന്നു. അതൊന്നുമില്ല. കൊല്ലത്തിൽ ഏത് സമയത്തും സൗകര്യം പോലെ എപ്പോഴും ഒരാൾ നബിയെക്കുറിച്ചുള്ള മഹത്വങ്ങൾ പഠിക്കുന്നു, അത് പഠിപ്പിക്കുന്നു, നബിയുടെ ചര്യകളെ മാതൃകയാക്കുന്നു, അത് പകർന്നു കൊടുക്കുന്നു, അത് സംവിധാനം ഉണ്ടാക്കുന്നു. അതൊന്നും ബിദ്അത്തല്ല. പിന്നെ ഉള്ളതിന് ഭൗതികമായ സൗകര്യമൊരുക്കാം, അത് ഏതിനും പറ്റും. പരിമിതങ്ങളുടെ കാലത്ത് പള്ളി ഓലയാണ്, പിന്നെ അത് ഓടായി വാർപ്പായി വ്യത്യസ്തമായ രൂപത്തിൽ വന്നു. അത് ദുന്യവിയായി ഭൗതികമായി സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തലാണ്. അതേസമയം ഓലപ്പള്ളി നിസ്കരിച്ചാൽ ഉള്ളതിനേക്കാൾ കൂലി വാർപ്പിന പള്ളി നിസ്കരിച്ചാൽ കിട്ടും എന്നാണെങ്കിലോ അത് ബിദ്അത്തായി മാറുകയും ചെയ്യും. അപ്പൊ എന്നതുപോലെ ഒരു മാതൃക ഈ വിഷയത്തിൽ അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കതിന് ഏത് വഴിയും ഉപയോഗിക്കാം. ഇപ്പൊ നബിതങ്ങളുടെ കാലത്ത് കാരക്ക കൊടുത്തു, നമുക്കിന്ന് ബിരിയാണി കൊടുക്കാം, മന്തി കൊടുക്കാം, കുഴപ്പമില്ല. എന്നാൽ ഇതേ ന്യായം വെച്ചുകൊണ്ട് നബിതങ്ങൾക്ക് ശേഷം സ്വഹാബിമാരോ താബികളോ തബൂ താബികളോ അവരാരും ഇതൊക്കെ മാറ്റി നിർത്തി നബി ജനിച്ച ദിവസമാണ് അന്ന് ഹലാലായ നിലക്ക് ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ നമുക്കതാവാം. അതുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത്. നമ്മളെക്കാൾ ഏറെ നബിയെ സ്നേഹിച്ചവർ സ്വഹാബിമാരാണല്ലോ. നമ്മേക്കാൾ ഏറെ നബിയെ സ്നേഹിച്ചവർ സ്വഹാബിമാരാണ്. ആ സ്വഹാബിമാർ ചെയ്ത ജീവിതത്തിലുടനീളം
നബിതങ്ങളുടെ മഹത്വങ്ങളെ അവർ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നു. സ്വന്തം ശരീരത്തേക്കാളേറെ അവർ നബിയെ സ്നേഹിക്കുന്നു. മക്കളെക്കാൾ, ഭാര്യമാരേക്കാൾ, മാതാപിതാക്കളെക്കാൾ ഏറെ നബി ഞങ്ങളെ സ്നേഹിക്കുന്നു. അതാണ് സ്വഹാബത്തിന്റെ മാതൃക. ആ മാതൃകയാണ് നമ്മളും ചെയ്യേണ്ടത്. അത് ഒരു ദിവസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സവിശേഷ കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ആ ദിവസം സെലക്ട് ചെയ്തതോടുകൂടി സവിശേഷതയായി മാറി. ജന്മദിനം എന്ന് വെക്കുന്നതോടുകൂടി സവിശേഷതയായി മാറി. ഞാൻ നേരത്തെ മുസ്തഖീം എന്ന ഇബ്നു തൈമിയ്യ കിതാബ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, അസുല് ഒരു ദിവസത്തിന്, ഒരു സ്ഥലത്തിന്, ഒരു സമയത്തിന് എന്തെങ്കിലും ആ സമയത്ത് പ്രത്യേകമായി ഉണ്ട്, ചെയ്യേണ്ടതുണ്ട് എന്ന് വരണമെങ്കിൽ അല്ലാഹു റസൂലോ പറയണം. പിന്നെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ആ ദിവസം അങ്ങനെ സവിശേഷമായി ഇവിടെ ആളുകൾ സ്വീകരിച്ചു പോവുകയും അന്ന് ഇതിനെ പേര് വ്യാപക ബിദ്അത്ത് നടക്കുകയും ശിർക്ക് നടക്കുകയും ഇത് മതത്തിന്റെ ഒരു ആചാരമായി, മതചിഹ്നമായി മാറുകയും ചെയ്യുന്നതോടുകൂടി ഇനി അവിടെ എനിക്ക് പ്രത്യേക ഉദ്ദേശമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അതിനൊരാൾ രക്ഷപ്പെടുന്നില്ല എന്നതാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഒന്നാം വഴുതം ചുരുക്കി പറയാം. മറുപടി തൃപ്തിയായിട്ടില്ല. കാരണം നിങ്ങളൊരു വ്യവസ്ഥയിലാണ് ഇപ്പോൾ പോണത്. മുഖാമുഖം നടത്തുന്നു, പ്രവാചകന്റെയോ സ്വഹാബത്തുകളുടെ മാതൃക ഇല്ല, പീസ് റേഡിയോക്ക് മാതൃക ഇല്ല. അപ്പോൾ മറുപടി തൃപ്തിയായിട്ടില്ല. ഓക്കെ, അതായത് ഏത് വിഷയത്തിൽ നമുക്ക് ഏത് വിഷയത്തിലും നമ്മുടേതായ ഒരു വ്യവസ്ഥ ഭൗതികമായി ഉണ്ടാക്കാം. ഇപ്പൊ ഈ മുഖാമുഖം വെച്ചു സഫർ മാസത്തിലാണ്, റബീഉൽ 12 നോക്കിയിട്ടല്ലേ വെച്ചത്. അത് എല്ലാവർക്കും സൗകര്യപ്പെട്ട ദിവസം നോക്കി, എല്ലാവർക്കും ഒഴിവുള്ള സമയം നോക്കി, അങ്ങനെയാണ് ഈ ദിവസം സമയം ഒത്തുവന്നത്. എന്നപ്പോൾ ഒരാൾക്ക് ഇപ്പൊ നബിയുടെ ജീവിതം പഠിക്കാൻ അയാൾ എന്നും രാവിലെ സുബഹിക്ക് ശേഷം 1 മണിക്കൂർ അതിന് ഒരു കിതാബ് വായിക്കായിരുന്നു. വിദേഹത്താണോ? അല്ല. നബിയുടെ മഹത്വം പറയുന്ന കിതാബ് വായിച്ച് പഠിക്കാൻ വേണ്ടി അയാൾ എന്നും രാവിലെ 1 മണിക്കൂർ മാറ്റി വെച്ചു. അല്ലെങ്കിൽ അയാൾക്ക് ഞായറാഴ്ച ഒഴിവാണ്, ഞാൻ എല്ലാ ഞായറാഴ്ച രാവിലെ എനിക്ക് അങ്ങനത്തെ ക്ലാസ് കേൾക്കണം. അയാൾ ആ ക്ലാസ് സെർച്ച് ചെയ്ത് തപ്പെടുത്തിട്ട് ഞായറാഴ്ച അത് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നു. വെള്ളിയാഴ്ച ഖുർആൻ ക്ലാസ്സിൽ പോയിരിക്കുന്നു. അത് വിദേഹത്താവോ? ഇല്ല. എന്നാൽ ഞായറാഴ്ച അതിലിരിക്കൽ പ്രത്യേകമാണെന്നാലോ അപ്പൊ വിദേഹത്തായി മാറും. അതാണ് ഏത് വിഷയത്തിലും ഉള്ളത്. നബി തങ്ങൾ ഒരിക്കൽ വീട്ടിലേക്ക് വന്നപ്പോൾ നബിയുടെ പത്നി ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നോമ്പുകാരിയാണ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എന്താണ് നിനക്ക് നോമ്പ്? അവർ പറഞ്ഞു, വെള്ളിയാഴ്ചയല്ലേ നബിയെ, അതുകൊണ്ട് നോമ്പ് നോറ്റതാണ്. നബി തങ്ങൾ ചോദിച്ചു, നീ ഇന്നലെ നോറ്റിരുന്നുവോ? അവർ പറഞ്ഞു, ഇല്ല. നാളെ നോക്കാൻ ഉദ്ദേശമുണ്ടോ? ഇല്ല. നബി തങ്ങൾ പറഞ്ഞു, ഫഅഫ്തിരി, എങ്കിൽ നീ ആ നോമ്പ് മുറിച്ചു കളയുക. അതെന്തേ? വെള്ളിയാഴ്ചയല്ലേ, അതുകൊണ്ടൊരു നോമ്പ് ഇല്ല. എന്നാ ഒരാള് നോറ്റങ്ങനെ പോവാണ്. അപ്പൊ 2 ദിവസം നോക്കാൻ വെച്ചു, വ്യാഴം വെള്ളി ഒത്തു വന്നു, അത് യാദൃശ്ചികമായി ഒത്തതാണ്, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇടവട്ട ദിവസം നോക്കുകയാണ്, തിങ്കളാഴ്ച നോറ്റു, ചൊവ്വാഴ്ച ഇല്ല, ബുധനാഴ്ച നോറ്റു, വ്യാഴാഴ്ച ഇല്ല, വെള്ളിയാഴ്ച നോറ്റു, ശനിയാഴ്ച ഇല്ല, അങ്ങനെ നോറ്റു പോവുകയാണെങ്കിലോ ഒരു കുഴപ്പമില്ല. എല്ലാ വെള്ളിയാഴ്ചയും തന്നെ പിടിച്ച് നോമ്പ് വയ്ക്കുക, അത് പറ്റൂല. എല്ലാ തിങ്കളാഴ്ച നോമ്പ് നോക്കുക, സുന്നത്താണ്. എല്ലാ വ്യാഴാഴ്ച നോമ്പ് നോക്കുക, സുന്നത്താണ്. എല്ലാ ശനിയാഴ്ച നോമ്പ് വയ്ക്കുക, പാടില്ലാത്ത കാര്യമാണ്. അതാണ് ഇതിലുള്ളത്. അത് ഒരുപാട് വിഷയത്തിൽ നിബിധങ്ങൾ അങ്ങനെ രീതി പഠിപ്പിച്ചിട്ടുണ്ട്. ദീനിന്റെ അസ്ല് അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. എന്നാൽ ഭൗതികമായി നമ്മുടെ സൗകര്യം ഒഴിവും കാര്യമൊക്കെ നോക്കി നമുക്ക് വിഷയത്തിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയാൽ ആ വ്യവസ്ഥ കൊണ്ട് മാത്രം ബിദ്അത്താകുന്നില്ല. ആ വ്യവസ്ഥ ദീനിന്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ അത് ബിദ്അത്തായി മാറുകയും ചെയ്യും. അപ്പൊ ഈ മുഖാമുഖം നബിദിനാഘോഷത്തിന് മുഖാമുഖം അത് ഇന്ന് നടത്തിയ പ്രത്യേക പുണ്യുണ്ട്, ഇത് പിന്നെ ഇന്നത്തെ ദിവസം പ്രത്യേകമാണ് എന്നാണെങ്കിലോ ഇതും ബിദ്അത്തായി മാറും. അതാണ് ഈ വിഷയത്തിലുള്ള ഒരു അസ്ല്, അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അല്ലാഹു അഅലം. ശരി, അടുത്ത ആൾ ചോദിക്കാതിരിക്കണോ? ചോദിക്കാതിരിക്കാം. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, സമയം വൈകിട്ടില്ലേ? ജസ്റ്റ് പറഞ്ഞോളി, ആയിക്കോട്ടെ, ഒന്ന് കൊടുത്താളി, കോയക്ക ഒന്ന് കൊടുത്താളി, പറഞ്ഞോട്ടെ. മറുപടി തൃപ്തിയായിട്ടില്ല. അസ്സലാമു അലൈക്കും. വിശദമായി പഠിക്കുക, ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഒരു സംതൃപ്തി നൽകട്ടെ. അസ്സലാമു അലൈക്കും. അപ്പോൾ ചോദ്യത്തിന് മുമ്പ് 1-2 റിക്വസ്റ്റ്, അവസാനത്തെ ചോദ്യമായിരിക്കും, 9:45 ചോദ്യത്തിന് മുമ്പ് 1-2 റിക്വസ്റ്റ് ഉണ്ട്, 2-3 അപ്പോ ഇവിടെ ഉള്ളത് കൂടുതലാളും ആ സ്വിച്ച് പിടിക്കണ്ട. ഇവിടെ ഉള്ളത് എന്നെ പോലത്തെ സാധാരണക്കാരാണ് കൂടുതൽ ആളുകളും. അപ്പോൾ ഉത്തരം മാത്രം മനസ്സിലാകുന്ന വിധം ഉത്തരം മാത്രം പറയുക, എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഒരു ഉത്തരം. നമുക്ക് സമയം കുറവാണ്, പറയാനേ പറ്റുള്ളൂ. ഓക്കെ. ഇപ്പോ കഴിഞ്ഞ ചോദ്യങ്ങളിലൊന്നും മറുപടി തൃപ്തിയല്ല എന്ന് മൂപ്പര് പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഉത്തരം മാത്രം പറയാം. 1-2 ചോദ്യങ്ങളുടെ അതിന് മറുപടി വേണം. ശരിക്കും ഈ നബിദിനാഘോഷം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താണ് നബിദിനാഘോഷം എന്നതുകൊണ്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അല്ലാണ്ട് കാരണം ബിദ്അത്താണെന്ന് പറയണമെങ്കിൽ ഈ നബിദിനം ആഘോഷം എന്താണ് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പെരുന്നാളിനേക്കാളും വലിയ ആഘോഷം, ഇരുത്തേരാവിനേക്കാളും വലിയ മഹത്വമുള്ള ദിവസം എന്നൊക്കെ നേരത്തെ വായിച്ചു. അതാണ് ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം.
നബി പെരുന്നാളിനേക്കാൾ ഭയങ്കര പ്രശസ്തിയുള്ള ദിവസമാണ് നബിദിനം എന്നതുകൊണ്ടാണ് തെറ്റെന്ന് പറഞ്ഞത്. ഇപ്പോൾ സാധാരണക്കാരനൊരു ദിവസം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നബിദിനാഘോഷം എന്നതുകൊണ്ട് മൗലിദ് ആഘോഷിക്കുന്ന ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നബിതങ്ങളുടെ പിറവി ദിവസം നബിതങ്ങളുടെ മദ്ഹ് പറയുക എന്നത് മാത്രമാണ്. അപ്പൊ നബിതങ്ങളെ മദ്ഹ് പറയുക എന്നത് ബിദഅത്തായി വരുമോ? ഇല്ല. മൗലിദ് പാരായണം ചെയ്യലാണോ ബിദഅത്ത് എന്ന് പറയുന്നത്? മൗലിദിൽ എന്ത് ബിദഅത്ത്? നേരത്തെ ഒരാൾ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു മൗലിദിൽ നബിതങ്ങളുടെ പൊറുക്കലിനെ തേടി ചോദിക്കേണ്ടതെന്ന് പറഞ്ഞു. ശരിയാണ്, അർത്ഥം വെക്കുമ്പോൾ അങ്ങനെ കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ തഫ്സീറുകളും ഖുർആനുകളും അർത്ഥം വെക്കുമ്പോൾ ഹക്കീക്കത്തും മജാസൊക്കെ പരിഗണിക്കേണ്ട വിഷയങ്ങളാണ്. പല സമയത്തും ഹക്കീക്കത്തും മജാസ് പരിഗണിക്കാതെ വരുമ്പോഴാണ് അർത്ഥം മാറിപ്പോണത്, അർത്ഥവ്യതിയാനങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ, എന്നാലും അപ്പോ അതൊക്കെ മൗലിദിലുള്ളതാണ്. അതുകൊണ്ടാണ് മൗലിദ് ബിദഅത്ത് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ നോക്കുമ്പോ നബിതങ്ങളെ മദ്ഹ് പറയൽ ബിദഅത്താണെന്ന് വരൂലേ? ശരി, ആയിക്കോട്ടെ. നീ പറഞ്ഞു മറുപടിക്ക് അനുസരിച്ചിരിക്കും, അതാ പറഞ്ഞത്. ശരി, അപ്പൊ ഏതായാലും ഹഖീഖത്ത് ഉദ്ദേശിച്ച കുഴപ്പമില്ലല്ലോ. ഹഖീഖിയ അർത്ഥം വെച്ചാൽ പ്രശ്നമാണ്, അതുകൊണ്ടാണ് മജാസിക്ക് പോണത്. ഹഖീഖിന് പ്രശ്നമില്ല എന്നാണ് നമ്മൾ പറയുന്നത്, അവിടെയാണ് നമ്മൾ തർക്കം. അതിന് ഏത് നാടന്മാർക്കൂടി പറയാം, 30 വേഷം മാറിയതുകൊണ്ട് നമുക്ക് അറിയില്ലല്ലോ. അതായത് ഏത് വാക്കിനും ഹഖീഖത്ത് മജാസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അർത്ഥം, ആലങ്കാരിക അർത്ഥം. ഒരു വാക്കിന് അങ്ങനെ ഉണ്ടാവും, യഥാർത്ഥ അർത്ഥം ഉണ്ടാകും, ആലങ്കാരികമായ അർത്ഥം ഉണ്ടാകും. അതെ, അതൊക്കെ പറയാം. എല്ലാ നാടന്മാർക്ക് മനസ്സിലാവുന്ന അർത്ഥം പറഞ്ഞല്ലേ, അപ്പൊ നാടന്മാർക്ക് മനസ്സിലാവട്ടെ. ഇവിടെ കൂടി മഹാഭൂരിപക്ഷം നാടന്മാരാണല്ലോ, എല്ലാവരും ഇപ്പോൾ ഒരേപോലെ ആവില്ലല്ലോ. അപ്പൊ ഏത് വാക്കിനുമുണ്ട് ഹഖീഖത്ത് മജാസ്. ഹഖീഖത്താണ് ഒരു വാക്ക് പറഞ്ഞാൽ ആദ്യം വെക്കേണ്ട അർത്ഥം ഹഖീഖിയ അർത്ഥമാണ്. എന്നാൽ ആലങ്കാരികമായ അർത്ഥം ഉണ്ടാകും. അത് ചില വാക്കുകൾക്കൊക്കെ അറബി ഭാഷയിൽ അങ്ങനെ ആലങ്കാരികമായ അർത്ഥമുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ സാധാരണ ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ കാണാൻ വലിയ ഫ്ലക്സ് ബോർഡ്, ഒരാളെ ഫോട്ടോ കൊടുത്തിട്ട് ഇവൻ പുലിയാണ്, ഒരു പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറയാണ്. അത് വായിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുക, ആ ആൾക്ക് 4 കാലും വാലുണ്ടെന്നല്ലല്ലോ. അവിടെ പുലി എന്നുള്ളത് ആലങ്കാരിക അർത്ഥമാണ്. പക്ഷെ അത് സന്ദർഭത്തിന് മനസ്സിലാകും ഇത് ആലങ്കാരിക അർത്ഥം. അവിടെ യഥാർത്ഥ അർത്ഥം വെച്ചാലോ പ്രശ്നമാണ്. അതാണ് ഹഖീഖത്തും മജാസ് എന്ന് പറഞ്ഞത്. അപ്പൊ നബിയെ ഞാൻ പാപങ്ങൾ ചെയ്തു പോയി, ആ പാപങ്ങൾ അങ്ങയോട് ആവരാതി പറയുന്നു. അപ്പൊ അദ്ദേഹം തന്നെ അർത്ഥം വെച്ചാൽ അത് പ്രശ്നം തന്നെയാണ്. പക്ഷേ അവിടെ മജാസായ അർത്ഥം വെക്കണം എന്നാണ്. അറബി ഭാഷ പ്രകാരം യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് മാറി മജാസിലേക്ക് പോകണമെങ്കിൽ ചില നിബന്ധന ഉണ്ടല്ലോ. ഒന്ന്, ഹഖീഖിയായ അർത്ഥം ഉദ്ദേശിക്കാൻ വകുപ്പുണ്ടാകാൻ പാടില്ല, ഉദ്ദേശിക്കാൻ പറ്റാത്തതാവണം. 2, ഈ വാക്കിന് അങ്ങനത്തെ അർത്ഥം ഉണ്ടാകണം. 3, ആ അർത്ഥമാണ് ഇവിടെ ഉദ്ദേശമെന്ന് വ്യക്തമായി മനസ്സിലാകുന്ന കരീനത്ത്, സാഹചര്യ തെളിവുകൾ ഉണ്ടാകണം. അതൊക്കെ ഒക്കുമ്പോഴേ അർത്ഥം മജാസക്ക് പോകാൻ പറ്റുള്ളൂ. എന്തിനാണ് നമ്മുടെ നാട്ടിൽ ഉസ്താദുമാർ ഇത് മജാസാണ്, ആലങ്കാരിക അർത്ഥമാണെന്ന് വ്യാഖ്യാനിക്കുന്നത്? യഥാർത്ഥ അർത്ഥം പറയാൻ പറ്റൂല എന്നുള്ളത് കൊണ്ടാണോ അതോ പറ്റിയിട്ടാണോ? യഥാർത്ഥ അർത്ഥം പറയാൻ പറ്റുമെങ്കിൽ പിന്നെ മജാസക്ക് പോകാൻ പറ്റില്ല. യഥാർത്ഥ അർത്ഥം പറയാൻ പറ്റൂലെങ്കിലാണ് മജാസക്ക് പോവുക. അപ്പൊ നബിയെ പാപം പൊറുക്കണേ എന്ന് യഥാർത്ഥ അർത്ഥം പറഞ്ഞാൽ ശിർക്കാണ് എന്നാണോ താങ്കളുടെ വിശ്വാസം? അതുകൊണ്ടാണോ മജാസിലേക്ക് പോകുന്നത്? എങ്കിൽ നമ്മൾ നാട്ടിൽ ഉസ്താദുമാർ പറഞ്ഞതല്ല, നബി തങ്ങൾ പാപം പൊറുക്കുന്നതാണ്. നബി തങ്ങൾ പാപം പൊറുക്കുമെന്ന് പറയുന്നു, നബി തങ്ങൾ ഇവർക്ക് ഹാജരാകുമെന്ന് പറയുന്നു, നമ്മുടെ വിളി കേൾക്കുമെന്ന് പറയുന്നു, നമ്മെ കാണുമെന്ന് പറയുന്നു, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുമെന്ന് പറയുന്നു. എങ്കിൽ പിന്നെ ആ വിശ്വാസം തെറ്റാണ്. മൗലീദുകളിൽ അതുണ്ട്, മൗലീദുകളിൽ അതുണ്ട്. അതാണ് നേരത്തെ ഇവിടെ പറഞ്ഞതൊക്കെ. നബി തങ്ങളോട് നേരെ പ്രാർത്ഥിക്കുന്ന വരികൾ മൗലീദിലുണ്ട്. നബി തങ്ങളെ കുറിച്ച് അമിതമായ വർണ്ണനകൾ മൗലീദിലുണ്ട്. നബി തങ്ങളെ കുറിച്ച് ഒരടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകൾ 90% മൗലീദിലാണ് ഉള്ളത്. എന്നിട്ട് അത് പാടാൻ വേണ്ടി മതം മഹത്വമായി പഠിപ്പിക്കാത്ത ദിവസത്തെ മഹത്വമായി കൊണ്ടുവരുന്നു. ആഘോഷത്തിന്റെ അസുല് മൻ ആണ്. സഹോദരൻ നമ്മൾ പറഞ്ഞെടുത്തല്ലോ, ഒരു സംഗതി ദീനാകണോ ആഘോഷമാകണോ അള്ളാഹു റസൂലും പഠിപ്പിക്കണം, ഇല്ലാതെ ആഘോഷാക്കാൻ പറ്റില്ല. ഒരു ദിവസമാകട്ടെ, ഒരു സമയമാകട്ടെ, ഒരു സ്ഥലമാകട്ടെ, മഹത്വം കൽപ്പിച്ച് ഒരു ആഘോഷമുണ്ടായി വരണമെങ്കിൽ അള്ളാഹു റസൂലോ പഠിപ്പിക്കണം, അല്ലാതെ പാടില്ല. ഇവിടെ അത് കൊണ്ടുവന്നു, അതുകൊണ്ട് ബിദ്അത്തായി മാറി. എന്നിട്ട് ആ ഇല്ലാത്തൊരു ഇത് കൊണ്ടുവന്നിട്ട് അത് 2 പെരുന്നാളിനേക്കാളും ഒരു ആഘോഷമാണ് എന്നിവിടെ എഴുതി പ്രചരിപ്പിക്കുന്നു. ലൈലത്തുൽ ഖദ്റിനേക്കാളും മഹത്വമുള്ള ദിവസമാണ് എന്ന് ഇവിടെ എഴുതി പ്രചരിപ്പിക്കുന്നു. അത് ഉസ്താദുമാർ ഇവിടെ പ്രസംഗിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു എടുത്തവനാണ് 1000 മാസത്തേക്കാൾ പുണ്യമാണ് ലൈലത്തുൽ ഖദ്ർ. അതിനേക്കാളും മഹത്വം ഇതിലുണ്ടെന്ന് നബി പറഞ്ഞാലോ അല്ലാഹു പറഞ്ഞാലോ അപ്പൊ തർക്കമില്ല. പക്ഷെ അല്ലാഹു റസൂൽ പറഞ്ഞിട്ടില്ല.
സ്വഹാബിമാർ അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. എന്നിട്ട് പിന്നെ കെട്ടിക്കൂട്ടുണ്ടാക്കി കൊണ്ടുവന്നിട്ട് 1000 മാസത്തേക്കാൾ പുണ്യമെന്ന അല്ല പറഞ്ഞ ഒന്ന് അതിനേക്കാൾ മഹത്വം ഇതിനുണ്ട് എന്ന് വേറൊരുത്തരും ഇവിടെ റിസാലി എഴുതി വെച്ചാൽ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റാം? അവിടെയാണ് പ്രശ്നങ്ങളുടെ ആസ്വദി. മാത്രവുമല്ല, ഇതൊരു ഫർളായ കാര്യം പോലെ സുന്നത്തായ കാര്യമായി ഒക്കെ നമ്മുടെ നാട്ടിൽ ഇന്ന് അങ്ങനെ ആയിക്കഴിഞ്ഞു. ചെയ്യാത്തവൻ ആക്ഷേപിക്കപ്പെടുന്നു, ചെയ്യാത്തവൻ പുത്തംവാദിയായി കണക്കാക്കുന്നു, അവനെ ആക്ഷേപിക്കുന്നു, അവനെ പറ്റി മോശമായി വിചാരം വെച്ച് പുലർത്തുന്നു. മാത്രവുമല്ല, ഇതിന്റെ പേരിൽ ഒരുപാട് ദുരാചാരങ്ങൾ സമൂഹത്തിൽ നടക്കുന്നു. ആണും പെണ്ണും ഒന്നായി ഇടകലരുന്നു, സംഗീതമുണ്ടാകുന്നു, അതേപോലെ വ്യത്യസ്തമായ ഫിത്നകൾ, ഫസാദുകൾ ഇതിന്റെ പേരിൽ നടക്കുന്നു. അങ്ങനത്തെ ഒരു നബിദിനാഘോഷം ലോകത്ത് ഒരു ഇമാമും അംഗീകരിച്ചിട്ട് പോലും ഇന്ന് കാണുന്ന രൂപത്തിൽ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഒരാഘോഷത്തെ ലോകത്ത് ഒരു പണ്ഡിതനും അഹ്ലുസുന്നയുടെ ഒരാളും ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ജന്മദിനാഘോഷത്തെ അനുവദിച്ചിട്ടേ ഇല്ല. അങ്ങനത്തെ രീതിയുമില്ല. പിന്നെ നമ്മൾ അത് ന്യായം പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് ഒരു കാര്യം ദീനാവില്ലല്ലോ. നമുക്ക് എന്തെല്ലാം ന്യായം പറയാം, ഒരുപാട് ന്യായം പറഞ്ഞൂടെ. ഒരാൾക്ക് പുതിയ നിസ്കാരം ഉണ്ടാക്കുക, എന്താ നിസ്കരിച്ചാൽ നിസ്കാരത്തിലെ മഹത്വം ഖുർആനില്ലേ ഹദീസിൽ ജയിച്ചുള്ള നിസ്കാരം ഉണ്ടാക്കിയാൽ എന്താ പേര് കാട്ടുക? അങ്ങനെ പലരും ഉണ്ടാക്കി. അതാണ് 5555 വക മൗലിദ് വരെ എത്തിയത്. ഓരോരുത്തർ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നു. ഇപ്പൊ നോക്കി പറ്റ അവസാനം പറഞ്ഞു എവിടെ എത്തിപ്പോ ഹക്കീഖത്ത് മജാസക്കാട് മാറ്റി ഇപ്പൊ അവസാനം എന്തായാലും ലോകം മൊത്തം നിയന്ത്രിക്കുന്ന CM അടവൂരാണെന്നാണ്. അതിപ്പോ ഹക്കീഖത്ത് മജാസൊന്നും ഇല്ലല്ലോ. ലോകം മൊത്തം അർശും കുർസിയും അടക്കം സ്വർഗം നരകം അടക്കം എല്ലാം നിയന്ത്രിക്കുന്നത് CM അടവൂരാണ് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുഴപ്പമില്ലാത്തവർ പിന്നെ എന്ത് മജാസ അവിടെ? അതിന് ഒരാളെങ്കിലും ഔദ്യോഗികമായിട്ട് പറഞ്ഞോ അത് പറയാൻ പാടില്ലാന്ന്? അപ്പൊ അവിടെയാണ് ഇപ്പൊ ഉമ്മത്ത് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ഇത് നിസ്സാരമായി കാണേണ്ടതല്ല. അള്ളാന്റെ ദീനിന്റെ പേരിൽ അവന്റെ റസൂലിന്റെ പേരിൽ ഈ വ്യാജം പ്രചരിപ്പിക്കാനുള്ള അവസരത്തെ ശക്തമായി വിമർശിക്കുക, എതിർക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ബാധ്യത. അല്ലാഹു അഅലം. ഒന്നും കൂടി കൊടുത്തോളി, അവസാനിപ്പിക്കാം. അപ്പോൾ ഇപ്പോഴും നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമല്ലാത്ത മറുപടികളാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ നിങ്ങളിപ്പോൾ പറഞ്ഞ് അങ്ങനെ ബിദഅത്തിന്റെ ഭാഗമായിട്ടുള്ള വരികളൊക്കെ മൗലിദിലുണ്ടെന്ന് പറഞ്ഞ്, ഇനി അങ്ങനെയൊന്നുമില്ല. റബീഉൽ അവ്വൽ 12-ന് ഹറാമുകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഒരു കൂട്ടം ആളുകൾ റബീഉൽ 12-ന് ലക്ഷ്യമാക്കിയിട്ടില്ല. ഇന്ന് 12 റബീഉൽ അവ്വൽ 12 ആണെന്നൊന്നുമില്ല. നബി തങ്ങൾ ജനിച്ച ദിവസം അന്നാണ്. ഓക്കെ, അതിൽ കുറച്ച് ആളുകൾ കൂടിയാണ്ട്, ഒരുപാട് ആളുകൾ കൂടിയാണ്ട് നല്ല സലാത്ത് ചെല്ലലും മൈക്കും സ്റ്റേജിൽ കെട്ടി സലാത്ത് ചെല്ലലും ദിക്റോദലും. അപ്പോൾ അങ്ങനെ നബി തങ്ങളെ മേലെ ദിക്ർ ചെല്ലുന്നതുകൊണ്ട് അത് തെറ്റായി പറയാൻ പറ്റുമോ? എങ്ങനെ ഹറാമാവുന്നതെന്ന് മനസ്സിലാവും. ജന്മദിനം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിന്റെ മാത്രം സംശയമല്ല, ഈ കാണുന്ന ഒരുപാട് ആളുകളുടെ സംശയമാണ്. ആർക്കും സംശയമില്ല, ഉണ്ട്. ഉറങ്ങുന്നവരെല്ലാം ഉണരും, ഉറക്കം നടിക്കുന്നവർ. അപ്പൊ ജന്മദിനം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണോ ഈ സംഭവം ഹറാമായത്? അതുകൊണ്ടും ഹറാമാവും, അതല്ലാതെയും ഹറാമാവും. അതല്ലാതെ എങ്ങനെ ഹറാമാവും? മതി. ഒരാൾ നബിത്തങ്ങളെ ജനിച്ച ദിവസമായതുകൊണ്ട് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അദ്ദേഹം ചോദിച്ച പോലെ അവന്റെ ജനിക്കാൻ കാരണക്കാരനായി ഈ ലോകത്തിന് ഒമാ അർസലനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ അങ്ങനത്തെ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യന് മനസ്സിൽ നിന്ന് സ്നേഹം പുറപ്പെടൽ സ്വാഭാവികതയാണ്. ഉണ്ടാവില്ലേ? നമ്മുടെ മാതാവിന് ഒരു സന്തോഷം എന്ന സ്വാഭാവികത നമ്മൾ സന്തോഷിക്കും. ഓ തീർച്ചയായിട്ടും ഒരിക്കലും നിർത്താൻ പറ്റില്ല. ഈ പ്രവാചകൻ നസ്വാറാക്കളെ പതിവാണ്. ന്യായം കൊണ്ട് ദീനുണ്ടാവില്ല, ന്യായം കൊണ്ട് ഒരാൾ ദീനുണ്ടാവില്ല. യഥാർത്ഥത്തിൽ നസ്വാറാക്കളാണ് ജന്മദിനാഘോഷം എന്ന ഏർപ്പാട് ലോകത്ത് കൊണ്ടുവന്നത്. ഒരാളുടെയും ജന്മദിനമോ ചരമദിനമോ ആഘോഷിക്കാൻ ആചരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടേയില്ല. ഒരാളുമില്ല. ജൂത ക്രൈസ്തവരാണ് അത്തരം രീതികളൊക്കെ കൊണ്ടുവന്നത്. അള്ളാന്റെ ദീനിൽ അങ്ങനത്തെ രീതിയേ ഇല്ല. എത്ര അമ്പിയാക്കൾ ലോകത്ത് കഴിഞ്ഞു പോയി. നമ്മൾ എന്താ ക്രിസ്മസ് ആഘോഷിക്കാത്തത്? ഓയിലൊക്കെ മാറ്റിക്ക. അള്ളാന്റെ മോനാന്നും പറയണ്ട, അതൊന്നും പറയണ്ട. അള്ളാഹ് നബിയാന്ന് മാത്രം വിശ്വസിച്ച് ഡിസംബർ 25 നമുക്ക് എന്താ ആഘോഷിച്ചു? അങ്ങനെയാണെങ്കിൽ ന്യായം പറഞ്ഞിട്ട് നമ്മൾ ക്രിസ്ത്യാനി ചെയ്യണം ചെയ്യേണ്ട. ആ ഹറാമക്കൾ ഒഴിവാക്കി, ആ ശിർക്കുകൾ ഒഴിവാക്കി. ഈസാ നബി അള്ളാഹു റസൂൽ നമുക്ക് ഉറപ്പാണല്ലോ, നമ്മൾ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഡിസംബർ 20 നമ്മൾ കുറച്ചാൾ കൂടിയിട്ട് നമ്മളെ വക ഒരു സുന്നി ക്രിസ്മസ് എന്നുണ്ടായാൽ നിങ്ങളടക്കം എന്താ പറയാ? എന്താ അപ്പത് എന്ന് ചോദിക്കൂലേ? അപ്പൊ അതന്നെയാണ് സഹോദരൻ ഈ വിഷയത്തിലും ഉള്ളത്. ന്യായം നമുക്ക് ഏതിനും പറയാം. ഇപ്പൊ ഒരാൾ പുതിയ നിസ്കാരം ഉണ്ടാക്കി, ന്യായം പറഞ്ഞൂടെ? നേരത്തെ ഇവിടെ ഹിജ്റ ആഘോഷം ഒരാൾ ഉണ്ടാക്കി, ന്യായം പറഞ്ഞൂടെ? ഏതും ന്യായം പറയാം. പക്ഷെ ആ ന്യായം മതം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ, അതാണ് പ്രധാനം. മതം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണ്, മതം അംഗീകരിക്കുന്നില്ലേ അത് ശരിയല്ല. അതാണ് അതിലുള്ളത്. മതി, അത്യാവശ്യം നാടന്മാർക്ക് മനസ്സിലാക്കണേ, അല്ലാത്തൊരു പ്രശ്നമുള്ളൂ. അപ്പൊ മതി, അത്ര മതി. ഇപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാല്
ആ ജന്മദിനമെന്ന് വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണ് ശിർക്ക് വരുന്നത്. സഹോദരൻ അതല്ലാന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാ പറഞ്ഞത് ദുർവ്യാഖ്യാനിക്കുന്നത്? പിന്നെ എങ്ങനെ പറയുന്നത്? സാധാരണക്കാരനപ്പോൾ നിങ്ങൾ ചോദിച്ചു ഇവിടെ മനസ്സിലാകുന്ന ചോദിച്ചോക്കേണ്ട ആവശ്യമുണ്ടോ? ഇതല്ലേ പറഞ്ഞെന്താ അതുകൊണ്ടും ഹറാമാകും അല്ലാതെയും ഹറാമാകും. അല്ലാതെ എന്ന് പറഞ്ഞത് എന്താണ്? അപ്പൊ പറഞ്ഞത് എന്ത്? ഇമാം ഫാഖിരി പറഞ്ഞു ബിമുജറദ് നിയ്യതിഹി ഫഖത്ത്, ബിമുജറദ് നിയ്യതിഹി ഫഖത്ത്. ഇമാം ഫാഖിരി പറയാണ് അന്നൊരാൾ എല്ലാ ഹറാമും ഒഴിവാക്കി എല്ലാ ബിദഅത്തും ഒഴിവാക്കി ആളെ കൂട്ടി ഭക്ഷണം കൊടുത്തു എങ്കിൽ തന്നെയും അത് ബിദഅത്താണ്. ബിമുജറദ് നിയ്യതിഹി ഫഖത്ത്, അവന്റെ നെയ്യത്ത് കൊണ്ട് മാത്രം അത് ബിദഅത്തായി മാറുന്ന, വേറെ ഒന്നുമില്ല. ഒരു ബിദഅത്തും ചെയ്തിട്ടില്ല, ഹറാമും ചെയ്തില്ല, ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും അത് ബിദഅത്താണ്. ജന്മദിനമെന്ന് നിയ്യത്ത് മനസ്സിൽ കരുതൽ ഹറാമാണെന്ന് എന്ത് തെളിവാണ്? എന്ത് തെളിവ്? അത് എല്ലാ വിഷയങ്ങളിലും അത് പരിഗണിക്കപ്പെടും. പക്ഷെ ജന്മദിനമെന്ന് പറയും നിയ്യത്ത് വെക്കല്, ഞാൻ ഇന്ന് ജനിച്ച ദിവസമാണ്, ഇന്ന് എനിക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യണമെന്ന് ഒരാൾ ജന്മദിനമെന്ന് നിയ്യത്ത് വെക്കല് ഹറാമാണോ അല്ല തെറ്റാണോ? ഇസ്ലാമിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അസ്ലി മൻ ആണ്. അപ്പൊ ശുക്രിന് ഇത് ബാധിക്കൂലേ? പിന്നെന്താ ന്യായം? ശുക്ർ അപ്പൊ ഒരാള് ഇന്ന് അള്ളാഹു എനിക്ക് ജന്മം നൽകി, ആ ശുക്രിന് ഈ ദിവസം എനിക്ക് അള്ളാഹു ജന്മം നൽകി, എനിക്ക് നല്ല ആരോഗ്യം നൽകി, ഞാൻ ജനിച്ച ദിവസമാണ്. ഒരാൾ ശുക്രിനുള്ള നിയ്യത്തോട് കൂടി ഒരാൾ ചെയ്താലോ? സഹോദര നമ്മൾ ഇങ്ങനെ ന്യായം പറഞ്ഞ എന്തും ചെയ്യാം. ഞാൻ പറഞ്ഞു ഒരാൾക്ക് ന്യായം പറയാൻ എന്താ കൊണ്ടുവരാൻ പറ്റും? ന്യായം പറയില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചിന്തിച്ചാണെങ്കിൽ മറുപടി പറയണം. അത് ഞാൻ ന്യായം പറഞ്ഞത് അതല്ല. ദീനിൽ ഒരു സംഗതി ഈദാവാൻ, ആഘോഷമാവാൻ, ഇബാദത്താവാൻ അതിന് അസ്ല് എന്താ? അള്ളാഹു തആല പഠിപ്പിക്കുക, അവൻ റസൂൽ പഠിപ്പിക്കുക, അതാണ് അസ്ല്. അതല്ലാത്ത ഒന്നും ചെയ്യാൻ പാടില്ല. ഇബാദത്തിന്റെ അസ്ല് ഹറാം എന്നാണ്. ഇബാദത്തിന്റെ അസ്ല് ഹറാം, അഥവാ അള്ളാഹും റസൂലും പഠിപ്പിച്ചതെന്തോ അത് മാത്രമേ ചെയ്യാവൂ, അല്ലാത്ത എല്ലാം ഹറാമാണ്. അതാണ് ദീനിന്റെ അസ്ല്. കച്ചവടങ്ങൾ, ക്രയവിക്രയങ്ങൾ അടക്കമുള്ള മുആമലാത്ത് അതിന്റെ അസ്ല് മുബാഹ്. ക്രയവിക്രയങ്ങൾ അടിസ്ഥാനമായി എല്ലാം അനുവദനീയമാണ്. പാടില്ലെങ്കിൽ അത് പറയും. എല്ലാ കച്ചവടവും ചെയ്യാം, ഏത് ജോലിയും ചെയ്യാം, ഏത് ഭക്ഷണവും കഴിക്കാം, ഏത് വെള്ളവും കുടിക്കാം, ഏത് വസ്ത്രവും ധരിക്കാം, അതിന് അസ്ല് ജായിസാണ്. പാടില്ലെങ്കിൽ അത് പ്രത്യേകമായി പഠിപ്പിക്കും. ഇബാദാത്ത് തിരിച്ചാണ്. ഇബാദാത്തുകൾ അസ്ല് ഹറാമാണ്, ഒന്നും ചെയ്യാൻ പാടില്ല. ഏതാണോ ചെയ്യേണ്ടത് അത് പറഞ്ഞുതരും. ഇടപാടുകളിൽ എല്ലാം ചെയ്യാം, പാടില്ലാത്തത് പറയും. ആരാധനാ കർമ്മങ്ങളിൽ ചെയ്യേണ്ടത് പറയും, അല്ലാത്ത ഏതും പാടില്ല. അതാണ് ഇസ്ലാമിന്റെ അസ്ല്. അതുകൊണ്ട് തന്നെ ഒരാൾ ആ നിയ്യത്തിനോട് കൂടി തന്നെ അത് ഹറാമായി മാറും. അല്ല ഹദീസ് നമ്പർ 1 അത് കൊടുത്തത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. സ്വഹീഹ് ബുഖാരി ഹദീസ് നമ്പർ 1 അതാണ്. എല്ലാ അമലും നിയ്യത്താണ് അസ്ല്. ആ നിയ്യത്ത് എന്തോ അതോടുകൂടിയാണ് ഇത് വേർതിരിയുക. നിസ്കരിക്കാൻ നിൽക്കുന്ന നിയ്യത്ത് സുന്നത്താണെങ്കിൽ സുന്നത്ത്, ഫർളാണെങ്കിൽ ഫർള്, നിസ്കാരത്തെ പരിഹസിക്കാനാണെങ്കിലോ കാഫിറായി പോകും. നിയ്യത്താണ് അസ്ല്. എല്ലാത്തിനെയും അസ്ൽ നിയ്യത്താണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ആഘോഷം ഉണ്ടാക്കാൻ, അങ്ങനെ ആചാരമുണ്ടാക്കാൻ എന്തൊക്കെ നമ്മൾ ന്യായം പറഞ്ഞ് കെട്ടിയും പറഞ്ഞാലും അള്ളാന്റെ കോടതിയിൽ ആ ന്യായം സ്വീകരിക്കപ്പെടുകയില്ല. ഇവിടെ നമുക്ക് പലതും പറയാം, അള്ളാന്റെ കോടതിയിൽ ആ ന്യായം സ്വീകരിക്കപ്പെടുകയില്ല. അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ബാക്കി വിശദമായി പഠിക്കുക. അള്ളാഹു തൗഫീഖ്. ഒരാളും കൂടി കാത്തിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് അവസരം കൊടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹം കുറച്ചധികം വെയിറ്റ് ചെയ്യുന്നു. കൊടുക്കി ഇല്ല, ഞാൻ അടുത്ത കൊടുക്കി, അതൊരു മര്യാദ മതി. ഇല്ല, ഇനി കാര്യം പറയണ്ട, ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ അടുത്ത കൊടുക്കി. നിങ്ങളുടെ പേരൊന്ന് പറയും. യക്കൂബ് പാലത്തിങ്ങൽ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഞാനൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാനല്ല, ചോദ്യം ചോദിക്കല്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എല്ലാവരും മുസ്ലിം ലോകം ഇങ്ങനെ മൗലിദ് ആഘോഷം കൂടിക്കൂടി വരികയാണ്, എതിർപ്പുണ്ടെങ്കിലും കൂടിയിട്ട്. അപ്പോൾ ഇതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യാത്തത് നമ്മളൊന്ന് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ദീനീപരമായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ മദ്രസ സിലബസുകളൊന്നും റസൂലിന്റെ കാലത്തില്ലല്ലോ, 1, 2, 3 ക്ലാസ്സൊന്നും സഹാബത്ത് +2 ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നു. അത് ഭൗതികമായ സംവിധാനങ്ങളാണെന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അതുപോലെ റസൂലിന്റെ കാലത്ത് നെഹ്വിൻ്റെ കിതാബുകളില്ല. അതുപോലെ റസൂലിന്റെ കാലത്ത് നമ്മളെ പള്ളി ഇതുപോലത്തെ പള്ളിയില്ല. പള്ളി ഓലപ്പുഴ ഉണ്ട് നിങ്ങൾ പറഞ്ഞു, പക്ഷേ പള്ളിൻ്റെ മുനഹാരങ്ങളൊന്നും റസൂലിന്റെ കാലത്തില്ലല്ലോ. നമ്മൾ ലക്ഷങ്ങൾ ചിലവഴിച്ച് മുനഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ബിദഅത്തായിട്ട് വരും അങ്ങനെ വരുമ്പോൾ. അതുപോലെ പള്ളി മുജാഹിദിന് പള്ളിക്കും മുനഹാരമുണ്ട്, സുന്നിന്റെ പള്ളിക്കും മുനഹാരങ്ങളുണ്ട്. അത് ബിദഅത്താണെങ്കിൽ നമ്മളത് പിന്നെ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. അതുപോലെ നമ്മളിപ്പോൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഇത് ദേശത്തിനും നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ധരിക്കാം. പക്ഷേ റസൂലുള്ള ഫാൻ്റ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ, അത് ബിദഅത്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഫാൻ്റ് കൊടുക്കാനും പറ്റില്ല. അതുപോലെ എല്ലാ കാര്യങ്ങളും ബിദഅത്താണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഞാൻ മനസ്സിലാക്കിയ പാഠം ബിദഅത്ത്, നല്ല ബിദഅത്തുണ്ട്, ചീത്ത ബിദഅത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ നല്ല ബിദഅത്തിൽ മൗലിദാഘോഷം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെ വെറുതെ വിട്ടുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് മൗലിദാഘോഷം
നമുക്ക് നല്ല വിധത്ത്, അതായത് അതിൽ ഹറാമൊന്നും ഇല്ലെങ്കിൽ റസൂലുള്ളാഹി മധു പറയുന്നു. കഅബുബ്നു സുഹൈർ പാടി, അസ്സാനബിന് സാബിത്ത് പാടി, സാബത്തിൽ കിറാമൊക്കെ റസൂലുള്ളാഹി മധു ചെയ്തു. ഒരു സമയത്ത് ഞാൻ ചരിത്രത്തിൽ കേട്ടതാണ്, മഹാന്മാരായ സഹാബത്ത് ഇസ്മായിൽ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും മധു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നു സദസ്സിലേക്ക്. അപ്പം പറഞ്ഞു റസൂലുള്ളാഹി, ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയോ? ഞാൻ അഷ്റഫുൽ ഖൽക്കാണ്, ഞാൻ എല്ലാ നബിമാരുടെയും നേതാവാണ്. എന്നെ നിങ്ങൾ ശരിക്കും അറിയുമായിരുന്നെങ്കിൽ എൻ്റെ മധു നിങ്ങൾ ചെയ്യുമായിരുന്നു എന്നൊരു ഹദീസിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് റഹ്മത്തുൽ ആലമീൻ റസൂൽ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, മറ്റൊരു ഖുർആൻ പറയുന്നു ഖുൽ ബിഫദ്ലില്ലാഹി വബിദാലിക ഫൽയഫ്റഹു വ ഖൈറും മിമ്മാ യജ്മഊൻ. അതിനുവേണ്ടി നിങ്ങൾ റഹ്മത്തിന്റെ വിഷയത്തിൽ റസൂൽ റഹ്മത്താണെങ്കിൽ റഹ്മത്തായവർക്ക് എല്ലാവർക്കും ഉള്ളതല്ല റസൂൽ റഹ്മത്തായിട്ട്. ചിലർക്ക് റഹ്മത്തായിട്ട് ഇപ്പോൾ ഇസ്ലാമിനെ പറ്റി പഠിക്കാത്തവർക്കും ഇസ്ലാമിനെ പറ്റി അറിയാത്തവർക്കും റസൂൽ റഹ്മത്താവില്ലല്ലോ. കാരണം ഓൽക്കത് മനസ്സിലായിട്ടില്ല. റഹ്മത്താണ് റഹ്മത്തുൽ ആലമീനൊക്കെ മനസ്സിലായവർക്കാണ് സന്തോഷമുള്ളൂ. ഹുബുള്ളവർക്കേ സന്തോഷമുള്ളൂ. ഹുബില്ലാത്തവരോട് പിന്നെ നമ്മളിത് വെറുതെ മൗലിദ് ആഘോഷിക്കണം എന്ന് നമ്മൾ പറയാൻ പാടില്ല. ഹുബുള്ളവരോട് അത് പറയും വേണ്ട. സ്നേഹം ബാപ്പ ദുബായിൽ വരുമ്പോൾ ഇത്ര അളവിൽ തുള്ളിച്ചാടണമെന്ന് ഇപ്പോൾ മക്കളോട് പറഞ്ഞു കൊടുക്കണ്ടല്ലോ. എന്നതുപോലെയാണ് സ്നേഹമുള്ളവർ അത് ആഘോഷിക്കട്ടെ, സ്നേഹം ഉണ്ടാവാത്തവർ സലാത്ത് ചൊല്ലിയിട്ട് സ്നേഹം വർദ്ധിപ്പിക്കട്ടെ. അതുപോലെ ഈ ഉവ ഖൈറും മിമ്മാ യജ്മഊൻ എന്ന് ഖുർആൻ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ഒരുമിച്ച് കൂടണമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴാണ് നമ്മൾ ഒരുമിച്ച് കൂടേണ്ടതെന്നും അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. കാരണം റഹ്മത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടാൻ അല്ലാഹു പറയുന്നുണ്ട്. അത് ഇനി റബീഉൽ അവ്വലല്ല, സഫറിലായാലും റബീഉൽ ആഖിറിലായാലും റമാദുൽ ആഖിറിലായാലും ഒക്കെ നമ്മൾ ഒരുമിച്ച് കൂടണം. അത് ചിലപ്പോൾ ഈദാണ് പെരുന്നാളാണെന്ന് പറയും, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ അങ്ങനെ ആക്കാം. അന്നത്തെ ദിവസമാണ് റഹ്മത്ത് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ മറ്റൊരു നിങ്ങൾ പറഞ്ഞ് കമാ അത്രത്തിൻ നസാറ എന്നൊരു വാക്ക് പറഞ്ഞല്ലോ. ഈ ഈസാ നബിനെ നിങ്ങൾ ആഘോഷിച്ചതുപോലെ എന്നെ ആഘോഷിക്കരുന്ന് റസൂൽ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള സുന്നികൾ ഒരിക്കലും ഈസാ നബിനെ കാണുന്നത് പോലെയാണ് ഇവിടെയുള്ള സുന്നികളൊക്കെ മുഹമ്മദ് നബിനെ കാണുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ല, ഒരിക്കലും അല്ല. കാരണം ഈസാ നബിനെ ക്രിസ്ത്യാനികൾ കണ്ടത് ദൈവത്തിന്റെ പുത്രനായിട്ടാണ്. നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു പോയിന്റാ. ദൈവത്തിന്റെ പുത്രനെ പോലെ നിങ്ങൾ മുഹമ്മദ് നബിയെ എന്നെ നിങ്ങൾ കാണരുത് എന്നാണ് റസൂൽ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ഈസാ നബിനെ ആരാധിച്ചതുപോലെ ആരാധിക്കരുത് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ബിദ്അത്തൊക്കെ ഇത് ബിദ്അത്താണ്, ഇത് ശിർക്കാണ്. ശിർക്കിന്റെ നമ്മൾ വിഷയം ഇവിടെ എടുക്കണ്ട. ശിർക്ക് ഇപ്പം നമ്മൾ പറയണ്ട, കാരണം അത് നമ്മളെ വിഷയം സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് അത് പറയണ്ട. അത് നമുക്ക് വേറെ അവസരത്തിൽ വേണമെങ്കിൽ ചർച്ചയ്ക്ക് വെക്കാം. പക്ഷേ ഇവിടെ ഈ ശിർക്ക് ഒക്കെ ഹറാം എന്നൊക്കെ നിങ്ങൾ പറയുന്നതിൽ കൂടെ വരുന്നുണ്ട്, മൗലിദിന്റെ ആഘോഷത്തിന്റെ കൂടെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ നല്ലൊരു ദിവസം എന്ന് പറയാൻ കാരണം റഹ്മത്തുൽ ആലമീൻ എന്ന് പറഞ്ഞു ഒരു ഭാഗത്ത് ഖൈറും മിമ്മാ യജ്മഊൻ എന്ന് പറഞ്ഞു ഖുർആൻ, ഒരു ഭാഗത്ത് സഹാബത്തിനൊക്കെ സൗകര്യം, അസ്ഹാബിന് സാബിത്ത് എന്നവർക്ക് മദ് പറയാൻ വേണ്ടി മദ് പാടാൻ വേണ്ടി റസൂലുള്ളാഹി പീഠം നിർമ്മിച്ചു മദീന പള്ളിയിൽ എന്ന് പറയും. ഓക്കെ, അൽഹംദുലില്ലാഹ്, ആയിക്കോട്ടെ, ക്ലിയറായി. അപ്പൊ ഏതായാലും നല്ല ബിദഅത്ത് എന്ന നിലയ്ക്ക് ബല വിട്ടുള്ളൂ. നമ്മൾ പിടിച്ചിട്ടില്ല, ഒരിക്കൽ എന്തും ചെയ്യാം. ഇന്ത്യ രാജ്യമല്ലേ, സ്വാതന്ത്ര്യമുണ്ട്, ഒരാൾക്ക് എന്തും ചെയ്യാം, പിടിച്ചിക്കുന്ന കാര്യമില്ല. പക്ഷെ നല്ല ബിദഅത്ത് എന്നിട്ട് നിൽക്കുന്നില്ല. നല്ല ബിദഅത്ത് മതത്തിലില്ല, ഭാഷയിലേ ഉള്ളൂ. ഭാഷാപരമായി നബിയുടെ കാലത്തില്ലാത്ത എല്ലാത്തിനും ബിദഅത്ത് എന്ന് പറയാം. നബിയുടെ കാലത്തില്ലാത്ത എല്ലാ മൈക്ക് നബിയുടെ കാലത്തില്ല, ബിദഅത്ത് ഭാഷാപരമായി പറയാം. നബിയുടെ കാലത്ത് പ്രസംഗപീഠമില്ല, ബിദഅത്ത് എന്ന് പറയാം. നിങ്ങൾ പറഞ്ഞ പോലെ മിനാരമില്ല, ബിദഅത്ത് എന്ന് പറയാം. അത് ഭാഷാപരമായിട്ടാണ്. ശർഈയായി നല്ല ബിദഅത്ത് ചീത്ത ബിദഅത്ത് എന്ന ഒന്നില്ല. കുല്ലു ബിദഅത്തിൻ ളലാല. നിങ്ങൾ കേൾക്കി കുറേ പറഞ്ഞില്ലേ? ഞാൻ പറയുമ്പോൾ ക്ലിയറാവുന്നു. അത് നിങ്ങളെ വക, അതാരും പറഞ്ഞിട്ടില്ല. എന്താ സഹോദരങ്ങൾ, നിങ്ങൾ ഇരിക്കി. 5 മിനിറ്റ് പറഞ്ഞല്ലോ, ഒരു 5 മിനിറ്റ് കേൾക്കി. ആയിക്കോട്ടെ, കുല്ലു ബിദഅത്തും എല്ലാ ളലാലത്തും ബിദഅത്താണെന്നോ? അപ്പൊ നബി എന്താ നമ്മളെ മലയാളം ഇറ്റത്? അപ്പൊ ഞാൻ ഖബർ എവിടെ? അല്ല, അതിന് ഖബർ എവിടെ? അപ്പോ അതില്ലാന്ന്. അപ്പൊ അസുഖം പാരാണ്. കുല്ല് പറഞ്ഞാൽ പാരുണ്ടാവോ? ഇനി നിർത്തി. ആയിക്കോട്ടെ, ഇനി മതി, മനസ്സിലായി. അപ്പൊ കുല്ലു ബിദഅത്തിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ബിദഅത്തും എന്നാണോ? അതല്ല, എല്ലാ ബിദഅത്തും നല്ലതല്ല, പിന്നെ ളലാലത്തല്ല എന്നാ നമ്മൾ വെക്കുക. കുല്ലു ബിദഅത്തിൻ ളലാല എന്ന് ഹദീസിൽ വന്നു. നിങ്ങൾ പറഞ്ഞ ഹസനത്തായ ബിദഅത്ത് ഉണ്ട്. അപ്പൊ കുല്ലു ബിദഅത്തിൻ ളലാല എന്നാൽ എല്ലാ ബിദഅത്തും ളലാലത്തല്ല എന്നർത്ഥം വെക്കണ്ടേ? എല്ലാ ബിദഅത്തും ളലാലത്തല്ല അർത്ഥം വെക്കണ്ടേ? അങ്ങനെ കിട്ടും അർത്ഥം. കുല്ലു ബിദഅത്തിൻ, എല്ലാ ബിദഅത്തും ളലാലത്താകുന്നു. വ്യക്തമായി പറഞ്ഞു. നബി ഞങ്ങൾ 1000 പ്രാവശ്യമെങ്കിലും പറഞ്ഞ ഹദീസാണത്. നമുക്ക് സ്വീകരിക്കാതിരിക്കാം, അത് നമ്മുടെ ഇഷ്ടം. 1000 തവണയെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണത്. കുല്ലു ബിദഅത്തിൻ ളലാല. നബി ഞങ്ങൾ എപ്പ പ്രസംഗിച്ചാലും, എപ്പ ഉപദേശം നൽകിയാൽ, കാന ഇദാ ഖതബ യഖൂൽ, നബി ഞങ്ങൾ ഖുതുബ നിർവഹിച്ചാൽ, പ്രസംഗിച്ചാൽ നബി ഞങ്ങൾ പറയുമായിരുന്നു എന്നാണ് സ്വഹാബിമാർ അതേക്കുറിച്ച് പറഞ്ഞത്.
1000 പ്രാവശ്യം നബിതങ്ങൾ പറയാ കുല്ലു ബിദഅത്തുൻ ദലാല. നമ്മൾ പറയാ നല്ല ബിദഅത്തുണ്ട്, അവിടെ എല്ലാ ബിദഅത്തും ദലാലത്ത് പറയാൻ പറ്റൂല. അപ്പൊ നബിക്ക് തെറ്റിയതാണോ ഈ പറഞ്ഞ അർത്ഥം? നഊദുബില്ല, അതില്ല. 2, നിങ്ങൾ നേരത്തെ പറഞ്ഞ ആയത്ത് ഒരുമിച്ച് കൂടണം എന്ന ആയത്തിലില്ല. ഹുവ ഖൈറും മിമ്മാ യജ്മഊന, ഒരുമിച്ച് കൂടണം എന്നല്ല അർത്ഥം. അങ്ങനെ സ്വന്തമായ അർത്ഥം ഒരുപക്ഷെ അങ്ങനെ വിചാരിച്ചതായിരിക്കാം. നബി തങ്ങൾ റഹ്മത്താണ്, റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം അല്ലാഹ് പറഞ്ഞു. ഈ ആയത്ത് അല്ലാഹ് ഇറക്കിയതായിരിക്കാം നബിക്കാണല്ലോ. നബീനെ ആയത്ത് ആദ്യം കേട്ടത് ആരാ? സ്വഹാബത്താണല്ലോ. അല്ലാതെ അന്നൊന്നുമില്ലാതെ എപ്പം കണ്ട് പൊന്തുന്ന ആയത്തൊന്നല്ലോ ഇപ്പത്. നബി റഹ്മത്താണെന്നും റഹ്മത്തോട് സന്തോഷിക്കാമെന്ന് ആയത്തുണ്ടായിട്ട് ആ ആയത്ത് ഇറങ്ങിയ ശേഷം നബിതങ്ങൾ കൊല്ലങ്ങൾ ജീവിച്ചിട്ട് നബിതങ്ങൾ അത് ആ ആയത്ത് പ്രകാരം എന്താണ് സന്തോഷിച്ച് കാണിച്ചത്? അത് നമ്മൾ നേരത്തെ പറയാം. 23 റബീഉൽ അവ്വൽ നബിതങ്ങൾ ജീവിച്ചു. ഈ ആയത്ത് കിട്ടിയ ശേഷം ഒരിക്കലെങ്കിലും നബിതങ്ങൾ ഈ ആയത്ത് പ്രകാരം അങ്ങനെ ചെയ്ത് കാണിച്ചോ ഒരു ജന്മദിനാഘോഷം? ഇല്ലല്ലോ. നബിയിലെ സ്വഹാബിമാരല്ലേ ഈ ആയത്ത് കേട്ടത്? ഏത് സ്വഹാബിയാണ് ഈ ആയത്ത് ഒഴിവാക്കിക്കൊണ്ട് നബിദിനം ആഘോഷിച്ചത്? സ്വഹാബത്തുൽ താബിഈങ്ങളല്ലേ ഈ ആയത്ത് കേട്ടത്? ഏത് താബിഈയാണ് ഈ ആയത്ത് ഒഴിവാക്കിക്കൊണ്ട് നബിദിനം ആഘോഷിച്ചത്? അപ്പൊ സ്വഹാബികളും താബിഈകളും ഈ ആയത്തുകൊണ്ട് അമൽ ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരുമോ? അത് ഉണ്ടാവുകയില്ല. ഹുവ ഖൈറും മിമ്മാ യജ്മഊന, നിങ്ങൾക്ക് അപ്പോൾ ഒരുമിച്ച് കൂടണം എന്നല്ല അർത്ഥം. നിങ്ങൾ ദുനിയാവിന്റെ സമ്പത്തുക്കൾ സുഖസൗകര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾ ശേഖരിച്ചു കൂട്ടിയാലും അതിനേക്കാളെല്ലാം നിങ്ങൾക്ക് ഖൈറായത് ഈ ഫർഹാണ് എന്നാണ്. അല്ലാതെ ആലോചിച്ചു കൂടുന്നതല്ല. അതെന്താ? ആ ഫർഹ് ഉണ്ടാവും. അവിടെ റഹ്മത്ത്, ഒരുപാട് റഹ്മത്തുണ്ട്. മഴ റഹ്മത്താണ്, നബി റഹ്മത്താണ്, ഖുർആൻ റഹ്മത്താണ്, ഹിദായത്ത് റഹ്മത്താണ്, ഇസ്ലാം റഹ്മത്താണ്. ഇതൊക്കെ ഈ ആയത്തിന് തഫ്സീറിൽ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. അതുകൊണ്ട് മഴന്റെ ആഘോഷം എല്ലാ കൊല്ലം നടത്തിയാലോ പറ്റുമോ? ഹിദായത്ത് കിട്ടി അതിന് ആഘോഷം എല്ലാ കൊല്ലം പറ്റുമോ? ഒരാൾ മുസ്ലിമായി എല്ലാ കൊല്ലം ആ ദിവസം വരുമ്പോൾ ആഘോഷം ഹുവ ഖൈറും മിമ്മാ യജ്മഊന ഖുർആനിലുണ്ടല്ലോ, അവിടെ ഞാൻ മുസ്ലിം ആ ദിവസം എല്ലാ കൊല്ലം ആഘോഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. നമ്മൾ എങ്ങനെ പറയും? വിശുദ്ധ ഖുർആൻ റഹ്മത്താണ്. അതുകൊണ്ട് ഖുർആൻ വെച്ചിട്ട് ഇങ്ങനെ ഖുർആന്റെ ഒരു ആഘോഷം ഉണ്ടാവുമോ? അപ്പൊ നമ്മളവ അർത്ഥം വെക്കുമ്പോൾ അതൊക്കെ ന്യായമായി മാറും. എന്താണെങ്കിലും ശരി, മതത്തിൽ നല്ല ബിദ്അത്തില്ല. മതത്തിൽ കുല്ലു ബിദ്അത്തിൻ ദലാല. 1000 തവണയെങ്കിലും ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് എല്ലാ ബിദ്അത്തും ദലാലത്താണ്. ഇനി കേട്ട സ്വഹാബിമാര് പറഞ്ഞു, ഇബ്നു മസ്ഊദ് പറഞ്ഞു വകുല്ലു ബിദ്അത്തിൻ ദലാല വഇൻ റആഹ അന്നാസു ഹസന. ഇബ്നു മസ്ഊദ് എന്ന സ്വഹാബിയുടെ വാക്ക്. വകുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താണ്. വഇൻ റആഹ അന്നാസു ഹസന, ജനങ്ങൾ അത് നല്ലതാണ് എന്ന് അഭിപ്രായപ്പെട്ടാലും ശരിയാണ്. ജനങ്ങൾ നല്ലത് എന്ന് അഭിപ്രായപ്പെട്ടാലും ശരി, എല്ലാ ബിദ്അത്തും ദലാലത്താണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. മതത്തിൽ നല്ല ബിദ്അത്ത് ചീത്ത ബിദ്അത്ത് എന്ന ഒന്നില്ല. ഭാഷാപരമായി പണ്ടില്ലാത്ത ഒന്ന് ഇന്നുണ്ടായാൽ അതിന് ബിദ്അത്ത്. ഇന്നില്ലാത്ത നാളൊന്നും ഉണ്ടായി എന്ന് വിചാരിക്കാം. അപ്പൊ പാലത്തിന് പഴയ പാലം പോയി പുതിയ പാലം വന്നു, അത് ബിദ്അത്താണ് ഭാഷാപരമായിട്ട്. അത്രേ അതിനർത്ഥമുള്ളൂ. ആ നിലക്ക് നല്ല ബിദ്അത്ത് പലതും ഉണ്ടാകാം. എന്നാൽ മതത്തിൽ അതില്ല. ഇന്ന് സഹോദരൻ നിങ്ങൾ പറഞ്ഞല്ലോ ശിർക്കൊക്കെ അവിടെ കെട്ടെ, അത് നിൽക്കാൻ പറ്റുമല്ലോ. എന്തെല്ലാം പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് CM അടവിലാറിട്ട് അതവിടെ കെട്ടാൻ പറ്റുമോ? തൃപ്പനച്ചി പോയിക്കാണ്ട് ആ ഖബറിനോട് അങ്ങനെ നടന്നാൽ ഹജ്ജും ഉംറയും ചെയ്ത കൂലിട്ടും തവാഫ് ചെയ്ത കൂലിട്ടും സഅയ് ചെയ്ത കൂലിട്ടും എന്ന് എഴുതി വെച്ചിട്ട് അത് പടം നിൽക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? നബിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെ പറയാൻ കഴിയാം? കീശയിൽ തൃപ്പനച്ചിയിൽ കൊടിമരത്തുമ്പോൾ ചുറ്റാൽ തവാഫ് ചെയ്ത കൂലി, ആ 2 മരത്തിൽ അങ്ങോട്ട് കൊണ്ട് നടന്നാൽ സഅയ് ചെയ്ത കൂലി, ഹജ്ജ് ചെയ്ത കൂലി. അപ്പൊ മറ്റേ ഉസ്താദായി 10 ഹജ്ജ് ചെയ്ത കൂലിയാണ്. കാസിമി വന്ന് 10 ഹജ്ജ് ചെയ്ത കൂലിട്ടുന്നതാണ്. ഇങ്ങനെ എന്തെല്ലാം. പട്ടിക്കാട് സമ്മേളനത്തിൽ പോയാൽ ഒരു കൊല്ലത്തെ ദോഷം മുഴുവൻ പൊറുക്കും. ഇതൊക്കെ അവിടെ കെട്ടാൻ പറ്റാം. അപ്പൊ അതൊന്നും നിർത്താൻ പറ്റില്ല. ഇതൊക്കെ വലിയ ഗൗരവമാണ്. അവിടെ നബിയെ സ്നേഹിക്കുന്ന വിശ്വാസി അനിവാര്യമായും ചെയ്യേണ്ടത് അല്ലാഹും റസൂലും എന്താണോ മതമായി പഠിപ്പിച്ചത് അത് മാത്രം മതമായി സ്വീകരിക്കുക. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞ വാക്കുണ്ട്, ഫമാലം യകുൻ യൗമ ഇലിൻ ദീന ഫലാ യകുനുൽ യൗമ ദീന. അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനാവുക ഇല്ല. നബിതങ്ങൾ ഇവിടെ നമ്മളെ ഏൽപ്പിച്ച് ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ എന്താണോ ദീന് അത് മാത്രമാണ് ഖിയാമത്ത് വരെയും ദീന്. അന്ന് ദീനല്ലാത്ത ഒന്ന് ഫലാ യകൂനുൽ യൗമ ദീന, ഇന്ന് ദീനാവുക ഇല്ല. 1-2 സംഭവം കൂടി പറയാം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പ്രഗത്ഭനായ പണ്ഡിതൻ, മദീനയിലെ ഇമാം, അദ്ദേഹത്തിന്റെ പള്ളിയിൽ, മദീന പള്ളിയിൽ അദ്ദേഹം ദർസ് നടത്താറുണ്ട്. അവിടെ ഒരാൾ വന്ന് ഇമാം മാലിക്കിനോട് ചോദിക്കുന്നു, ഞാൻ മക്കയിലേക്ക് പോവുകയാണ്, എവിടെ നിന്നാണ് ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു, മീഖാത്ത് അല്ലദി വഖതഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ നിശ്ചയിച്ച മീഖാത്തുണ്ട്, ആ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തോ. ഈ മനുഷ്യൻ ചോദിച്ചു, ഞാൻ മദീന പള്ളിയിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്ത് പോകുന്നു, അതാണ് എൻ്റെ ഉദ്ദേശം. മദീന പള്ളിയിൽ നിന്ന് കുറച്ചുകൂടെ പോയിട്ടാണ് മദീനക്കാരെ മീഖാത്ത് ദുൽഹുലൈഫ അബിയാറു അലി.
അങ്ങോട്ട് എത്തും മുമ്പ് തന്നെ മദീന പള്ളിയിൽ തന്നെ ഞാൻ ഇഹ്റാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇമാം മാലിക് പറഞ്ഞു, അഖാഫു അലൈക്കൽ ഫിത്ന, ഞാൻ നിനക്ക് ഫിത്ന ഭയപ്പെടുന്നു, ഞാൻ നിനക്ക് ഫിത്ന ഭയപ്പെടുന്നു. ഈ മനുഷ്യൻ ചോദിച്ചു, അയ്യു ഫിത്ന ഫീ സിയാദത്തിൽ ഖൈർ, ഒരു നല്ല കാര്യം കുറച്ച് അധികം ചെയ്താൽ എന്താ ഫിത്ന ഉള്ളത്? അവിടുന്ന് ഇഹ്റാം ചെയ്യാൻ പറഞ്ഞത്, ഇവിടുന്ന് ഇഹ്റാം ചെയ്തു പോകുന്നു. ഒരു നല്ല കാര്യം കുറച്ച് അധികം ചെയ്തു. വ ഇന്നമാ ഹിയ അംയാലുൻ അസീദുഹാ, ഏതാനും മൈലുകൾ അധികമായി ഞാൻ ഇഹ്റാമിൽ പോയാൽ എന്താ ഫിത്ന ഉള്ളത്? ഇമാം മാലിക് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ ഒരു സ്ഥലം നിശ്ചയിച്ചു തരാം, ഇത് നീ പറയാ അതേക്കാളും ഖൈർ ഇപ്പുറത്തും ചെയ്തു പോവുകയാണ്, ഇതിലും വലിയ ഫിത്ന വേറെന്താ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ആയത്തോടി കൊടുത്തു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന, നബി തങ്ങളുടെ കൽപ്പനയ്ക്ക് എതിർ പ്രവർത്തിക്കുന്നവർ പേടിച്ചുകൊള്ളട്ടെ, അവരെ ഫിത്ന ബാധിക്കുമെന്ന്. അവ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ അവരെ ബാധിക്കുമെന്ന് പേടിക്കട്ടെ എന്ന ആയത്ത് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഓതി കൊടുക്കുകയാണ്. സമാനമായ ധാരാളം സംഭവങ്ങൾ കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നിസ്കരിച്ച ഒരാൾ ഇങ്ങനെ സലാം വിട്ടേഷൻ നേരം കണ്ട് വന്നു അദ്ദേഹത്തേക്ക് വലതു ഭാഗത്തൂടെ വന്നപ്പോൾ ഇബ്നു ഉമർ ചോദിച്ചു, എന്താ ഇതിലൂടെ ഒന്ന് ചോദിച്ചു. ഒന്നല്ല, നിങ്ങളെ കണ്ടപ്പോൾ പോന്നാ എന്നാ കുഴപ്പമില്ല, ഈ ഭാഗത്തൂടെ വന്നാൽ പ്രത്യേക പുണ്യം ഉദ്ദേശിച്ചതാണെങ്കിൽ അത് പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇബ്നു ഉമർ ആ ചോദ്യം ഇവിടെ ചോദിച്ചത്. ഒരുപാട് സംഭവങ്ങൾ സ്വഹാബത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ വാശിയും അതേപോലെ ജയിക്കാനുള്ള മനസ്സൊന്നല്ല നമുക്ക് വേണ്ടത്. എൻ്റെ റസൂൽ എന്താണോ പഠിപ്പിച്ചത്, എൻ്റെ ഹബീബ് എന്താണോ പഠിപ്പിച്ചത്, എനിക്കത് മതി. ഞാൻ ഷഹാദത്ത് പ്രഖ്യാപിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ചവരാണ്. ആ ഷഹാദത്തോട് ഞാൻ നീതി പാലിക്കുന്നു. അല്ലാഹ് മാത്രമേ എനിക്ക് ഇലാഹുള്ളൂ, എനിക്ക് എൻ്റെ ഇലാഹ്, എൻ്റെ പ്രാർത്ഥന, എൻ്റെ സഹായാർത്ഥന എൻ്റെ റബ്ബിനോട് മാത്രം. എൻ്റെ പടച്ചത് എൻ്റെ റബ്ബ് മാത്രം, ലോകം നിയന്ത്രിക്കുന്നത് എൻ്റെ റബ്ബ് മാത്രം, അല്ലാതെ ഒരു മടവൂരും ഒരാളും തന്നെ ഇവിടെ ലോകം നിയന്ത്രിക്കുന്നില്ല, ഒന്നും നിയന്ത്രിക്കാൻ കഴിയുകയുമില്ല എന്നതാണ് നമ്മുടെ അസ്വലി. വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ആ സാക്ഷ്യം പുറത്തൊരു വാക്കുണ്ടായാൽ പോരാ. ആ റസൂൽ എന്ത് പഠിപ്പിച്ചോ അത് ഞാൻ ചെയ്യും. ആ റസൂൽ എന്ത് പഠിപ്പിച്ചില്ലേ എനിക്കത് വേണ്ട. ആ റസൂൽ അധ്യാപനം എന്താണോ ഞാനതാണ് ചെയ്യുക. അതാണ് നബിയോട് സ്നേഹം, അതാണ് പഠിപ്പിക്കപ്പെട്ടത്. ഇൻകാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ, നിന്റെ സ്നേഹം സത്യസന്ധമായിരുന്നുവെങ്കിൽ നീ തീർച്ചയായും ആ റസൂലിനെ അനുസരിക്കുമായിരുന്നു. കാരണം ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ, സ്നേഹിക്കുന്നവൻ താൻ ആരെയാണോ സ്നേഹിക്കുക അവരെ അനുസരിക്കുമല്ലോ. അപ്പൊ നബിയെ സ്നേഹിക്കുന്നു എന്ന് വാദിച്ചാൽ പോരാ, ആ സ്നേഹം ജീവിതത്തിൽ കാണണം. രാവിലെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ജീവിതത്തിലെ എല്ലാ രംഗത്തും നബി തങ്ങളുടെ മാതൃക പിൻപറ്റാൻ നാം പരിശ്രമിക്കുക, അത് പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.